കൊടുക്കുക. ഇനിയും സോളാർ മേഖലയിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ അവരെ പരിചയപ്പെടുത്തുക. പുതിയൊരു മേഖലയിൽ നിന്ന് സോളാർ ബിസിനസ് ഉണ്ടാക്കുക. ഉദാഹരണത്തിന് പെട്രോൾ, ഡീസൽ, ഗ്യാസ് എന്നീ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന അതിനെ സോളാറിലേക്ക് മാറ്റി നമ്മുടെ കൂടുതൽ ബിസിനസ് മേഖല വ്യാപിപ്പിക്കുക. വ്യത്യസ്ത സോളാർ കമ്പനികളെ പുതുതായി വരുന്ന ടെക്നീഷ്യന്മാർക്ക് പരിചയപ്പെടുത്തുക. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ക്ലാസ്സും ടെക്നിക്കൽ സൈഡ് അവർക്ക് പകർന്നു കൊടുക്കുകയാണ്. ഇത് ശരിക്കും ഒരു ബേസിക് ലെവലിലുള്ള ക്ലാസ് അല്ല. ടെക്നിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അവ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ അരമണിക്കൂർ നമുക്ക് ഇതിനോട് ബന്ധത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. നമ്മൾ ഇന്നത്തെ ഫാക്കൽറ്റിയിലേക്ക് ഒന്ന് പരിചയപ്പെടാം. ഒന്ന് നമ്മുടെ മിസ്റ്റർ ടിൻഷു ആണ്. അത് എൽ സോളാർ പവർ സൊല്യൂഷനുമായിട്ട് അവിടെ സ്ഥാപനം നടത്തുന്നു. ചങ്ങനാശ്ശേരിയിലാണ് ആ സ്ഥാപനം. 4 വർഷം സോളാർ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൻ്റെ ടിൻഷുവിൻ്റെ ഒരു പ്രത്യേകത കാര്യങ്ങളൊക്കെ ലളിതമായി വിശദീകരിക്കാനും നല്ല ടെക്നിക്കൽ നോളജ് ടിൻഷനുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കുറഞ്ഞ സമയം കൊണ്ട് വളരെ കൂടുതൽ ഓർഡറൊക്കെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു. ടിൻഷുവിനെ ഈ സെഷനിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, ടിൻഷുവിനെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. വെൽക്കം ടിൻഷു. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് റബീഷ് ഇലക്ട്രിക് എനർജി സൊല്യൂഷന്റെ ഒരു മാനേജിംഗ് പാർട്ട്ണറാണ്. തിരുവല്ലയിലാണ്. 5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. റബീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ടെക്നോളജിസ്റ്റ് എന്ന് പറയാം. കാരണം ഏത് മേഖലകളും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോമർ സൈഡ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഒരു PV സിസ്റ്റോ, ഹീലിയോസ്കോപ്പോ, സോഫ്റ്റ്വെയർ സൈഡോ, അതുപോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നന്നായിട്ട് അതിന്റെ പ്രോബ്ലം എന്താണ്, അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്താൻ നല്ല കഴിവാണ് റബീഷിനുള്ളത്. റബീഷിനെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റബീഷിനെ ഞാൻ കണ്ടില്ല, ഇതില് എന്നോട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റബീഷ് ഉണ്ടോ? ലൈവായിട്ടുണ്ടോ റബീഷ്? അല്ലെങ്കിൽ വന്നേക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് അരുണിനെ സ്വാഗതം ചെയ്യാം. അരുണിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സിലുള്ളവർക്ക് നന്നായിട്ട് പരിചയമുള്ളതാണ്. അരുൺ ഇലക്ട്രിക് എനർജി സൊല്യൂഷനിലെ ഇതാണ്. 5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അരുണിന് ഒരു പ്രത്യേകത, ഇനി ഫ്യൂച്ചറിൽ സോളാറുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ വരാം, അതുപോലെ തന്നെ ടെക്നോളജിനെ, ഈ സോളാർ ടെക്നോളജിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പുതിയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാൻ, അതുപോലെ തന്നെ ലളിതമായിട്ട് വിശദീകരിക്കാനും നല്ല നോളജ് ഉണ്ട്. അപ്പോൾ അരുണിനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരുണിനെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ. ഓക്കെ, അരുൺ വീഡിയോ ആണോ? ഓക്കെ, വെൽക്കം അരുൺ. അടുത്തത് നമുക്ക് രാഹുലിനെ പരിചയപ്പെടാം. രാഹുലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. റിംഗ് സോളാറിന്റെ പ്രൊപ്പറേറ്റർ ആണ്. ഒരു 10 വർഷം സോളാർ മേഖലയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഈ രാഹുലിനെ ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ള മിക്കവരുടെയും കോണ്ടാക്ട് ലിസ്റ്റിൽ രാഹുലിന്റെ പേരുണ്ട്. അത്രത്തോളം രാഹുല് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. രാഹുലിന്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ കേരളത്തിൽ ഉപയോഗിക്കാത്ത തരം സോളാർ ഇൻവേർട്ടേഴ്സും അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല നോളജ് ഉണ്ട്. അത്ര ഒരു സ്പെഷ്യൽ ടൈപ്പ് സോളാറും അല്ലെ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സും അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ രാഹുലിന് ഒരു പ്രത്യേക വൈദഗ്ധ്യമാണ്. രാഹുലിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാഹുൽ ഉണ്ടല്ലോ അല്ലെ ലൈവ്? ഓക്കെ, രാഹുല് കയറിക്കോളൂ. ഇനി അടുത്തത് നമ്മുടെ ബെന്നി സാറാണ്. ബെന്നി സാറിനെ അറിയാം. റീകോ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്. 15 വർഷം ഒരു ഇലക്ട്രോണിക്സ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ
5 വർഷം സോളാർ മേഖലയിലും എക്സ്പീരിയൻസ് ഉണ്ട്. ബെനിസാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ഒരു നാടൻ ശൈലിയിലുള്ള ഒരു മറുപടിയാണ്. ഇപ്പം ഉദാഹരണത്തിന് ഒരു 150 ബാറ്ററിയിൽ എത്ര സ്റ്റോറേജ് ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെനിസാർ ഒരു ഇൻവെർട്ടറി കണക്ട് ചെയ്തിട്ട് എത്രയാണെന്ന് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരും. എല്ലാം ഏറ്റവും സിമ്പിൾ ആയിട്ടും ലളിതമായിട്ടും അത് ആക്യുറേറ്റ് ആയിട്ടും ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ഒരു ഷാഡോ വെക്കണോ, ഷാഡോ ഏരിയ എത്ര ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്യണമെങ്കിൽ വേണേ 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു കമ്പ് കുത്തിയിട്ട് ഓരോ സമയത്തും എത്രയാണ് അതിന്റെ ഷാഡോ എന്ന് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ പൈആർ സ്ക്വയർഡും അതേപോലെ ഇക്വേഷൻസ് ഒന്നും കൂട്ടാതെ തന്നെ കറക്റ്റ് സ്പെസിഫിക്കേഷൻ നൽകാനായിട്ടുള്ള ഇതുണ്ട്. അതാണ് ബെനിസാറിന്റെ ബിസിനസിന്റെ ഒരു പ്രത്യേകത. ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ബിസിനസ് മേഖലയാണ് ബെനിസാറിനുള്ളത്. ഓക്കെ, ബെനിസാറിനെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ശരി, നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അത് സൂം ഒന്ന് മ്യൂട്ടാക്കി വെക്കുക. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കുക, അതിനുശേഷം വീണ്ടും മ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് കാരണം മറ്റുള്ളവർക്ക് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ കഴിയാതെ വരും. അതൊന്ന് ചെയ്യുക. കാരണം ഞാൻ ഇവിടുന്ന് മ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ്. കാരണം നമുക്ക് അത്രയും സമയം പോകും. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള നല്ലൊരു അവസരമുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ സോളാറിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും അല്ലെങ്കിൽ ടെക്നിക്കൽ മേഖലയിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് അരുൺ സാറിൽ നിന്ന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അരുൺ, വെൽക്കം. ഞാൻ അരുണിനെ ആ വീഡിയോ ഒന്ന് ഉണ്ടാക്കാം. ഇതുണ്ടോ, സൗണ്ട് ബുദ്ധിമുട്ടുണ്ടോ? കാണാം. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓൺ ഗ്രിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൊത്തത്തിലുള്ളതല്ലേ? അതെ. അപ്പം ഇപ്പം നമ്മുടെ ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ളവർ ഓൺ ഗ്രിഡ് ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് പരിചയമുള്ളവരായിരിക്കുമല്ലോ അല്ലെ? ഇതിനകത്ത് പരിചയം ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. അപ്പൊ ഞാൻ അതനുസരിച്ച് പറയാം. ഇല്ല, അതിന് പരിചയമുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ സെക്കൻഡ് ലെവൽ ക്ലാസ് ആണ്. അപ്പം അത് പരിചയമുള്ളവർക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ അപ്പൊ ഓക്കെ. അപ്പൊ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു താഴെത്തട്ടിലുള്ള ഒരു സോളാർ ഓൺ ഗ്രിഡ്, അതായത് ഏറ്റവും കുറഞ്ഞ ഒരു ഓൺ ഗ്രിഡ് തുടങ്ങുന്നതിന്റെ രീതി തൊട്ട് പറയാം. അതായത് ഒരു 3 കിലോ വാട്ട്, ഇപ്പൊ നോർമലായിട്ട് ഒരു 3 കിലോ വാട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് 3 കിലോ വാട്ട് ആണ് ഇപ്പൊ നോർമലായിട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 കിലോ വാട്ട് 1 കിലോ വാട്ട് ഒക്കെ തമിഴ്നാട്ടിലേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ഇവിടെ എല്ലാം 2 കിലോ വാട്ട് 2 കിലോ വാട്ടിന്റെ വളരെ ചുരുക്കമാണ്. 3 കിലോ വാട്ട് തൊട്ടാണ് ഇപ്പൊ എല്ലാവരും തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അപ്പൊ 3 കിലോ വാട്ടിലൊരു ഓൺ ഗ്രിഡ് സിസ്റ്റം തുടങ്ങുമ്പോഴത്തേക്കിന് ആക്ച്വലി അതിന്റെ കസ്റ്റമറുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് തൊട്ട് തുടങ്ങാം. നമ്മളിപ്പം ഓഫ് ഗ്രിഡ് ചെയ്യുമ്പോഴത്തേക്കിന് ഓൾറെഡി നമ്മളാണെങ്കിൽ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലോഡായിരിക്കും. നമ്മൾ ഓൺ ഗ്രിഡ് ചെയ്യുമ്പോഴത്തേക്കിന് ആക്ച്വലി അവിടുത്തെ വീട്ടിലെ കൺസംഷൻ വെച്ചിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആക്ച്വലി അത് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഒരു ആനുവൽ ഇയർ ഈൽഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ആ ഡിസൈനിങ്ങിൽ നമ്മൾ എടുക്കുന്ന പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ ആണ്. കൺസംഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് സിസ്റ്റം ചൂസ് ചെയ്യുന്നു. ഏത് സിസ്റ്റം വേണോ എന്നുള്ളത് ചൂസ് ചെയ്യുന്നു. ചൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിൽ പ്രധാനപ്പെട്ട ഓൺ ഗ്രിഡ് സിസ്റ്റം ചൂസ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ പ്രധാനമായിട്ടും വരുന്നത് നമ്മളുടെ തലയെന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു രൂപമായിട്ട് സാധിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനല്. പിന്നെ അപ്പൊ അതിന് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി മറ്റുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്ന നോർമലായിട്ട് മാർക്കറ്റിലുള്ള ഒരു നല്ല പാനല്. പിന്നെ രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടർ. ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം കോമൺലി ഇന്നിപ്പം പൊതുവെ ഒരുപാട് ഇൻവെർട്ടേഴ്സ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റിൽ പഴയ മാതിരിയല്ല. ഇപ്പം പ്രീമിയം എന്ന് പറഞ്ഞ് വരുന്ന പോലെ ഇപ്പൊ ആക്ച്വലി ഇപ്പം പൈസ കുറഞ്ഞ് നോർമൽ റേറ്റിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇൻവെർട്ടേഴ്സിന്റെ ഒരു വൈഡ് റേഞ്ച് തന്നെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പുതിയ ആൾക്കാർക്കായാലും പഴയ ആൾക്കാർക്കായാലും ആക്ച്വലി ഇന്ന് ആ ഒരു സെയിം ഒരു കോമ്പറ്റീറ്റീവ് ഇല്ലാത്ത രീതിയിൽ ഇന്ന് ഇൻവെർട്ടേഴ്സ് അവൈലബിൾ ആണ് മൊത്തത്തിൽ മാർക്കറ്റിൽ. പിന്നെ ആ ഇൻവെർട്ടർ സെലക്ട് ചെയ്യുന്നതിനകത്തിലും കുറച്ച് പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഡേറ്റ ഷീറ്റ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഇൻവെർട്ടറിനെയും പാനലിനെയും ബേസ് ചെയ്തിട്ട് പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ ബാക്കിയുള്ള ഡിസൈനുകൾ പോകുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കേബിള്, പിന്നെ ഇപ്പം നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ഒരു കുറെ കാര്യങ്ങളാണ് DC കേബിള്, പിന്നെ അതിന്റെ DC പ്രൊട്ടക്ഷൻ. ആ പ്രൊട്ടക്ഷൻ ആദ്യം തന്നെ വരുമ്പോഴത്തേക്കിന് DC സൈഡിൽ ഞാൻ മിക്കവാറും അടുത്ത് കണ്ടിട്ടുള്ള പൊതുവെ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയില്ല.
അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഡി സി സൈഡിൽ ചിലത് ഇപ്പം കണ്ടുവന്നേക്കുന്ന ഒരു പ്രവണത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫസ്റ്റ് ഫ്ലോറിൽ പാനൽ ഏറ്റവും ടോപ്പിലായിരിക്കും, ഡി സി പ്രൊട്ടക്ഷൻ താഴെയായിരിക്കും. അതായത് AJB എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്ന് ഇൻവെർട്ടറിന്റെ ചോട്ടി കൊണ്ടുവെക്കും. അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം പൊതുവേ വന്ന് കണ്ടുവരുന്ന ഒരു കാരണം നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിളിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആണ്. ആ MCB ആയാലും തന്നെ ഒരു കേബിൾ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് എത്രയോ പാനലിന്റെ സെന്റിമെന്റിൽ തന്നെ മാക്സിമം വെച്ച് പോകുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് ഉള്ള ഒരു അഭിപ്രായക്കാരനാണ്. കാരണം അതാണ് ടെക്നിക്കലായിട്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ വരുന്നതാണ് ഈ നമുക്ക് ഈ സോളാറിനകത്തിൽ വരുന്ന ഒരു പ്രധാന ഘടകമാണല്ലോ ഇന്ന് വരുന്ന DCDB എന്നും പറയും, ACDB എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഇന്ന് അവൈലബിൾ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിലാദ്യം തന്നെ ആക്ച്വലി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട്. ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കിന് ഓൺ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നേരത്തെ ആയിരുന്നു നമ്മളൊരു പ്രൊജക്റ്റ് ആയിട്ട് ആക്ച്വലി ഡിസൈൻ ചെയ്യുന്നത്. ഇന്നതൊരു പ്രൊഡക്റ്റാണ്. ഓൺ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഉണ്ട്. അതായത് 1 കിലോവാട്ട് അല്ലെങ്കിൽ ഒരു 3 കിലോവാട്ടിന്റെ ഒരു ഓൺ ഗ്രിഡ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇന്ന് മേടിക്കാൻ കിട്ടും. അപ്പൊ അത് മേടിക്കുമ്പോൾ അതിനകത്ത് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല. കൊണ്ടുവരിക, വെക്കുക, അതിനകത്ത് തന്നേക്കുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യുക. അപ്പൊ ആ ഒരു രീതിയിൽ നിന്നും മാറി ചിന്തിക്കേണ്ട ഒരുപാട്, കാരണം അതിപ്പം പൊതുവെ ഇപ്പൊ അങ്ങനെ വന്നേക്കുവാണ്, ഒരു ട്രെൻഡ് വന്നേക്കുവാണ്. കാരണം ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് എല്ലാവരും ഇത് ചെയ്യുന്നു, മാർക്കറ്റിൽ അങ്ങ് ഡംപ് ചെയ്യുവാണ്. 3 കിലോവാട്ടിന്റെ അല്ല 5 കിലോവാട്ട് അല്ലെ 10 കിലോവാട്ട് ഒരു സിസ്റ്റം. അതിനകത്തിൽ AJB, DCDB, ACDB ഇൻക്ലൂഡിങ് ലൈറ്റിനിങ് അറസ്റ്റർ, റോഡ്, കേബിള്, ഇത് അതിനകത്തിൽ ഒരു ഡിസൈൻ, ഒരു എഞ്ചിനീയറുടെ മറ്റുള്ള ഒരു ഡിസൈനിങ് ഒരു ആവശ്യമായിട്ട് വരുന്നില്ല. ആക്ച്വലി ആർക്കും ഒരു ആവശ്യമായിട്ട് വരുന്നില്ല. പക്ഷെ അതിനകത്തിൽ കുറെ സർവീസ് ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറെ കാര്യങ്ങളിൽ പിന്നീട് ആഫ്റ്റർ സർവീസ്, അതായത് ആഫ്റ്റർ സെയിൽസ് സർവീസിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടും ഈ പറയുന്നത്. അതിനകത്തിൽ ഏറ്റവും വലിയൊരു ഇതാണ് AJB വെക്കുന്നത്. AJB സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിന് ചൂസ് ചെയ്ത് നമുക്ക് വേണ്ട ഏത് കർവിലുള്ള DC ആണോ ആ DCയിലുള്ള ബ്രേക്കർ സെലക്ട് ചെയ്യുക. അത് ഒരു പ്രൊഡക്റ്റുകാരുടെ ഒരു ഐഡിയക്ക് വിട്ടുകൊടുക്കുക. അതൊരു നമുക്ക് തന്നെ ഒരു ഇതിൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ഒരു DC ബ്രേക്കർ. പിന്നെ വരുന്നത് SPD ആണ്. SPD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പം വന്നേക്കുന്ന നമ്മൾ പ്രൈസിനെ വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ടാണ് പല SPDകളും എടുക്കുന്നത്. അപ്പം അതിനകത്തിൽ വിത്ത് GD2 വിത്തൗട്ട് GD2 വരുന്ന SPDകളുണ്ട്. SPDകൾക്ക് റേറ്റിംഗ് ഉണ്ട്, 20 കിലോ ആംപിയറും 40 കിലോ ആംപിയറിന്റെ ഉണ്ട്. അപ്പൊ അതില് ഏറ്റവും നല്ലത് കോസ്റ്റ് ചിലപ്പോൾ ഒരു ചെറിയ വേരിയേഷനേ വരുള്ളൂ. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് ഏതാണോ അത് നോക്കി സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. സംശയം ഉണ്ടെങ്കിൽ പിന്നെ താഴോട്ട് വരുന്നവരെല്ലാം ഡീപ്പായിട്ട് ഒരു ഗ്രാഫ് വരച്ചിടുവാണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് നമ്മുടെ പ്രധാന ഘടകമാണ് ACDB. ACDBക്കകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്കർ കാണും. അതും ഞാൻ പറഞ്ഞ ഇൻവെർട്ടറിന്റെ സെൻഡിങ് എൻഡിൽ കാണും, റിസീവിംഗ് എൻഡിൽ ചിലപ്പോൾ ഒരു ഐസൊലേറ്റർ ആയിരിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വിസിബിൾ ഐസൊലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐസൊലേറ്റർ ആക്ച്വലി KSEB എന്ന് പറഞ്ഞൊരു റെഗുലേഷൻ ആണ്. വിസിബിൾ ലോക്കബിൾ ഐസൊലേറ്റർ എന്നായിരുന്നു അതിന്റെ പേര്. അതായത് നമ്മൾ KSEB ആയിട്ട് സിങ്ക് ചെയ്യുന്നതിന്, അതായത് അവരുമായിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിസിബിൾ ആൻഡ് ലോക്കബിൾ ഐസൊലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തിൽ ഗാൽവനിക് ഐസൊലേഷൻ ഇല്ലാത്ത ട്രാൻസ്ഫോമർലെസ് ഇൻവെർട്ടേഴ്സ് ആണ് ഇപ്പോൾ വരുന്നത്. അതായത് ട്രാൻസ്ഫോമർലെസ് ഐസൊലേഷൻ, ഗാൽവനിക് ഐസൊലേഷൻ ഇല്ലാത്ത ഇൻവെർട്ടേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് DC ഇഞ്ചക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് KSEB തന്നെ നേരത്തെ ഒരു റെഗുലേഷൻ ഇറക്കിയപ്പോൾ അവർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം ഈ പറയുന്ന വിസിബിൾ ആൻഡ് ലോക്കബിൾ, അതായത് ഇത് ഐസൊലേറ്റ് ചെയ്യുന്നത്, അതായത് KSEB ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഐസൊലേറ്റ് ആയതും കാണണം, അത് ലോക്ക് ചെയ്യാനും പറ്റും. അത് മാറി ഇന്നിപ്പോ ഒരു SFUയിലോട്ട് മാറിയിട്ടുണ്ട്. കാരണം അതിന്റെ ആവശ്യമുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ KSEBക്കാർക്ക് ലൈനിൽ പണിയുള്ളപ്പോൾ വന്ന് ഓഫ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തിട്ട്. വീട് പൂട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരക്കകത്ത് കയറി അങ്ങനെ ഓഫ് ചെയ്യാൻ. കാരണം അതിന്റെ ആവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ അതൊരു SFUയിലോട്ട് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന് പകരം ഇന്ന് പൊതുവെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റിനകത്തിൽ 3 ഫ്യൂസ് വെക്കുന്നതാണ് നോർമലായിട്ട് ഇപ്പൊ നമുക്ക് കണ്ടിരിക്കുന്ന 3 അല്ലെങ്കിൽ 4 ഫ്യൂസ് വെക്കുക. അപ്പൊ അത് ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ഐസൊലേറ്റ് ചെയ്യാം. ഈ പറഞ്ഞേക്കുന്ന SFUവിന്റെ ഈ പറഞ്ഞ ലോക്കബിളിന്റെ ആവശ്യമില്ല ആക്ച്വലി. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ACDBക്കകത്ത് വരുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കേഴ്സ്, അതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതിന്റെ കർവ് എടുക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. പിന്നെ വരുന്ന SPD ആണ്. പ്രധാനമായിട്ടും നമുക്ക് സർജ് വരാനുള്ളത് AC സൈഡിൽ നിന്ന്. അപ്പൊ AC സൈഡിൽ നിന്ന് സർജ് കൂടുതൽ വരുന്ന ഓരോ ഇൻവെർട്ടേഴ്സിനും നമ്മൾ കണ്ടുവരുന്ന പൊതുവെ ഇപ്പം ഒരു കുറെ നാൾ കൊണ്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ
അകത്തൊരു ചെറിയൊരു വോൾട്ടേജിൽ വേരിയേഷൻ ഉള്ള ഒരു MOV ആണ്. ആ MOV ചെറിയൊരു വോൾട്ടേജ് വേരിയേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കിനും പൊട്ടിപ്പോയി മൊത്തത്തിൽ ബോർഡ് മൊത്തം ചീത്തയാകുക. അങ്ങനെ പല ഇൻവെർട്ടേഴ്സിനും നമുക്ക് വന്നിട്ടുണ്ട് അങ്ങനെ. അപ്പൊ ആ MOV എന്തുകൊണ്ട് പൊട്ടുന്നു, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് SPD ഉണ്ടായിട്ടും എന്തുകൊണ്ട് പൊട്ടുന്നു എന്നുള്ളത് നോക്കിയപ്പോഴാണ് ഈ പറയുന്ന SPD-കൾക്കെല്ലാം ഓരോ വോൾട്ടേജ് റേഞ്ചും ഉണ്ട്. ആ വോൾട്ടേജ് പർട്ടിക്കുലർ വോൾട്ടേജ് റേഞ്ചിലുള്ള ഇൻവെർട്ടേഴ്സ് ആ ഇൻവെർട്ടേഴ്സിന്റെ ഡേറ്റ ഷീറ്റിന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള SPD-കൾ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ചൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. SPD സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കാണെങ്കിൽ പല കാര്യങ്ങളും അതിനകത്ത് തന്നെ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ എത്രയാണ് കാര്യങ്ങൾ, പിന്നെ ഉള്ള ഇത് GD ട്യൂബ് ഉള്ളതാണോ അതോ വിത്തൗട്ട് GD ട്യൂബ് ആണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഇതിനകത്തിലെ പ്രധാന ഘടകമാണ് പിന്നെ വരുന്നത് എർത്തിങ്, പിന്നെ ലൈറ്റ്നിങ്. എർത്തിങ് എന്ന് പറയുമ്പോൾ പൊതുവെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് AC എർത്ത്, DC എർത്ത്, പിന്നെ ലൈറ്റ്നിങ് അറസ്റ്ററിന് ഒരു എർത്ത്, സ്ട്രക്ചർ എർത്ത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എർത്ത് സത്യം പറഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുന്നത്. എർത്തിന്റെ വാല്യൂ എല്ലാം മെഷർ ചെയ്തിട്ട് നമ്മൾ ലൈറ്റ്നിങ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്റർലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ വരുന്ന പ്രത്യേകിച്ചുള്ള ഘടകങ്ങൾ അപ്പം വേറൊന്നും ഇല്ല. പ്രധാനമായിട്ട് ഓൺ ഗ്രിഡിനകത്തിൽ ഇങ്ങനെയാണ്. ഈ ഒരു സിസ്റ്റത്തിൽ ഈ ഒരു ഫോർമാലിറ്റീസിലാണ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് പ്ലസ് ഇൻവെർട്ടർ പാനൽ, ഇതാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ വരുന്നത് നെറ്റ് മീറ്ററിംഗ് ആണ്. അതൊരു ബൈ ഡയറക്ഷണൽ മീറ്റർ ആണ്. സാധാരണ നമ്മൾ യൂണി ഡയറക്ഷണൽ മീറ്ററിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വിട്ടാലും ഇങ്ങോട്ട് വിട്ടാലും ഒരു ഡയറക്ഷനിൽ അത് റീഡ് ചെയ്യും, കാരണം അതിനകത്തിൽ ഒരു CT ഉള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡയറക്ഷണലാണ്, അതായത് 2 CT ആണ്, അല്ലെങ്കിൽ നമ്മൾ 3 ഫേസ് ഇടുമ്പോഴത്തേക്കിന് CT എണ്ണം കൂടും അതിന് കറസ്പോണ്ടന്റ് ആയിട്ട്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത് മെഷർ ചെയ്ത് അത് ബൈ ഡയറക്ഷണൽ മീറ്റർ ആയതുകൊണ്ട് അതാണ് നെറ്റ് മീറ്റർ. അതാണ് ഇതിനകത്തിൽ ഒരു മീറ്ററിങ്ങിനായിട്ട് ഉപയോഗിച്ചത്. പിന്നെ നമുക്ക് വരുന്ന രണ്ടാമത്തെ ഘടകമാണ് പിന്നെ ഡിസൈന്, ഈ പറഞ്ഞ പ്രൊഡക്റ്റിന്റെ സെലക്ഷൻ, അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ലേസണിങ്. ലേസണിങ് സൈഡിൽ നമുക്ക് വരുമ്പോഴത്തേക്കിന് ഇപ്പൊ 10 കിലോവാട്ട് വരെ നമുക്കാണെങ്കിൽ ആക്ച്വലി ഇപ്പം ഇൻസ്പെക്ടറേറ്റിന് അപ്രൂവൽസും മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നേരത്തെ അത് 10 കിലോവാട്ടിനൊക്കെ വേണമായിരുന്നു, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് ലേസണിങ്ങിൽ വരുന്നത് ഫസ്റ്റ് ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുക, ഫീസിബിലിറ്റി സ്റ്റഡി കൊടുക്കുക. അതായത് നേരത്തെ ട്രാൻസ്ഫോമറിന്റെ ഇത്ര ശതമാനം 15% ഇപ്പൊ 85. അപ്പം അങ്ങനെ നമുക്ക് ഫീസിബിലിറ്റി സ്റ്റഡി കൊടുക്കുക. പിന്നെ അതിനാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഇപ്പം KCB അതിന്റെ ഒരു റെഗുലേഷൻ ഫോർമാറ്റിലൊരു ഇത് വന്നിട്ടുണ്ട്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. അതിനകത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞുകൊണ്ട് നമുക്കാണെങ്കിൽ ആക്ച്വലി അതിനകത്തിൽ നിന്ന് എല്ലാ ഫോമുകളും ഉൾപ്പെടെ അതിനകത്ത് കിട്ടും. അപ്പൊ അനുബന്ധം 1 സബ്മിറ്റ് ചെയ്യുക, ഫീസിബിലിറ്റി കിട്ടുക, അത് കഴിഞ്ഞ് അനുബന്ധം 2 സബ്മിറ്റ് ചെയ്യുക. അതായത് ഗ്രിഡ് രജിസ്റ്റർ ചെയ്യുക. എത്ര കിലോവാട്ട് ആണോ അതിന് 1000 രൂപ വെച്ച് നമുക്ക് ഗ്രിഡ് രജിസ്റ്റർ ചെയ്യുക. ഗ്രിഡ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം കംപ്ലീഷൻ കൊടുക്കുക. കംപ്ലീഷൻ കൊടുക്കുന്നതിന് ഒപ്പം തന്നെ നമുക്ക് നെറ്റ് മീറ്റർ ഏതാണോ നമ്മൾ തന്നെ സ്വയം പർച്ചേസ് ചെയ്ത് വെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ KCB തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അപേക്ഷ കൊടുക്കുക. മൂന്നാമത്തേതാണ് ഇവരെ ടെസ്റ്റിങ്ങിന് വരും. ടെസ്റ്റിങ്ങിന് വന്നു കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഇവര് വാല്യൂസ് ചെക്ക് ചെയ്യും. അന്നേരം ഈ പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കിന് പൊതുവെ കണ്ടുവരുന്ന കാര്യങ്ങളുണ്ട്. അന്നേരം കിട്ടത്തില്ല, വാല്യൂസ് കിട്ടില്ല. പിന്നെ കുറച്ച് ഹാർമോണിക്സ് ഭയങ്കരമായിട്ട് കൂടുന്നു, ഫ്ലിക്കറിങ് കൂടുന്നു, DC ഇഞ്ചക്ഷൻ ഉള്ള ഇൻവെർട്ടേഴ്സ് വരുന്നു. പിന്നെ മാത്രമല്ല ഈ പറയുന്ന ഇൻവെർട്ടേഴ്സ് ഷട്ട് ഡൗൺ ആയി പോകുന്നു, ആ സമയത്ത് ഷട്ട് ഡൗൺ ആയി പോകുന്നു. ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഇൻസ്റ്റലേഷന്റെ സമയത്ത് തന്നെ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം സാധിക്കും. അത് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ഓൺ ഗ്രിഡിന്റെ കംപ്ലൈൻസ് ചർച്ച ചെയ്യുമ്പോഴത്തേക്കിന് നമുക്കത് പറയാം. ഞാൻ സമയം പറഞ്ഞാൽ ഞാൻ പൊതുവെ ഒരു ഗ്രാഫ് വരച്ചിട്ടായിരുന്നു, ബാക്കിയെല്ലാം ബെനിച്ചേട്ടനും അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്, അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ അവര് വളരെ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാനൊരു ജസ്റ്റ് ഒരു തുടക്കം ഇട്ട് തന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ കംപ്ലീഷൻ കൊടുത്ത് നമ്മളൊരു എഗ്രിമെന്റ് ഉണ്ട്, KCB-യുടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ IR റീഡിങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റം ചാലുവാകും. ഇത്രയും ഒരു ലൈസണിങ്ങിന്റെ ഒരു പ്രോസസ്സ് വരുന്നത്. ഇത്രയാണ് ഓൺ ഗ്രിഡിനകത്തിൽ വരുന്ന പ്രധാന കടമ്പകൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അപ്പൊ ഇതിനകത്തിൽ ആരും വലിയ രീതിയിൽ ആരും പിടുത്തം കൊടുക്കാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ. ബേസിക്കലി സ്ട്രക്ചറിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് സ്ട്രക്ചറിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സിസ്റ്റം വെക്കുന്നതെന്ന് പറഞ്ഞാൽ 25 years നമുക്ക് ഇതിന്റെ ഒരു ആയുസ് കിട്ടണം. അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക, ആ സ്ട്രക്ചർ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക, അത് വലിയൊരു കാര്യമാണ് ഈ സ്ട്രക്ചറിന്റെ. അങ്ങനെയുള്ള കുറെ നമ്മളൊരു 25 years നോക്കിയ ഒരു സിസ്റ്റം ഡിസൈൻ എപ്പോഴും ചെയ്തു കഴിഞ്ഞാലും ഒരു 25 years നോക്കിയിട്ട് ഒരു സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യാവുള്ളൂ. അപ്പൊ അതിനകത്തിൽ ഈ പറഞ്ഞേക്കുന്ന ഘടകങ്ങൾ ഓരോരോ ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്ട്രക്ചർ, എടുക്കുന്ന പാനല്, അത് ഫിക്സ് ചെയ്യുന്ന മെത്തേഡ്, പിന്നെ ഈ പറഞ്ഞേക്കുന്ന കേബിൾസ്,
അത് ഏത് കോണ്ടിയൂട്ടി കൂടി ഇടുന്നു, അത് ഓപ്പൺ ആണെങ്കിൽ അതിന് എന്തൊക്കെ ലോസ് വരും, പിന്നെ പറഞ്ഞേക്കുന്ന DCBക്കകത്ത് DCB എവിടെ വെക്കുന്നു, അതായത് ഇൻവെർട്ടറിന്റെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭംഗി കൂടുതലായിരിക്കും, കാരണം കാണാൻ നല്ല ഭംഗിയാണ്. അതിപ്പം താഴെ പെരയുടെ താഴെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ DCBB എന്തിനാണ് വെക്കുന്നത്, എന്താണ് അതിന്റെ ഉദ്ദേശം? DCBB എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ആക്ച്വലി അതിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ ആവശ്യം എന്താണ്? DCBB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DCBയുടെ ബ്രേക്കറും DCBB ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ആക്ച്വലി ഇന്ന് അറിയുന്നത്. DCBയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യകത എന്താണ്? അല്ലെ ACDB എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ്, ACDBയുടെ ആവശ്യകത എന്താണ്? അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, മാറേണ്ടതായിട്ടുണ്ട്. കുറെ പ്രവണതകൾ കൂടി വരുന്നു. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സർവീസിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരാൻ പോവുകയാണ്. ആക്ച്വലി വന്നിട്ടില്ല, കാരണം ഇപ്പൊ ഒരു 2-3 വർഷമായിട്ടാണ് ഈ ഒരു ബൂം സൃഷ്ടിച്ചത്. അപ്പൊ ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ പോവുകയാണ്. 25 വർഷത്തേക്കിന് വെച്ചേക്കുന്ന സാധനങ്ങൾ ഈ ACDB ആയാലും DCDB കൊണ്ടൊന്ന് താഴെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ കാര്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ നമുക്ക് വരാൻ പോകുന്ന കംപ്ലൈന്റ് എന്നുള്ളത് ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ കണ്ടുവരുന്നത് അപ്പം ബാക്കിയുള്ളവർക്ക് കൂടെ പറയാൻ അത് പങ്കിട്ട കണ്ണചേട്ടാ പറയാം. അരുൺ, താങ്ക് യു അരുൺ. ഇനി നമുക്ക് ഇത് സോളാറിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് ടിൻഷുവിൽ നിന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വെൽക്കം ടിൻഷു. ഗുഡ് ഈവനിങ്. താങ്ക് യു ചേട്ടാ. എൻ്റെ പേര് ടിൻസു മാത്യു. ചങ്ങനാശ്ശേരി എൽസോൾ പവർ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം നടത്തുന്നു. ഏകദേശം 4 വർഷമായി. ഗ്രൂപ്പിലെ കുറച്ച് പരിചയമുള്ള മുഖങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയതിന് കണ്ണൻചേട്ടന് പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങള് സ്റ്റാർട്ടിങ് ചെറിയ 1 കിലോവാട്ട് 2 കിലോവാട്ട് സിസ്റ്റം ഒക്കെ തൊട്ട് ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും ആ ഒരു കപ്പാസിറ്റി ഒക്കെ തൊട്ട് 100 കിലോവാട്ടിന്റെ ഓൺ ഗ്രിഡ് സിസ്റ്റം വരെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 7-8 ജില്ലകളിലായിട്ട് ഒരു 200ഓളം ഓൺ ഗ്രിഡ് പ്രൊജക്റ്റുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾറെഡി അരുൺ ഭംഗിയായിട്ട് തന്നെ ജനറൽ ആയിട്ടുള്ള ചില പോയിന്റ്സ് കവർ ചെയ്തു. എങ്കിലും ഞാൻ കുറച്ചുകൂടെ ചില കാര്യങ്ങൾ ഒന്ന് പറയാൻ ശ്രമിക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓൺ ഗ്രിഡ് സിസ്റ്റം റിക്വയർമെന്റ് ഉള്ള ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു 8 യൂണിറ്റ് 10 യൂണിറ്റ് അല്ലെങ്കിൽ അതിന് മുകളിൽ വൈദ്യുതി ഉപയോഗം ഉള്ളവർക്കാണ് ഏറ്റവും നല്ലൊരു സൊല്യൂഷനായിട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റം വരുന്നത്. അപ്പൊ ആ സിസ്റ്റം നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള പ്രൊസീജിയർ ആദ്യം തന്നെ KSEBയുടെ പ്രൊസീജിയർ ആയിരുന്നു ഒന്ന് പറഞ്ഞതാണ്, എന്നാലും ഇച്ചിരി കൂടെ സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞു പോവാം. KSEBയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫീസിബിലിറ്റി എന്ന് പറയും. അത് അനുബന്ധം 1 ഫില്ല് ചെയ്തിട്ട് നമ്മൾ KSEBയിൽ അപ്ലൈ ചെയ്യും. പഴയ റൂൾ അനുസരിച്ച് ട്രാൻസ്ഫോമർ കപ്പാസിറ്റിയുടെ 15% വരെ ടെസ്റ്റിംഗ് ഇല്ലാതെ അപ്രൂവൽ തരും. 15% മുകളിലാണെങ്കിൽ 7 ദിവസം ആ ട്രാൻസ്ഫോമറിന്റെ പകൽ സമയത്തെ ലോഡ് നോക്കിയിട്ട് അത് നമുക്ക് തരും. അങ്ങനെയായിരുന്നു പഴയ റൂള്. എന്നാൽ പുതിയ റൂള് പ്രകാരം ട്രാൻസ്ഫോമറിന്റെ 75% വരെ യാതൊരു ടെസ്റ്റിംഗും ഇല്ലാതെ അപ്രൂവൽ തരാനുള്ള അവസരം KSEBക്ക് ഉണ്ട്. അപ്പൊ ഈ ഫീസിബിലിറ്റി കിട്ടിയാൽ അതിന് സാധാരണഗതിയിൽ കാലാവധി 30 ദിവസമാണ്. എങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ കേസ് ഉണ്ടെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ എയ്ക്ക് അതിന്റെ കാലാവധി കുറച്ചും കൂടി നീട്ടി തരാനുള്ള അവസരമുണ്ട്. ഈ ഫീസിബിലിറ്റി കിട്ടിയതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റുകളുടെ IEC സർട്ടിഫിക്കറ്റ്സും ഡേറ്റ ഷീറ്റും എല്ലാം സബ്മിറ്റ് ചെയ്ത് ഫയലാക്കി പ്ലാന്റ് രജിസ്ട്രേഷൻ ചെയ്യണം KSEBയിൽ. അതിന് 6 മാസം കാലാവധിയാണ് സാധാരണഗതിയിലുള്ളത്. ആ പ്ലാന്റ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്ത് തീർക്കാൻ 6 മാസമാണ്. അതിനും ഒരു എക്സെപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും പ്രത്യേക സാഹചര്യമാണെങ്കിൽ വീണ്ടും ഒരു റിക്വസ്റ്റ് കൊടുത്ത് 6 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ടോട്ടൽ 1 ഇയർ വരെ നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ കാലാവധി കിട്ടാറുണ്ട്. ഇൻസ്റ്റലേഷന് ശേഷം അനുബന്ധം 3 എന്ന് പറയുന്ന പേപ്പർ കൊടുത്ത് ടെസ്റ്റിങ്ങിന് റിക്വസ്റ്റ് അയക്കണം. ഈ ടെസ്റ്റിങ്ങിന് റിക്വസ്റ്റ് അയക്കുമ്പം ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും KSEB നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. എന്നാലേ പ്രോപ്പറായിട്ട് ഈ പേപ്പർ മൂവ് ചെയ്ത് ഒരു 2-3 മാസം കൊണ്ട് നമുക്ക് ഇത് കമ്മീഷൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം സെക്ഷനിൽ നിന്ന് സോളാർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സബ് എഞ്ചിനീയർ കാണും. അത് എയും സൈൻ ചെയ്ത് അത് സബ് ഡിവിഷനിലോട്ട് അവർ അയക്കും. ആ ഫയല് സബ് ഡിവിഷനിൽ നിന്ന് അത് ഡിവിഷനിലോട്ട് അയക്കും. ഡിവിഷനിൽ നിന്ന് നമ്മുടെ ഏരിയയിലുള്ള ടെസ്റ്റിംഗ് ടീം, ഇപ്പം ആലപ്പുഴ ഏരിയ ഒക്കെ ആണെങ്കിൽ നമ്മുടെ കുണ്ടറ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ടെസ്റ്റിംഗ് ടീമുണ്ട്. കോട്ടയം പത്തനംതിട്ട ഏരിയ ഒക്കെ ആണെങ്കിൽ കോഴഞ്ചേരിയിൽ നിന്ന് വരുന്ന ഒരു ടെസ്റ്റിംഗ് ടീമുണ്ട്, ഹാർമോണിക്സ് ടെസ്റ്റിംഗ് ടീം. അവർക്ക് ഫോർവേഡ് ചെയ്യും. അപ്പൊ അവർക്ക് മെയിൽ കിട്ടിയോന്ന് നമ്മൾ വിളിച്ച് ഉറപ്പിക്കണം. അതിനുശേഷം അവർ റൂട്ട് ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് ടെസ്റ്റിങ്ങിന് വരും. ടെസ്റ്റിങ്ങിന് വരുമ്പോൾ നമ്മൾ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത്
അതിന്റെ KSCBയുടെ സ്റ്റാൻഡേർഡ് ഗ്രിഡ് വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. SMA പോലുള്ള ചില ബ്രാൻഡുകൾക്കാണെങ്കിൽ ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് ആ വാല്യൂസ് എല്ലാം നമ്മൾ അവരെ കാണിച്ചു കൊടുക്കണം. എന്നാൽ പോളിക്യാബ്, ഗുഡ്ബി ഒക്കെ പോലുള്ള മറ്റ് ബ്രാൻഡുകളാണെങ്കിൽ അതിന്റെ ഇൻവെർട്ടറിൽ തന്നെ ഉള്ള ചില നോബ് ഉണ്ട്. അതിലൂടെ നമുക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യാം. വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽ ജനറൽ ആയിട്ടുള്ള ചില വാല്യൂകൾ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി അപ്പർ കട്ടും ലോവർ കട്ടും 47.5 ആണ് ലോവർ കട്ട്, അപ്പർ കട്ട് 50.5 എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിൽ KSCB ലൈനിൽ ഫ്രീക്വൻസി ആണെങ്കിലേ സോളാർ വർക്ക് ചെയ്യത്തുള്ളൂ. അതിൽ കൂടുതലോ കുറവോ വന്നാൽ സോളാർ ഓഫ് ആകണം. അതുപോലെ വോൾട്ടേജും അപ്പർ കട്ടും ലോവർ കട്ടും ഉണ്ട്. 192 വോൾട്ട് ലോവർ കട്ടും അപ്പർ കട്ട് 264 വോൾട്ടുമാണ്. അതുപോലെ ട്രിപ്പിംഗ് ടൈം, റീസ്റ്റാർട്ട് ടൈം 60 സെക്കൻഡ് ആണ്. അപ്പം അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിടണം. അവർ ചെക്ക് ചെയ്ത് ഹാർമോണിക്സ് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യും. ഹാർമോണിക്സ് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്ത് അതിന്റെ കറന്റ് ഹാർമോണിക്സ് ലെസ് ദാൻ 3%, വോൾട്ടേജ് ഹാർമോണിക്സ് ലെസ് ദാൻ 8% നിൽക്കണം. അതുപോലെ ഫ്ലിക്കർ, DC ഇഞ്ചക്ഷൻ അങ്ങനെയുള്ള 2 വാല്യൂ കൂടെ അവർ നോക്കുന്നുണ്ട്. അതിനുശേഷം അവർ പാസ്സായിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് റിപ്പോർട്ട്, ചില ടെസ്റ്റിംഗ് ടീം, ഒട്ടുമിക്ക ടെസ്റ്റിംഗ് ടീം ടോട്ടൽ ഇൻസ്റ്റലേഷന്റെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് ടെസ്റ്റ് റിപ്പോർട്ട് ഇവര് ഡിവിഷനിലോട്ട് അയക്കും. ഡിവിഷനിൽ നിന്ന് തിരിച്ച് സബ് ഡിവിഷൻ വഴി സെക്ഷനിലെത്തും. അപ്പോൾ നമ്മൾ മീറ്റർ റിക്വസ്റ്റ് KSCBയിൽ കൊടുക്കണം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ KSCBയിൽ നെറ്റ് മീറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു 7,500-2,000 രൂപ സേവ് ചെയ്യാം KSCB എടുത്താൽ. അതുപോലെ ആ മീറ്ററിന് പിന്നീട് കംപ്ലൈന്റ് വന്നാലും KSCB തന്നെ മാറി വെച്ചോളും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് നെറ്റ് മീറ്റേഴ്സ് ഒരാഴ്ച 2 ആഴ്ചത്തെ ഒരു ഡിലേയും കൂടെ ഉണ്ടാകത്തുള്ളൂ. നെറ്റ് മീറ്റർ റിക്വസ്റ്റ് സെക്ഷനിൽ എയ്ക്ക് സബ്മിറ്റ് ചെയ്യും. അത് ഫോർവേഡ് ചെയ്ത് അതേ റൂട്ടിൽ ഡിവിഷനിൽ ചെന്നിട്ട് ഡിവിഷനിൽ നിന്ന് തിരുവനന്തപുരം റീസിലോട്ട് റിക്വസ്റ്റ് അയക്കും. റീസിൽ നിന്ന് നമ്മുടെ ഏരിയയിലുള്ള ഏതെങ്കിലും സബ്സ്റ്റേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള അടുത്തോട്ട് മീറ്റർ അലോക്കേഷൻ വരും. അലോക്കേഷൻ വരുമ്പോൾ നമ്മൾ സെക്ഷൻ എയെ ചെന്ന് കണ്ട് അവിടുന്ന് ഏതെങ്കിലും സബ് എഞ്ചിനീയർ പോയി ആ മീറ്റർ എടുത്തോണ്ട് വരണം. അത് ചില സെക്ഷനുകളിൽ അവർ തിരക്കാണെങ്കിൽ നമ്മൾ ചെന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിൽ മീറ്റർ റിക്വസ്റ്റ് തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് പോയി ആ മീറ്റർ എടുത്തോണ്ട് വരാം. ചിലയിടത്ത് അങ്ങനെ അനുവദിക്കാറുണ്ട്. എന്നിട്ട് മീറ്റർ കൊണ്ടുവച്ച് 200 രൂപ മുദ്രപത്രത്തിൽ നെറ്റ് മീറ്റർ എഗ്രിമെന്റ് കസ്റ്റമർ സൈൻ ചെയ്ത് അതും കൊടുത്തു കഴിയുമ്പോൾ അവർ ഈ മീറ്റർ ചേഞ്ച് ചെയ്ത് വെക്കും. അങ്ങനെ പിന്നെ നമുക്ക് ഉപയോഗിക്കാം. അതാണ് KSCBയുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഇനി ഇതിനകത്ത് 10 കിലോവാട്ട് മുതൽ 30 കിലോവാട്ട് വരെയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ കംപ്ലീഷൻ റിപ്പോർട്ട്, CR എന്ന് പറയും, കംപ്ലീഷൻ റിപ്പോർട്ടും അവരുടെ ഇൻസ്പെക്ഷനും കൂടി വേണ്ടി വരും. ഇനി 30 കിലോവാട്ടിന് മുകളിലുള്ള സിസ്റ്റം ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് ആദ്യം സ്കീം അപ്രൂവലും ഡ്രോയിങ് സഹിതമുള്ള സ്കീം അപ്രൂവലും അതിനുശേഷം ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കംപ്ലീഷൻ റിപ്പോർട്ടും, ഇത് രണ്ടും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ 10 കിലോവാട്ടിൽ താഴെയാണെങ്കിലും ഒരു സർട്ടിഫൈഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുടെ കംപ്ലീഷൻ റിപ്പോർട്ട് നമ്മൾ KSCBയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ എബോവ് 10 കിലോവാട്ട് പ്രൊജക്റ്റുകളുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഇൻസ്പെക്ഷനിൽ അവർ ശരിക്കും സോളാർ സിസ്റ്റം മാത്രമല്ല കസ്റ്റമറുടെ ലോഡുകളായ ജനറേറ്റർ, ലിഫ്റ്റ്, അങ്ങനെയുള്ള കസ്റ്റമറുടെ കണക്റ്റഡ് ലോഡ്, അവരുടെ മറ്റ് എക്യുപ്മെന്റ്സ്, ഇതിന്റെ എല്ലാം പീരിയോഡിക് ഇൻസ്പെക്ഷന്, ലൈസൻസ്, അപ്രൂവൽസ്, ഡ്രോയിങ്, ഇതെല്ലാം കറണ്ട് ആണോ എന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും പ്രൊജക്ട് കസ്റ്റമറോട് കമ്മിറ്റ് ചെയ്യുമ്പോൾ അത് കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം കസ്റ്റമറോട് കമ്മിറ്റ് ചെയ്യാൻ. കാരണം ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് പഴയ ജനറേറ്റർ അപ്രൂവൽ ഒന്നും ഇല്ലാതെ കിടക്കുന്ന കേസ്, അവസാനം ഇതിനെല്ലാം അപ്രൂവൽ എടുത്തിട്ട് ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് സോളാറിന് അപ്രൂവൽ തരത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ലാഗ് ഉണ്ടാകുമ്പോൾ കസ്റ്റമർ നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കാൻ നമ്മളത് ശ്രദ്ധിക്കണം. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു ലൈസനിങ് സൈഡ്. ഇനി ഇൻസ്റ്റലേഷൻ സൈഡിൽ പറഞ്ഞാല് നമ്മൾ കസ്റ്റമറുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് പ്രൊഡക്റ്റും എത്ര കപ്പാസിറ്റിയും വേണമെന്ന് ഡിസൈഡ് ചെയ്യണം. ആവറേജ് കേരളത്തിലെ ഒരു ക്ലൈമറ്റ് വെച്ച് 1 കിലോവാട്ടിന് 4 യൂണിറ്റ് ഇയർലി ആവറേജ് ജനറേഷൻ നമുക്ക് ഓൺ ഗ്രിഡിന് കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് ഒരു 100 യൂണിറ്റ് ഉപയോഗമുള്ള കസ്റ്റമർ ആണെങ്കിൽ 25 കിലോവാട്ട്, അല്ലെങ്കിൽ 12 യൂണിറ്റ് ഉപയോഗമുള്ള കസ്റ്റമർ ആണെങ്കിൽ 3 കിലോവാട്ട്. ഇനി ചില കസ്റ്റമേഴ്സിന് ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷനും കൂടെ കൺസിഡർ ചെയ്ത് ഒരു 20-25% എക്സ്ട്രാ കപ്പാസിറ്റിയും അവർ വെക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പുതിയ ഒരു സർക്കുലർ വന്നിരിക്കുന്നത് പ്രകാരം നമ്മൾ ശരിക്കും പഴയ റൂള് പ്രകാരം പാനൽ കപ്പാസിറ്റി ആയിരുന്നു സോളാർ സിസ്റ്റം കപ്പാസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ അമെന്റ് ആയിരിക്കുന്ന സർക്കുലർ, അതിന്റെ ഒഫീഷ്യൽ പ്രൊസീജിയർ KSCBയിൽ നിന്ന് വരാനിരിക്കുന്നേ ഉള്ളൂ. അതിന് പ്രകാരം 2 കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കണക്റ്റഡ് ലോഡിൽ കൂടുതൽ സോളാർ നമുക്ക് ചെയ്യാൻ പെർമിഷൻ കിട്ടില്ല. അങ്ങനെ ചെയ്താൽ ഒഫീഷ്യൽ നെറ്റ് മീറ്ററിംഗിന്റെ അനുവാദം നമുക്ക് കിട്ടില്ല.
അത് ഒന്ന്. കണക്റ്റഡ് ലോഡ് ഓർ കോൺട്രാക്ട് ഡിമാൻഡിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് നമ്മൾ ഇൻവേർട്ടറിന്റെ കപ്പാസിറ്റിയാണ് ഇനി വരാൻ പോകുന്ന സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് 10 കിലോവാട്ട് ഫീസിബിലിറ്റി എടുത്ത് 10 കിലോവാട്ട് സിസ്റ്റം വെച്ചാൽ ഇൻവേർട്ടർ 10, പാനൽ 8 ആണെങ്കിലും 12 ആണെങ്കിലും വലിയ പ്രശ്നമില്ല. അങ്ങനെ ഇൻവേർട്ടർ കപ്പാസിറ്റിക്കാണ് ഇനി പ്രാധാന്യം വരാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞു വന്ന പുറത്താണ്. അപ്പം എന്നിട്ട് കസ്റ്റമർക്ക് ആവശ്യമുള്ള കപ്പാസിറ്റി ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഒരു പോളിക്രിസ്റ്റലൈൻ ഏറ്റവും ബേസിക് റേഞ്ച് പ്രൊഡക്റ്റ് ഒക്കെ തൊട്ട് ഏറ്റവും ബേസിക് ക്വാളിറ്റി ഇൻവെർട്ടർ ഒക്കെ തൊട്ട് ഏറ്റവും പ്രീമിയം ലെവൽ പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പം ജനറൽ ആയിട്ട് പറഞ്ഞാൽ സ്ട്രിങ് ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സെഗ്മെന്റ് ആണ്. അതുപോലെ മൈക്രോ ഇൻവെർട്ടേഴ്സ് ഉണ്ട്. ഓരോ പാനലിനും ഓരോ ഇൻവെർട്ടർ, അത് DC-നെ AC ആക്കി കൺവേർട്ട് ചെയ്ത് വരുന്ന ഒരു ടെക്നോളജി. അതുപോലെ പവർ ഒപ്റ്റിമൈസർ ബേസ്ഡ് ഇൻവെർട്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ സോളാർ എഡ്ജ് പോലുള്ള ബ്രാൻഡുകൾക്ക് 1 അല്ലെ 2 പാനലിന് ഒരു ചാർജ് കൺട്രോളർ വെച്ചിട്ട് എന്നിട്ട് ഈ കണക്ഷൻ എല്ലാം കൂടെ സീരീസ് ചെയ്ത് ഇൻവെർട്ടർ യൂണിറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഉള്ള സിസ്റ്റം. അപ്പൊ ഈ മൈക്രോ ഇൻവെർട്ടർ അതുപോലെ പവർ ഒപ്റ്റിമൈസർ ബേസ്ഡ് അല്പം കൂടി കോസ്റ്റ്ലിയും കുറച്ച് സിസ്റ്റം കോംപ്ലിക്കേറ്റഡുമാണ്. അപ്പൊ ഞങ്ങൾ സാധാരണഗതിയിൽ ഷെയ്ഡിങ് ഇഷ്യൂ ഒത്തിരി കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് അത് പ്രിഫർ ചെയ്യാറ്. ത്രൂ ഔട്ട് സൺലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റുകളിൽ നോക്കിയാൽ സ്ട്രിങ് ഇൻവെർട്ടേഴ്സ് ആണ് നമുക്ക് ജനറലി പറഞ്ഞാൽ എളുപ്പവും ലാഭകരവും സിസ്റ്റത്തിന്റെ കോംപ്ലക്സിറ്റി കുറവും അഡ്വാൻറ്റേജും എല്ലാം ഉള്ളത്. സ്ട്രിങ് ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിലുള്ള മിക്ക ബ്രാൻഡുകളും ഒരു 3 കിലോവാട്ട് ആണെങ്കിൽ 1 MPPT ആയിരിക്കും അതിലുള്ളത്. അറിയാമായിരിക്കുമല്ലോ, മാക്സിമം പവർ പോയിന്റ് ട്രാക്കർ. അത് ഒരെണ്ണമായിരിക്കും. 5 കിലോവാട്ടിന് ചില മിക്ക ബ്രാൻഡുകൾക്ക് 2 MPPT ഉണ്ട്. 10 കിലോവാട്ടിന് 2, 25 തൊട്ട് മുകളിലോട്ട് ചില ബ്രാൻഡുകൾക്ക് 3-4 MPPT-കളുണ്ട്. അപ്പം അതിന്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 3 കിലോവാട്ടിന്റെ എക്സാമ്പിൾ ഒന്ന് ഓടിച്ചു പറഞ്ഞാൽ 300 വാട്ടിന്റെ 10 പാനലാണെന്ന് ഇരിക്കട്ടെ. അപ്പം സിംഗിൾ സ്ട്രിങ് എന്ന് പറയും. ഈ 300 പാനൽ 10 പാനലും സീരീസ് ആയി കണക്ട് ചെയ്ത് അത് നമ്മൾ DC ഫ്യൂസിൽ കൊണ്ട് കയറ്റി അതിൽ നിന്ന് DC ഐസൊലേറ്ററിലേക്ക് കയറ്റി അതിനെ പാരൽ ചെയ്ത് ഒരു DC സർജ് അറസ്റ്റർ ഉണ്ടായിരിക്കും. ഇത് മൂന്നും കൂടെ കൂടുന്ന യൂണിറ്റ് DC ഫ്യൂസ്, DC ഐസൊലേറ്റർ, DC സർജ് അറസ്റ്റർ, ഇത് മൂന്നും കൂടെ കൂടുന്ന യൂണിറ്റ് ആണ് DC-DB. അതില് ശരിക്കും അരുൺ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ പാനലിൽ നിന്ന് മാറ്റി വെച്ചാൽ കുഴപ്പമില്ല. എന്നാൽ ഡിസ്റ്റൻസ് ഒത്തിരി കൂടുതലാണെങ്കിൽ നമ്മൾ ഇൻവെർട്ടറിന്റെ അടുത്ത് വെക്കാതെ പാനലിന്റെ അടുത്ത് തന്നെ വെക്കണം. അതാണ് നല്ലത്. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് സർജിനെ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഒരു കംപ്ലൈന്റ് വന്നാൽ നമുക്ക് അത് ഐസൊലേറ്റ് ചെയ്തിട്ട് അതിൽ പണിയുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി ഡിസ്റ്റൻസ് പാനലിൽ നിന്ന് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഈ DC-DB-യിൽ നിന്ന് ഈ കണക്ഷൻ ഈ 10 പാനൽ സീരീസ് ചെയ്ത് ആവറേജ് ഒരു 45 വോൾട്ട് ആണെങ്കിൽ 10 പാനൽ സീരീസ് ചെയ്യുമ്പോൾ 450 വോൾട്ട്. അപ്പം 450 വോൾട്ട് ആയതുകൊണ്ട് നമ്മൾ 600 വോൾട്ടിൽ താഴെയുള്ള DC ഐസൊലേറ്ററും അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളുമാണ് നമ്മൾ വെക്കാന്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഈ DC-DB-യിൽ നിന്ന് ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കും. ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് ആ ഇൻവെർട്ടറിന്റെ പർപ്പസ് ഈ DC-നെ AC ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കൺവേർട്ട് ചെയ്തിട്ട് അത് ഫീഡ് ചെയ്യുന്നത് AC-DB-യിലേക്കാണ്. അപ്പം ഈ AC-DB-യിൽ ഉള്ളത് ഇതുപോലെ AC ഐസൊലേറ്ററും AC സർജ് അറസ്റ്ററും. അപ്പം ഈ DC-യിലും AC-യിലും ഐസൊലേറ്റേഴ്സിന്റെ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് MCB ടൈപ്പ് ആയിരുന്നാൽ കൂടുതൽ നല്ലതായിരിക്കും, ഓവർ കറണ്ട് വന്നാൽ ട്രിപ്പ് ആവാനായിട്ട്. അപ്പം AC ഐസൊലേറ്റർ അതുപോലെ AC സർജ് അറസ്റ്റർ. പിന്നെ അത് നേരെ പോയിട്ട് ഒരു മാനുവൽ ഐസൊലേറ്ററിൽ സോളാർ മീറ്റർ എന്ന് പറയുന്ന ഒരു മീറ്റർ ഉണ്ട്. അതായത് KCB-യുടെ നിഷ്കർഷ പ്രകാരം സോളാറിൽ ആകെ എത്ര ഉൽപ്പാദിപ്പിക്കുന്നു എന്നറിയാൻ കസ്റ്റമർ സൈഡിൽ നിന്ന് വെക്കേണ്ട ഒരു യൂണി ഡയറക്ഷണൽ മീറ്റർ, സാധാരണ മീറ്റർ, ടോട്ടൽ പ്രൊഡക്ഷൻ അറിയാനുള്ള ഒരു മീറ്റർ, സോളാർ മീറ്റർ എന്ന് പറയും. ആ മീറ്ററിൽ കയറും. അവിടുന്ന് അത് ഒരു ലിവർ ടൈപ്പ് മാനുവൽ ഐസൊലേറ്ററിലൂടെ കടന്ന് കസ്റ്റമറുടെ ലോഡിലേക്ക് കണക്ട് ചെയ്യും. ഈ കസ്റ്റമറുടെ ലോഡിൽ നിന്ന് കസ്റ്റമർക്ക് വീട്ടിലോട്ട് ലോഡുണ്ട്, KCB മീറ്ററിലോട്ടും കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇത് സംഭവിക്കുന്നത് ഓൺ ഗ്രിഡ് KCB ലൈനുമായിട്ട് സിങ്ക് ചെയ്ത് കിടക്കുവാണ്. ഇപ്പോൾ 2000 വാട്ട് നല്ല വെയിലത്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വീട്ടിൽ 500 വാട്ടാണ് ഉപയോഗിക്കുന്നത്. 500 വീട്ടിലോട്ട് ഫ്ലോ ചെയ്യും, ബാക്കിയുള്ള 1500 വാട്ടേ എക്സ്പോർട്ട് നടക്കത്തുള്ളൂ. പലർക്കും ഉള്ളൊരു സംശയമാണ് ഓൺ ഗ്രിഡ് മുഴുവൻ എക്സ്പോർട്ട് ആണോ എന്ന്. അങ്ങനെയല്ല, നമ്മൾ ആ വെച്ചിരിക്കുന്ന പ്രമിസിസിൽ ഉള്ള ഉപയോഗം ലൈവായിട്ട് വരും, മിച്ചമുള്ളതാണ് എക്സ്പോർട്ട് നടക്കുന്നത്. അതിനുശേഷം ഈ നെറ്റ് മീറ്ററിലൂടെ കടന്ന് എക്സ്പോർട്ട് നടക്കുന്നത് മിച്ചമുള്ള യൂണിറ്റ് ആണ്. ഇതാണ് ഇതിന്റെ ഒരു ജനറൽ ഇത്. ഇനി 5 കിലോവാട്ട് ആണെങ്കിൽ ഇപ്പൊ ഒരു 15 പാനലാണെന്നിരിക്കട്ടെ,
അങ്ങനെയാണെങ്കിൽ 8 പാനൽ ഒരു സ്ട്രിങ്ങിലും ബാക്കി 7 പാനൽ മറ്റൊരു സ്ട്രിങ്ങിലും. അപ്പൊ അതുകൊണ്ട് 5 കിലോ വാട്ടിന്റെ സിസ്റ്റം വരുമ്പം 2 MPPT ഉള്ള ഒരു ഇൻവേർട്ടർ ആണെങ്കിൽ ഉള്ള കേസാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റം വരുമ്പോൾ 2 ഐസൊലേറ്ററും 2 SPD-യും 2 ഫ്യൂസും ഒക്കെ ഉണ്ടായിരിക്കും ആ DB-യിൽ. അതുപോലെ ഡൊമസ്റ്റിക് പ്രൊജക്ടുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും നല്ലത് ഈ DC DB-കൾ സാധാരണഗതിയിൽ ഇൻവേർട്ടറുകളുടെ അടുത്ത് വെക്കാൻ തന്നെയാണ്. കാരണം 10-15 മീറ്ററിനുള്ളിൽ തന്നെ ഡിസ്റ്റൻസ് കാണത്തുള്ളൂ. കൊമേഴ്ഷ്യൽ പ്രൊജക്ടുകൾ ചിലപ്പോൾ 60-100 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ചില കേസുകളിൽ വരാറുണ്ട്. അങ്ങനെ ഉള്ളപ്പം DC ഐസൊലേഷനും ഫ്യൂസും പാനലിന്റെ അടുത്ത് ഒന്ന് വെക്കുക, സെപ്പറേറ്റ് സർജ് റെസിസ്റ്ററും ഇതും ഇൻവേർട്ടറിന്റെ അടുത്ത് വീണ്ടും വെക്കുക. കാരണം ചില ബ്രാൻഡുകളുടെ നിഷ്കർഷ പ്രകാരം ഇൻവേർട്ടറിൽ നിന്ന് ഒത്തിരി ഡിസ്റ്റൻസിൽ AC/DC DB-കളാണെങ്കിൽ ഈ വാറണ്ടി തരാൻ പറ്റില്ല, അതിനിടയ്ക്ക് സർജ് ഉണ്ടായാൽ ഇൻവേർട്ടറിന് പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നൊക്കെയുള്ള ഒരു കേസ് കൂടെ ഉണ്ട്. അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഒരു 25 കിലോ വാട്ടിന്റെ 4 MPPT ഉള്ള സിസ്റ്റം ആണെങ്കിൽ ഒരു 60 പാനലാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 15 പാനലിന്റെ 4 സ്ട്രിങ് ആയിരിക്കും. ഈ 4 സ്ട്രിങ്ങും 4 MPPT കൊടുക്കും. അപ്പം പിന്നെ ഷെയ്ഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട അറിയാമല്ലോ. ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി സൗത്ത് ഫേസിങ്ങിൽ വെക്കുന്നതാണ് നമുക്ക് ഇയർലി ഈൽഡ് ഏറ്റവും ബെറ്റർ ആയിട്ട് കിട്ടാൻ നല്ലത്. എന്നാൽ ചില സൈറ്റുകളിൽ കസ്റ്റമർക്ക് എസ്തെറ്റിക് വ്യൂ പ്രശ്നം കാണും, അല്ലെങ്കിൽ ചിലയിടത്തെ സ്ട്രക്ചർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സൗത്ത് ഫേസിങ്ങിൽ ചെയ്താൽ എലിവേഷനെ ബാധിക്കും, അല്ലെ എക്സ്പെൻസ് ഒത്തിരി കൂടുതൽ. അങ്ങനെ ചില സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് ഈസ്റ്റോ വെസ്റ്റോ ഡയറക്ഷനിലൊക്കെ 10 ഡിഗ്രിയിൽ കുറഞ്ഞ ഡയറക്ഷനിൽ 10 ഡിഗ്രിയിൽ കുറഞ്ഞ ഇൻക്ലിനേഷനിൽ ചെറിയ പ്രൊഡക്ഷൻ ഡ്രോപ്പ് ഉണ്ടാകുന്നത് കസ്റ്റമറെ ബോധ്യപ്പെടുത്തി ചെയ്യുന്നതിൽ തെറ്റില്ല. ശരിക്കും പറഞ്ഞാൽ 5 ഡിഗ്രി 7 ഡിഗ്രി ഒക്കെ വെസ്റ്റോ ഈസ്റ്റോ ഫേസിങ്ങിൽ ഇട്ടാലും നമ്മൾ ഒരു വർഷത്തെ പ്രൊഡക്ഷൻ നോക്കിയാൽ വലിയ ഡിഫറൻസ് ഒന്നും പ്രൊഡക്ഷൻ ഡ്രോപ്പിൽ ഉണ്ടാവില്ല. ചെറിയ നെഗ്ലിജിബിൾ ഡിഫറൻസേ നമുക്ക് ഉണ്ടാവുള്ളൂ. അത് കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. കാരണം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഇൻസ്പെക്ഷൻ ഉള്ള സൈറ്റ് ആണെങ്കിൽ അത് കസ്റ്റമറുടെ കൺസെന്റ് നമ്മൾ അതിന് മേടിച്ചു കൊടുക്കേണ്ടി വരും. സൗത്ത് 10 ഡിഗ്രി ആയിരുന്നു ഇത് ഇടേണ്ടത്, അത് ഞാൻ അറിഞ്ഞു തന്നെയാണ് മറ്റൊരു ഇൻക്ലിനേഷനിൽ ഇട്ടതെന്ന് കൺസെന്റ് മേടിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം അതാണ് ജനറൽ ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു എർത്തിങ് സൈഡ്, നമ്മളൊരു വയറിംഗ് സൈഡ് പറഞ്ഞു. ഇനി എർത്തിങ് സൈഡ് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഏതൊരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷന്റെയും ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ് എല്ലാ മെറ്റൽ പാർട്സും എർത്ത് ചെയ്യുക എന്നുള്ളത്. സോളാറിലും അത് നമ്മൾ ഫോളോ ചെയ്യണം. ഈ പറഞ്ഞ മാനുവൽ ഐസൊലേറ്ററിന്റെ ബോക്സ് ആണെങ്കിലും DC/DB ആണെങ്കിലും AC/DB ആണെങ്കിലും ഇൻവേർട്ടറിന്റെ ബോഡി ആണെങ്കിലും സ്ട്രക്ചർ ആണെങ്കിലും എല്ലാം നമ്മൾ എർത്ത് ചെയ്യണം. അതുപോലെ ഏറ്റവും മെയിൻ ആയിട്ട് എർത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്ട്രക്ചർ, അതുപോലെ DC/DB മീൻസ് DC/DBയുടെ DC സർജ് റെസിസ്റ്ററിന്റെ ഔട്ട്, അതുപോലെ AC/DBയിലെ സർജ് റെസിസ്റ്ററിന്റെ ഔട്ട്, അതുപോലെ ഇൻവേർട്ടറിന്റെ ബോഡി. ഇതൊക്കെ ഏറ്റവും മേജർ ആയിട്ട് എർത്ത് ചെയ്യേണ്ട ഭാഗങ്ങളാണ്. ഇനി എർത്തിങ്ങിനെ സംബന്ധിച്ച് ഒത്തിരി സംശയങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. DC സെപ്പറേറ്റ് എർത്ത് ചെയ്യണം, AC സെപ്പറേറ്റ് എർത്ത് ചെയ്യണം, ലൈറ്റ്നിങ് എർത്ത് ചെയ്യുന്നു ഇതുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്നൊക്കെ ഒരു കൺവെൻഷണൽ കൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ട്. ഈവൻ KSEB-യിലെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ IEC ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ IEC 62305 ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. അതിൻ പ്രകാരം പറഞ്ഞാലും അല്ലെ ഇന്ത്യയുടെ എർത്തിങ് സ്റ്റാൻഡേർഡ് പ്രകാരം പറഞ്ഞാലും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ഏറ്റവും റീസെന്റ് പുറത്തിറങ്ങിയ ഡയറി പ്രകാരം പറഞ്ഞാലും എല്ലാം നമ്മൾ എല്ലാ എർത്തിങ്ങുകളും ഇൻക്ലൂഡിംഗ് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എല്ലാ എർത്തിങ്ങുകളും ഇന്റർ കണക്റ്റഡ് ആയിരിക്കണം. അതിന്റെ ഇക്വിപ് പൊട്ടൻഷ്യൽ ബോണ്ടിങ് എന്നാണ് പറയുന്നത്. ഈവൻ ABB SMA പോലുള്ള ബ്രാൻഡുകളുടെ മാനുവൽ എടുത്താൽ പോലും നമുക്ക് കാണുവാൻ സാധിക്കും എല്ലാ എർത്തിങ്ങുകളും ഇന്റർ കണക്റ്റഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിനെല്ലാത്തിനും കൂടെ ഒരെർത്ത് പിറ്റ് മതി എന്നല്ല അർത്ഥം. എർത്ത് ഡൗൺ കണ്ടക്ടർ സെപ്പറേറ്റ് ഉണ്ടായിരിക്കണം, എർത്ത് പിറ്റ് സെപ്പറേറ്റ് ഉണ്ടായിരിക്കണം. പക്ഷെ സാധിക്കുന്നിടത്തോളം എല്ലാ എർത്തിങ്ങുകളും ഇന്റർ കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും പെർഫെക്റ്റും ഏറ്റവും എഫിഷ്യന്റും. ഒരിക്കലും ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന്റെ എർത്തിങ് സ്ട്രക്ചറുമായിട്ടോ DC/DBയുടെ എർത്തിങ്ങുമായിട്ടോ കണക്ട് ചെയ്താൽ സിസ്റ്റത്തിന് യാതൊരു ഡാമേജും ഉണ്ടാവുകയില്ല. അത് ഡാമേജ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആണ്. സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ കണക്ട് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ സൈഡ് ഫ്ലാഷ് എന്ന് പറയുന്ന ലൈറ്റ്നിങ്ങിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം, അതും ഉണ്ടാവാതിരിക്കാൻ രണ്ടും തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അത് ഏറ്റവും കൺവെൻഷണൽ ആയിട്ട് ആളുകൾക്കുള്ള ഒരു പ്രധാന ഡൗട്ടാണത്. പിന്നെ ചിലർ പറയും AC/DC സെപ്പറേറ്റ് എർത്തിങ് വേണമെന്ന്. അതിനകത്ത് യാതൊരു യോജിപ്പില്ല. കാരണം ഒട്ടുമിക്ക ബ്രാൻഡുകളുടെയും MOV-കൾ AC-യും DC-യും കണക്ട് ചെയ്തുള്ള MOV-കൾ ഇൻവേർട്ടറിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഇൻവേർട്ടറിന്റെ ബോഡിയോട്ടും നമ്മൾ കൊടുക്കുന്ന എർത്തിങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് എർത്ത് ചെയ്താലും
ഈ ശരിക്കും പറഞ്ഞാൽ മിക്ക ബ്രാൻഡുകളിലും ഇൻവേർട്ടറിനുള്ളിൽ ഇന്റേണലി ഈ പറഞ്ഞ AC DC എർത്തിങ്ങുകൾ തമ്മിൽ കണക്റ്റഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ആഫ്റ്റർ സെയിൽസും മെയിൻ്റനൻസും എപ്പോഴും നമ്മൾ കൃത്യമായിട്ടുള്ള പീരിയോഡിക് സർവീസുകൾ, ഒത്തിരി റോഡ് സൈഡിൽ പൊടി കടിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ വർഷത്തിൽ 4 തവണയൊക്കെ സർവീസ് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അല്ലെങ്കിലും മിനിമം ഒരു 2 തവണയെങ്കിലും പാനൽ ക്ലീൻ ചെയ്ത് കൊടുക്കണം. കാരണം പാനൽസിൽ ബേഡ് ഡ്രോപ്സും വേസ്റ്റും ഒക്കെ കിടന്നാൽ ഹോട്ട്സ്പോട്ട് പോലുള്ള ഡാമേജുകൾ പാനലുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പീരിയോഡിക് മെയിൻ്റനൻസും ക്ലീനിങ്ങുകളും ചെയ്തു കൊടുക്കണം. പിന്നെ ഓൺ ഗ്രിഡ് ചെയ്യുമ്പോൾ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന് കംപ്ലൈന്റ് വന്നാൽ അറിയാം, കസ്റ്റമർ അറിയും. കാരണം വീട്ടിൽ കറണ്ട് കാണത്തില്ല. പക്ഷെ ഓൺ ഗ്രിഡ് അങ്ങനെയല്ല. അടുത്ത മാസത്തെ കറണ്ട് ബില്ല് വരുമ്പോൾ ഇത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കസ്റ്റമറെ കൃത്യമായി ബോധവാന്മാരാക്കണം. ഒന്നുകിൽ ഇൻവേർട്ടറിന്റെ മിക്ക ബ്രാൻഡുകളിലും വർക്കിംഗ് ആണെങ്കിൽ ഒരു ഓപ്പറേഷൻ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ടാവും. അത് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പീരിയോഡിക്കലി വിസിറ്റ് ചെയ്യണമെന്ന് കസ്റ്റമറോട് പറയണം. അതല്ലെങ്കിൽ സോളാർ മീറ്റർ എന്ന് പറഞ്ഞൊരു മീറ്റർ അല്ലേ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് വെക്കുന്ന നെറ്റ് മീറ്റർ അല്ലാതെ സോളാർ മീറ്റർ, അത് KSEBയുടെ നിഷ്കർഷപ്രകാരം KSEBയുടെ മീറ്ററിനോട് അടുത്ത് തന്നെ വേണം. അപ്പൊ KSEBയുടെ മീറ്റർ മതിലിലാണ്, അവിടെ വെക്കണം. അപ്പം ആ മീറ്റർ ലൈറ്റ് ഡേ ടൈമിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് കസ്റ്റമറോട് പറയണം പീരിയോഡിക്കായിട്ട്. അപ്പൊ അതിലൊന്ന് നോക്കിയാൽ സോളാർ വർക്കിംഗ് ആണെന്ന് കസ്റ്റമർക്ക് അറിയാൻ സാധിക്കും. അതുപോലെ വെബ് മോണിറ്ററിംഗ് ഫെസിലിറ്റികൾ എല്ലാ ബ്രാൻഡുകൾക്കും ഉണ്ട്. നമുക്ക് ഫോണിൽ ഇതിന്റെ ഓരോ ദിവസത്തെ പ്രൊഡക്ഷൻ, മാസത്തെ പ്രൊഡക്ഷൻ, ടോട്ടൽ ഇയർലി ഈൽഡ്, ഇതെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മളും നമ്മുടെ ഓഫീസിൽ നിന്ന് ഒന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ എന്തെങ്കിലും കംപ്ലൈന്റുകളോ തകരാറുകളോ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. പീരിയോഡിക് ഇൻസ്പെക്ഷനിലും നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ്. അതായത് DC ഐസൊലേറ്റ് ചെയ്ത് ഓരോ സ്ട്രിങ്ങുകളും നമ്മൾ ഈവൻ ഇൻസ്പെക്ടറേറ്റ് അപ്രൂവൽ ഉള്ളതല്ലെങ്കിൽ കൂടി ഒന്നുകിൽ ഒരു ഡ്രോയിങ്, ഇനി ഡ്രോയിങ് ഇല്ലെങ്കിലും ആ സൈറ്റിൽ എത്ര പാനലുകളാണ്, അത് എത്ര സ്ട്രിങ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമ്മൾ ഫയലിൽ കീപ്പ് ചെയ്യുക ഓഫീസിൽ. അപ്പൊ അതനുസരിച്ച് സർവീസിന് പോകുമ്പോൾ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യും. ഉദാഹരണം, ഐസൊലേറ്റർ ഓഫ് ചെയ്തിട്ട് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് നോക്കിയാൽ 10 പാനലാണെങ്കിൽ ഏകദേശം 400-450 റേഞ്ച് വോൾട്ടേജ് കാണണം. അതുപോലെ 15 പാനലാണെങ്കിൽ അതിനനുസരിച്ച്. അപ്പൊ നമുക്ക് വോൾട്ടേജ് ഒക്കെ നോക്കിയാൽ എല്ലാ പാനലുകളും കാര്യങ്ങളും പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ, എല്ലാ സ്ട്രിങ്ങുകളും ആക്റ്റീവ് ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ വലിയ കപ്പാസിറ്റി ഇൻവെർട്ടേഴ്സിലൊക്കെ ഓരോ സ്ട്രിങ്ങിലും വരുന്ന കറണ്ട്, അതിലെ ആംബിയർ എല്ലാം നമുക്ക് അറിയാനുള്ള ഫെസിലിറ്റികളുണ്ട്. ഇനി 50 കിലോവാട്ട് 100 കിലോവാട്ട് പോലുള്ള പ്രൊജക്റ്റുകൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ 2 ഇൻവെർട്ടറുകൾ വെക്കേണ്ടി വരും. അപ്പൊ അത് പാരൽ ചെയ്ത് ഒരു പാനൽ ബോർഡ് നമ്മൾ ഇൻവെർട്ടർ യൂണിറ്റ് ഇരിക്കുന്നിടത്ത് തന്നെ വെച്ചിട്ട് ഒരു ബസ് ബാർ വെച്ച് പാരൽ ചെയ്യണം. എന്നിട്ട് അതിൽ നിന്നുള്ള ഔട്ട് സിംഗിൾ യൂണിറ്റിലേക്ക് നമ്മൾ കൊണ്ട് KSEB മീറ്ററിന്റെ അടുത്തായിട്ട് കൊണ്ട് ഫീഡ് ചെയ്യണം. പിന്നുള്ളത് നമുക്ക് ജനറേറ്ററുമായിട്ട് സിങ്ക് ചെയ്യുന്ന കാര്യം. സാധിക്കുന്നിടത്തോളം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാൽ കഴിവതും ജനറേറ്ററുമായിട്ട് സിങ്ക് ചെയ്ത് ജനറേറ്ററിന്റെ ഔട്ടിൽ ഓൺ ഗ്രിഡ് സിസ്റ്റം ഫീഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടൈമിലാണ് കറണ്ട് പോകുന്നത്. ആ ടൈമിൽ ജനറേറ്ററുമായിട്ട് സിങ്ക് ചെയ്ത് കിടന്നാൽ ശരിയാണ്, ഈ സോളാറിൽ നിന്നുള്ള ജനറേറ്ററിന്റെ ലോഡിന്റെ ഷെയറിങ് കിട്ടുന്നതിലൂടെ ഡീസൽ കൺസംഷൻ കുറച്ച് കുറയുവാൻ കസ്റ്റമർക്ക് സാധിക്കും. പക്ഷേ ജനറേറ്ററിന്റെ പ്രൊട്ടക്ഷൻ, ജനറേറ്ററിലേക്ക് ബാക്ക് ഫീഡിങ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജനറേറ്ററിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി റിവേഴ്സ് പവറിൽ എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പം ഓവർ കറണ്ട് ഫ്ലോ ചെയ്താൽ ആ റിവേഴ്സ് പവറിലെ ഓപ്പറേറ്റ് ചെയ്ത് ഒരു MCCB ട്രിപ്പ് ആവും. അത് ട്രിപ്പ് ആയാൽ പിന്നെ നമ്മൾ പോയി മാനുവലി ഓൺ ആക്കിയാൽ മാത്രമേ സോളാർ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള സൈറ്റുകളിൽ പലപ്പോഴും കറണ്ട് പോയിട്ട് വരുമ്പോൾ റിവേഴ്സ് പവറിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കടന്ന് ഓഫ് ആയിട്ട് ഒത്തിരി പവർ നമുക്ക് വെറുതെ നഷ്ടപ്പെടാറുണ്ട്. അതുകൊണ്ട് സാധിക്കുന്നതോളം ജനറേറ്ററിന് മുമ്പ് നമ്മൾ ഫീഡ് ചെയ്താൽ, അതായത് ജനറേറ്ററിന്റെ അതായത് കറണ്ട്, സിമ്പിളായിട്ട് പറഞ്ഞാൽ കറണ്ട് പോകുമ്പോൾ ജനറേറ്ററിൽ നിന്നുള്ള പവർ സോളാറിൽ എത്തരുത്. കറണ്ട് പോയാൽ സോളാർ ഓഫ് ആണ്. ആ രീതിയിൽ ചെയ്യുന്നതാണ് പ്രാക്ടിക്കലി എപ്പോഴും നല്ലത്. ഇനി വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ മിക്ക സൈറ്റുകളിലും വലിയ കപ്പാസിറ്റി ജനറേറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് 20% 30% താഴെയൊക്കെ ലോഡെങ്കിൽ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. 51 52 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഫ്രീക്വൻസി. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ഈ പറഞ്ഞ പോലെ സോളാർ വർക്ക് ചെയ്യില്ല. അപ്പൊ വെറുതെ സിസ്റ്റം കോംപ്ലക്സിറ്റി ഒഴിവാക്കാൻ അത് നമുക്ക് ഉപകരിക്കും. പിന്നെ ഉള്ള, ഞാൻ മുമ്പേ പറഞ്ഞതിനെ ഒന്നുകൂടെ ഒന്ന് എടുത്തു പറയുന്നു. ഞങ്ങള് 25-30 കിലോവാട്ടൊക്കെ ഈസ്റ്റ് ഫേസിങ് വെസ്റ്റ് ഫേസിങ്ങിലൊക്കെ ഇട്ടിട്ടുണ്ട്. 5-5.5 യൂണിറ്റ് വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻസ്റ്റലേഷനും സൺലൈറ്റ്, ചില സൈറ്റുകളിലെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ
ഇപ്പം ചില സൈറ്റിൽ അത് ശരിക്ക് എത്രമാത്രം നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ നോക്കണം. അതായത് ചില സൈറ്റില് കിഴക്ക് വശത്തായിട്ട് ഒരു ഉയർന്ന മരം ഉണ്ടെന്നിരിക്കട്ടെ. നമ്മൾ പാനൽ വെക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ കിഴക്ക് വശത്തോട് ചേർന്ന് ഒരു മരമുണ്ട്. അപ്പം നമ്മൾ കൺവെൻഷണൽ രീതിയിൽ അവിടെ കൊണ്ട് സൗത്ത് ഫേസിങ് 10 ഡിഗ്രിയിൽ പാനൽ ഇട്ടാൽ എന്താ സംഭവിക്കുന്നത്? ഒരു 11 മണിക്കാണ് പാനലിലെ വെയിൽ വരുന്നതെന്നിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വരെ വെയിൽ കിട്ടും. അപ്പം ആ സൈറ്റ് ആണെങ്കിൽ ശരിക്കും വെസ്റ്റ് ഫേസിങ്, പടിഞ്ഞാറ് ഫേസിങ്ങിൽ പാനൽ ഇടുന്നതാണ്. കാരണം ഉച്ച കഴിഞ്ഞുള്ള പ്രൊഡക്ഷൻ മാക്സിമം കിട്ടും. മോർണിംഗിലെ ഈ ഷെയ്ഡ് ഒഴിവാക്കി ഉച്ച കഴിഞ്ഞുള്ള പ്രൊഡക്ഷൻ നമുക്ക് മാക്സിമം കിട്ടാൻ അവിടെ അതാണ് നല്ലത്. അതുപോലെ തന്നെ തിരിച്ച് പടിഞ്ഞാറ് വശത്തായിട്ട് ഒരു നിഴലുള്ള മരം ഉണ്ടെന്നിരിക്കട്ടെ, നിഴലുണ്ടാക്കുന്ന ഒരു മരം. അങ്ങനെ ഉള്ളപ്പം ആ പാനൽ നമ്മൾ ഈസ്റ്റ് ഫേസിങ്ങിൽ ഇട്ടിട്ട് മോർണിംഗിലെ മാക്സിമം പ്രൊഡക്ഷൻ അക്യൂർ ചെയ്യാൻ നോക്കണം. അതുപോലെ സ്പേസിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടും ഈ കൺസിഡറേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അവിടുത്തെ ഒട്ടുമിക്ക കപ്പാസിറ്റിയും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ ഇട്ടിട്ടുണ്ട്, സൗത്ത് നോർത്ത് ഡയറക്ഷൻ, 2 ഡയറക്ഷനിലും പാനലുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ സ്പേസ് സേവിങ്സ്, അതുപോലെ ഷെയ്ഡിങ്ങിന്റെ എഫക്ട്, ഇതെല്ലാം കൂടെ ഒക്കെ കൺസിഡർ ചെയ്ത് നമുക്ക് അതിന്റെ വയബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതൊരു നിർബന്ധ റൂളൊന്നുമല്ല. ഇത്രയൊക്കെയാണ് ജനറൽ ആയിട്ടുള്ളത്. അപ്പം നീണ്ടുപോയില്ലെന്ന് വിശ്വസിക്കുന്നു. ഇല്ല, നീണ്ടെങ്കിൽ സോറി ടൈമിങ്. എന്തായാലും ഇനി അടുത്ത വർക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യും. കണ്ണൻ ചേട്ടാ, താങ്ക് യു. ടിൻഷു, വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. അത് ടിൻഷു പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഭാവനയെ കാണാൻ പറ്റി. കുറെ പുതിയ വിവരങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. തീർച്ചയായും ഈ ടെക്നിക്കൽ ഫീൽഡിൽ നല്ലൊരു സപ്പോർട്ടായിരുന്നു. താങ്ക്സ്. ഇനി നമുക്ക് അത് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ചില കാര്യങ്ങൾ, നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ രാഹുലിൽ നിന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. രാഹുൽ. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മള് കുറെ പേര് അറിയാൻ പാടില്ലാതെ വാങ്ങുന്നുണ്ട്, കുറെ പേര് അറിഞ്ഞ് വാങ്ങുന്നുണ്ട്. ഒരു പ്ലാന്റിന്റെ തുടക്കത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പം പാനലിൽ നിന്ന് നമുക്ക് തുടങ്ങുന്നു. പാനൽ എപ്പോഴും ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡിന്റെ എടുക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ കമ്പനികളുടെ ബ്രാൻഡ് പേഴ്സണലി ഞാൻ എന്റെ വീട്ടിലേക്ക് ഒരു സാധനമാണെങ്കിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കും, ചെറിയ കമ്പനികളാണെങ്കിൽ. പക്ഷെ അതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ചെറിയ കമ്പനികൾ മിക്ക പ്രോസസ്സും അവർ മാനുവലി ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഫ്രെയിം അങ്ങനെയുള്ള പല മാനുവലി ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൺസിസ്റ്റൻസി ഉണ്ടാവില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ചിലപ്പം പശ കറക്റ്റ് ആയിട്ട് വീഴാണ്ടായിരിക്കാം, അതിന്റെ ഫ്രെയിം കറക്റ്റ് ആയിട്ട് ഇരിക്കാതിരിക്കാം, ഗ്ലാസിന്റെ ഇടയിൽ എയർ വരാം. അപ്പൊ അതുകൊണ്ട് ഒരുവിധം വലിപ്പമുള്ള ഒരു കമ്പനി, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് മെഷീൻസ് ഉള്ള ഒരു കമ്പനിയുടെ പാനൽസ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ. രണ്ടാമത് വരുന്നത് പാനൽ കണക്ടേഴ്സ് ആണ്. കണക്ടേഴ്സ് എപ്പോഴും പോളികാർബണേറ്റിന്റെ MC4 കണക്ടേഴ്സ് സെലക്ട് ചെയ്യുക. നല്ല ബ്രാൻഡിന്റെ, പല ബ്രാൻഡിന്റെയും ഞാൻ കണ്ടിരിക്കുന്നത് കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആർക്ക് ചെയ്തിട്ട് ഉരുകി പോവാറുണ്ട്. അപ്പം ഞാൻ ഇതുവരെയും, ഇപ്പൊ ഞങ്ങളൊരു ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ട്, അത് ഇതുവരെയും നമുക്ക് ഒരെണ്ണം പോലും കംപ്ലൈന്റ് വന്നിട്ടില്ല. അങ്ങനെ ചൂടായിന്നോ കരിക്കുന്നോ. അതേസമയം വേറെ മാർക്കറ്റിൽ കിട്ടുന്ന എൽകോം, അങ്ങനെ എൽമെക്സിന്റെ ഒക്കെ ബ്രാൻഡ്സ് ഉണ്ട്, അതിനകത്ത് കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ട്. വലിയ വിലയുടെ MC4 വാങ്ങിച്ചില്ലെങ്കിലും റീസണബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ നോക്കുക. രണ്ടാമത്തത് കേബിളാണ്. നമ്മൾ മെയിനായിട്ട് മിസ്റ്റേക്ക് പറ്റുന്നത് സോളാർ കേബിൾസിലാണ്. സോളാർ കേബിൾസിന്റെ സ്റ്റാൻഡേർഡ് പറയുന്നത് 1800 വോൾട്ട് DC വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുണ്ടാവണം. അതിനകത്ത് ടിൻഡ് കോപ്പർ ആയിരിക്കണം ഇൻസുലേഷൻ, ഡബിൾ ഇൻസുലേറ്റഡ് ആണ്. XLPO എന്ന് പറയണേ, ക്രോസ് ലിങ്ക് പോളിയോൾഫിൻ, അതായിരിക്കണം അതിന്റെ മെറ്റീരിയൽ. അത് മിക്ക കമ്പനികളുടെയും ഇലക്ട്രോൺ ബീം ക്യൂറിംഗ് വഴി ക്രോസ് ലിങ്ക് ചെയ്ത കേബിൾസ് ആയിരിക്കും അതിന് നല്ലത്. അതിനകത്ത് നല്ല ബ്രാൻഡ്സ് എന്ന് പറയാൻ ലാപ്പ് നല്ലതാണ്, ലിയോണി എന്ന് പറഞ്ഞ കേബിൾ ഉണ്ട്. ഇത് രണ്ടും ഇമ്പോർട്ടഡ് ബ്രാൻഡ്സ് ആണ്. ഇന്ത്യൻ ബ്രാൻഡ്സ് ആയ അപ്പാർ, സീക്കം, പിന്നെ ഉള്ളത് പോളിക്യാബില് ടൈപ്പ് 1 കേബിള്, അതാണ് ഈ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ടൈപ്പ് 3 ഉണ്ട്, അത് ടിൻഡ് അല്ല, ഈ സ്റ്റാൻഡേർഡിലുള്ളതും അല്ല. ഇപ്പോഴത്തെ പുതിയ സ്റ്റാൻഡേർഡ് EN വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യും.
അപ്പം അതിനകത്ത് ആ സ്റ്റാൻഡേർഡുള്ള കേബിളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. താഴേക്ക് വരുമ്പം ഇപ്പോൾ പറഞ്ഞ പോലെ DB സെലക്ട് ചെയ്യുമ്പോൾ DBയിൽ പൊതുവെ വരുന്നത് ഫ്യൂസ് കഴിഞ്ഞിട്ട് SPD കഴിഞ്ഞിട്ട് സ്വിച്ച് ആണ് വരുന്നത്. സ്വിച്ച് വെക്കാം, MCB വെക്കാം. MCB വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചെറിയ വോൾട്ടേജിന്റെ സ്വിച്ചിനേക്കാളും ലാഭം MCB DC MCB ആണ്. അതുകൊണ്ടാണ് കൂടുതൽ MCBയിലേക്ക് പോകുന്നത്. സ്ട്രിംഗ് ഫ്യൂസസ് നമ്മൾ വെക്കുന്നത് 2 അതിലധികമോ സ്ട്രിങ്സ് പാരൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്ട്രിംഗ് ഫ്യൂസ് വേണം. എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു 3 സർക്യൂട്ട് നമ്മൾ പാരൽ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിംഗ് ഫ്യൂസ് എന്തായാലും എല്ലാ സർക്യൂട്ടിലും വേണം. എല്ലാ സർക്യൂട്ടിലും പ്ലസിലും മൈനസിലും വേണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 3-ലെ ഒരു പാനല് ഷെയ്ഡില് നിഴലിൽ നിൽക്കുവാണെങ്കിൽ കറണ്ട് ഫ്ലോ തിരിച്ച് ആ ഷെയ്ഡിലുള്ള പാനലിലേക്ക് വരാനും ആ പാനലിന് അതിന്റെ ഒന്നിലെയും ബ്ലോക്കിംഗ് ഡയോഡ് ചീത്തയാവാനും സാധ്യതയുണ്ട്. അത് കൂടുതൽ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിലും ഹയർ കപ്പാസിറ്റി സിസ്റ്റത്തിലാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാറ്. ചെറിയ ഒറ്റ സ്ട്രിംഗ് ഉള്ള സിസ്റ്റത്തിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഒറ്റ സ്ട്രിംഗ് ഉള്ള സിസ്റ്റത്തിലും എന്നാലും നമ്മൾ SPD ബാക്കപ്പ് ആയിട്ട് ഫ്യൂസ് വെക്കാറുണ്ട്. ഈ ഫ്യൂസ് നമുക്ക് നോർമൽ ഓപ്പറേഷനിൽ ഒരിക്കലും നമ്മുടെ സോളാർ പാനലിൽ നിന്നുള്ള കറണ്ട് വെച്ച് നമുക്ക് അതിനെ ആ ഫ്യൂസ് പോവില്ല. കാരണം നമ്മുടെ പാനലിന്റെ കറണ്ട് 10 amps ആണ്. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പാനൽ എടുത്തു കഴിഞ്ഞാൽ IMP എന്ന് പറയുന്നത് 8 point something അല്ലെങ്കിൽ 9 amps ISC ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അതിന്റെ 10 amps ആണ്. നമ്മൾ സാധാരണ ഇടുന്ന സ്ട്രിംഗ് ഫ്യൂസ് 10 ആംപിന്റെയോ അല്ലെങ്കിൽ 15 ആംപ്സിന്റെയാണ് നമ്മൾ സാധാരണ സ്ട്രിംഗ് ഫ്യൂസ് ആയിട്ട് ഉപയോഗിക്കാറ്. ഈ ഫ്യൂസ് ഒരിക്കലും നമുക്ക് നോർമൽ ഓപ്പറേഷനിൽ സോളാറിന്റെ കറണ്ട് കാരണം നമുക്ക് ബ്ലോ ആവില്ല. എന്തെങ്കിലും ലൈറ്റ്നിങ് അറസ്റ്റർ അല്ലെങ്കിൽ ഒത്തിരി നേരത്തേക്ക് ഒരു സർജ് ഉണ്ടായാൽ മാത്രമേ ഫ്യൂസ് ബ്ലോ ആവുള്ളൂ. ആ സർജിനെ എർത്ത് ചെയ്യാനാണ് നമ്മുടെ SPD വെക്കുന്നത്. ഈ DC സൈഡിൽ സർജ് 2 കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന് ഇടിമിന്നലിൽ നിന്നുണ്ടാവുന്ന സർജുകൾ, അത് ഫ്രെയിം വഴി ആവാം. ഫ്രെയിം വഴി വന്നിട്ട് നമ്മുടെ സോളാർ പാനലിന്റെ സർക്യൂട്ടിലേക്ക് ഇൻഡ്യൂസ് ചെയ്ത് സർജ് ആവാം. അങ്ങനെ ആ സർജ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ വരുന്ന വഴിയിൽ ഒരു SPD വെച്ചേക്കുന്നത്. അപ്പോൾ SPDയുടെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണോ ആ ഒരു പർട്ടിക്കുലർ സെറ്റ് വോൾട്ടേജിന് മുകളിൽ അത് ഡിറ്റക്ട് ചെയ്യുന്നത് അപ്പോൾ ആ സർക്യൂട്ടിനെ അത് എർത്ത് ചെയ്ത് കളയും. ഓക്കെ, അതാണ് മെയിൻ ഫങ്ഷൻ SPDയുടെ. അപ്പം എപ്പോൾ സർജ് വന്നോ അപ്പോൾ SPD എർത്ത് ചെയ്ത് കളയും ആ വോൾട്ടേജിനെ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നോർമൽ സ്റ്റേജിലേക്ക് വരും ആ സർജ് മാറുന്ന അനുസരിച്ച്. അപ്പം SPD ഒരു സാക്രിഫിഷ്യൽ ഡിവൈസ് ആണ് ഫ്യൂസ് പോലെ. അതുകൊണ്ട് SPDകൾക്ക് വാറണ്ടി ഉണ്ടാവാറില്ല. നമ്മൾ എപ്പോഴും ലൈറ്റ്നിങ് അറസ്റ്റർ ഉള്ള ഒരു സൈറ്റിൽ നമ്മൾ type 1+2 SPD ഉപയോഗിക്കണമെന്നുണ്ട്. ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന type 2 SPD ആണ്. അതിന്റെ കപ്പാസിറ്റി 80 millisecond ആണ്. അതിന്റെ കപ്പാസിറ്റി സർജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. നമ്മൾ type 1+2 SPD ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് 350 മില്ലിസെക്കൻഡ് ആണോ മൈക്രോ സെക്കൻഡ് ആണോ എന്ന് ഒരു സെക്കൻഡ് ഞാൻ ഷെയർ ചെയ്യാം അതിന്റെ സ്ക്രീൻ. അപ്പൊ അതിനകത്ത് മനസ്സിലാവും. അതാണ് അതിന്റെ വ്യത്യാസം. ഓൾമോസ്റ്റ് 3 to 4 times വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റി ഉണ്ട് type 1+2 SPDകൾക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വിച്ച് വയ്ക്കുന്നത്, സ്വിച്ച് ഞാൻ പറഞ്ഞ പോലെ സ്ട്രിങ്ങിനെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ആണ്. നമ്മൾ എപ്പോഴും നീളമുള്ള ഒരു സ്ട്രിങ്ങിനെ സെലക്ട് ചെയ്യുമ്പോൾ 2 ജംഗ്ഷൻ ബോക്സ് വെക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് പാനലിന്റെ അടുത്തും ഒരെണ്ണം ഇൻവെർട്ടറിന്റെ അടുത്തും. അപ്പോൾ പാനലിന്റെ അടുത്ത് സ്വിച്ച് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മെയിൻ്റെനൻസിന് വേണ്ടിയാണ്. അവിടെ ഐസൊലേറ്റർ വെക്കാം. ഇൻവെർട്ടറിന്റെ അടുത്ത് വേണം DC കമ്പൈനർ ബോക്സ് വെക്കാൻ. അപ്പോൾ ആ DC കമ്പൈനർ ബോക്സിൽ നമുക്ക് SPDയും MCBയും ഐസൊലേറ്റർ വേണമെങ്കിൽ ഐസൊലേറ്റർ വെക്കാം. എപ്പോഴും SPD നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാണ്ട് മെഷീന്റെ അടുത്ത് വേണമെന്നാണ് അതിന്റെ കണക്ക്. നമ്മൾ 1/2 മീറ്ററിന് അപ്പുറത്തേക്ക് നമ്മുടെ SPDയും മെഷീനും തമ്മിലുള്ള ദൂരം 1/2 മീറ്ററിന് മുകളിലുണ്ടെങ്കിൽ വീണ്ടും SPD വെക്കണം എന്നാണ് സ്റ്റാൻഡേർഡ്. കാരണം അതിന്റെ ഇടയിലും നമുക്ക് സർജ് വരാം. ഓക്കെ, അപ്പം എപ്പോഴും ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തില് പാനലിലും ഇൻവെർട്ടറും SPDയും തമ്മിലുള്ള ഗ്യാപ്പ് ഏറ്റവും കുറഞ്ഞ് ഇരിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ AC സൈഡിൽ നമ്മൾ SPD വെക്കാറുണ്ട്. അത് MCBയുടെയും SPDയുടെയും ഒരു കോമ്പിനേഷൻ ആണ്.
നമുക്ക് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി നേരത്തേക്ക് നമുക്കൊരു സർജ് ഉണ്ടെങ്കിൽ ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് എം സി ബിക്ക് ട്രിപ്പിങ്ങിന് ഡിലേ ഉണ്ടാവും. ഫ്യൂസസ് ആയിരിക്കും ഫാസ്റ്റ് ആയിട്ട് ട്രിപ്പ് ആവുക. പിന്നെ ഫ്യൂസസിനുള്ള ഒരു അഡ്വാൻറ്റേജ് ഒരിക്കലും MCCB വെച്ചിട്ട് കിട്ടില്ല. അതേപോലെ തന്നെ MCBക്കുള്ള അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ MCCBക്കുള്ള അഡ്വാൻറ്റേജോ ഫ്യൂസിനില്ല. ഇതിനകത്ത് ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു വലിയ കറണ്ട് ഒരു ഫ്യൂസിൽ കൂടി അല്ലെങ്കിൽ MCB കൂടി കടത്തി വിട്ടു ട്രിപ്പ് ചെയ്യാനായിട്ട്. വലിയൊരു കറണ്ട് ആണെങ്കിൽ ചിലപ്പോൾ ആ MCB കത്തിപ്പോകും. അതോടുകൂടി ആ ഒരു MCCB ഉപയോഗിക്കാൻ പറ്റാണ്ടായിപ്പോൾ. അതേസമയം ഫ്യൂസ് ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഫ്യൂസ് ബ്ലോ ആവുന്നേ ഉള്ളൂ. ബട്ട് സർക്യൂട്ട് പ്രൊട്ടക്റ്റ് ആവും, വേറെ പൊട്ടിത്തെറിയായിട്ട് അങ്ങനെ ഉണ്ടാവില്ല. അതാണ് ഫ്യൂസിന്റെ അഡ്വാൻറ്റേജ്. പിന്നെ ഫ്യൂസിന്റെ റിയാക്ഷൻ ടൈം കുറവാണ് MCB മാഗ്നറ്റിക് ട്രിപ്പിംഗ് ഉണ്ട്, അതേപോലെ തന്നെ തെർമൽ ട്രിപ്പിംഗ് ഉണ്ട്. MCBയിൽ തെർമൽ ട്രിപ്പിംഗ് കുറെ നേരത്തേക്കുള്ള ഹൈ കറണ്ട് വരുമ്പോഴാണ് തെർമൽ ട്രിപ്പിംഗ് ഉണ്ടാവുന്നത്. ഇപ്പം 15 ആംസിന്റെ ഫ്യൂസ് ആണ്, നമ്മളൊരു 16-17 ആംസ് 10 മിനിറ്റ് നേരത്തേക്കോ 15 മിനിറ്റ് നേരത്തേക്കോ കൂടുതൽ നേരത്തേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമാണ് അത് 10-15 മിനിറ്റ് കഴിയുമ്പോൾ അത് ട്രിപ്പ് ആവുള്ളൂ. അതേസമയം മാഗ്നറ്റിക് ട്രിപ്പിംഗ് അതിനകത്ത് വെച്ചേക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഒരു 15 ആംസ് ഇതിനകത്തേക്ക് 20-50 ആംസ് കറണ്ട് ഷോർട്ട് സർക്യൂട്ട് വന്നു, അപ്പോഴത്തേക്കും വലിയൊരു കറണ്ട് സിസ്റ്റത്തിൽ കൂടി പാസ്സാവും. ആ നേരത്ത് നമ്മൾ 1 മിനിറ്റോ 2 മിനിറ്റോ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം കരിഞ്ഞു, MCB തന്നെ ഡിസ്ട്രക്ട് ആയിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള ട്രിപ്പിങ്ങിന് വേണ്ടി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രിപ്പിങ്ങിന് വേണ്ടിയാണ് മാഗ്നറ്റിക് ട്രിപ്പിംഗ് വെച്ചേക്കുന്നത്. അപ്പൊ അതിനകത്തൊരു മാഗ്നറ്റിക് കോയിൽ ഉണ്ട്, ആ കോയിൽ പെട്ടെന്ന് എനർജൈസ് ചെയ്തിട്ട് അതിനെ ട്രിപ്പ് ചെയ്ത് കളയും, നോക്ക് ചെയ്യും അതിന്റെ മെക്കാനിസത്തിൽ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സെക്കൻഡ്സിനുള്ള MCB ട്രിപ്പ് ആവും. ഓക്കെ, അപ്പോൾ എപ്പോഴും AC സൈഡിലും നമ്മൾ MCB SPDക്ക് ബാക്കപ്പ് ആയിട്ട് വെക്കാറുണ്ട്. അത് ലൈറ്റ്നിങ് അറസ്റ്റർ ചെയ്ത വീടുകളിലാണെങ്കിൽ Type 1+2 SPD വെക്കണം. ലൈറ്റ്നിങ് അറസ്റ്റർ ഇല്ലാത്ത വീടുകളാണെങ്കിൽ Type 2 SPD വെച്ചാൽ മതിയാവും. അതും സർക്യൂട്ട് ചെറിയ സിസ്റ്റം ആണെങ്കിലാണ് Type 2 വെക്കുന്നത്. വലിയ സിസ്റ്റംസ് ആണ്, ഇപ്പൊ 3 ഫേസ് വലിയ വീട് 20 kW 25 kW ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ Type 1+2 SPD വെക്കുന്നതായിരിക്കും നല്ലത്. കോസ്റ്റ് ഡിഫറൻസ് 10 ഇരട്ടി വരും Type 1+2 Type 2-നേക്കാളും, അപ്രോക്സിമേറ്റ് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് പാനലിന്റെ കാര്യം പറഞ്ഞു, കണക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു, കേബിളിന്റെ കാര്യം പറഞ്ഞു, SPD-യുടെ കാര്യം പറഞ്ഞു. SPD എപ്പോഴും ഒരു റെപ്യൂട്ടഡ് മേക്ക് ആയിട്ടുള്ള SPD എന്ന് പറഞ്ഞാൽ SPD മാനുഫാക്ചറേഴ്സിന്റെ SPD വാങ്ങിക്കണം. ഇപ്പൊ സീറ്റൽ, ഡെൻ, ABB അങ്ങനെയുള്ള കമ്പനികൾ അവരുടെ SPD മാനുഫാക്ചറേഴ്സ് ആണ്. അതേപോലെ പക്ഷെ ഫീനിക്സ് ഒരു SPD മാനുഫാക്ചറർ അല്ല, ഫീനിക്സിന് SPD ഉണ്ട്, എൽമെക്സിന് അതേപോലെ SPD ഉണ്ട്. അങ്ങനെ ഒത്തിരി കമ്പനികളുണ്ട്, പക്ഷെ അവർക്കൊന്നും അത്ര ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു കമ്പനി അല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കേരളത്തിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് 5 കൊല്ലമായി. ഈ 5 കൊല്ലത്തിൽ കണ്ടേക്കുന്നത് ഇതേപോലെ മേക്സ് SPD മാനുഫാക്ചറേഴ്സിന്റെ അല്ലാത്ത SPD-കൾ റിയാക്ട് ചെയ്യാതെ നമ്മുടെ ഡിവൈസ് ഇൻവേർട്ടേഴ്സിനെ അത് എഫക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടേക്കുന്നത്. നമ്മൾ പല ബ്രാൻഡും ട്രൈ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സീറ്റൽ, ABB അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിലേക്ക് വന്നത്. അത് കൂടുതലും യൂറോപ്യൻ ഇൻവേർട്ടേഴ്സ് ആണ് സെൻസിറ്റീവ്. ചൈനീസ് ഇൻവേർട്ടേഴ്സ് കുറേയും കൂടി വിത്ത്സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ ചൈനീസ് ഇൻവേർട്ടേഴ്സിന് അതിൻ്റെതായ പോരായ്മകളുണ്ട്. അത് പിന്നീട് ഒരിക്കൽ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത് 1000 വോൾട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് നമ്മൾ MCB ഉപയോഗിക്കേണ്ടത്, 1000 വോൾട്ടിന്റെ ഐസൊലേറ്റർ ഉപയോഗിക്കേണ്ടത്. MCB ആണെങ്കിൽ സാധാരണ 2 500-ന്റെ MCB സീരീസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ 4 പോൾ ആയിട്ടാണ് വരിക 1000 വോൾട്ട്. ഐസൊലേറ്റർ ആണെങ്കിൽ ഐസൊലേറ്ററും ബേസിക്കലി അതിൻ്റെ ഉള്ളിൽ 4 പോൾ ആണ് സീരീസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഐസൊലേറ്റേഴ്സ് സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് വില കൂടുതലായതുകൊണ്ടാണ് ഈ MCB-യിലേക്ക് എല്ലാവരും മാറുന്നത്. നമ്മുടെ ബോക്സ് ഞാനൊരു ഇത് ശ്രദ്ധിച്ചത്, AC ഇപ്പം നമ്മൾ പലയിടത്തും നമ്മുടെ സർജ് കാരണം നമ്മുടെ ഇൻവേർട്ടേഴ്സ് പോകുന്നുണ്ട്, എസ്പെഷ്യലി യൂറോപ്യൻ ഇൻവേർട്ടേഴ്സ്. അത് കേരളത്തിൽ നമുക്ക് ഇടിവെട്ടും മഴയും കൂടുതലാണ്. അപ്പൊ അതിനകത്ത് ഫെയിലിയർ കണ്ടേക്കുന്നതിനകത്ത്
എനിക്കൊരു ആലോചന എന്താന്ന് വെച്ചാൽ അതിനകത്ത് നമ്മുടെ ELCBയും കൂടി നമ്മുടെ SPD-യുടെ MCBയുടെയും ACDBയിൽ വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ്. ആർക്കെങ്കിലും ഒരു സജഷൻ ഉണ്ടോ അതിലേക്ക്? എന്തെങ്കിലും സാധാരണ നമ്മുടെ വീടുകളിൽ കാണുന്നത് ഇടിവെട്ട് വരുമ്പോൾ ELCB ട്രിപ്പ് ആവുന്നുണ്ട്. അതിന്റെ കാരണം നമുക്കൊരു ലീക്കേജ് കറണ്ട് വരുമ്പോൾ ട്രിപ്പ് ആവുന്നതാണ്. അത് ഇത്രയും കൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പം എനിക്ക് തോന്നുന്നത് ELCBയും കൂടി ഈ സർക്യൂട്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും വെച്ചവരുണ്ടെങ്കിൽ അതിനകത്ത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം. ശ്രമിച്ചിട്ടുണ്ടോ? രാഹുൽ, ഞാനിത് മറ്റു പലരോടും സജക്ട് ചെയ്തിട്ടുണ്ട്. കാരണം മിക്കവരും പറയുന്നത് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തില് കസ്റ്റമർ കൂടുതൽ കണക്ട് ചെയ്യുമ്പോൾ അത് എപ്പോഴും ട്രിപ്പായി പോണു, അത് പ്രോബ്ലം ആകുന്നു. ആ കേസ് ഓഫ് ഗ്രിഡിന് ഒരു പ്രശ്നമുണ്ട് അങ്ങനെ. അപ്പൊ അതിനുവേണ്ടി ഞാൻ മിക്കവരോട് സജക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞത് നല്ല റിസൾട്ട് ആയിട്ടുണ്ട്. കാരണം കസ്റ്റമർക്ക് തന്നെ ബോധ്യമാവും അവരെന്തുകൊണ്ടാണ് അത് ട്രിപ്പ് ആയതെന്ന് ബോധ്യമാവും. അത് ഓഫ് ഗ്രിഡിൽ ഞാൻ അത് ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ട് കിട്ടി. ഓൺ ഗ്രിഡിൽ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. നല്ലൊരു സജഷൻ ആണ്, ഞാനത് ചിന്തിച്ചിട്ടുള്ള കാര്യം. ഞാനത് 5 കിലോവാട്ടിൽ കൊടുത്തിരുന്നു. പ്രസിദ്ധാണ് 5 കിലോവാട്ടിൽ കൊടുത്തിരുന്നു. 5 കിലോവാട്ടിൽ കൊടുത്തിട്ട് ഒരു 10-15 ദിവസം വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് വെച്ചത് ഓട്ടോമാറ്റിക് ട്രിപ്പായി, ELCB തനിയെ ട്രിപ്പായി. അപ്പൊ എന്ന് വെച്ചാൽ നമ്മള് അറിയാതെ തന്നെ ഈ സാധനം ഓട്ടോമാറ്റിക് ട്രിപ്പ് ആവുന്നുണ്ട് ELCB വരുമ്പോ. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ രണ്ടാമത് ഓൺ ചെയ്ത സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഇത്ര കുറെ ദൂരെയാണെങ്കിൽ ഈ ELCB ഓൺ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടുന്ന് അവിടെ വരെ പോകേണ്ടി വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷേ സാധനം റിസൾട്ട് നല്ലതല്ലേ അതിന്റെ? ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്. പക്ഷെ ബുദ്ധിമുട്ട് വരുന്ന കസ്റ്റമർ ഇത് ചിലപ്പോൾ ചിന്തിക്കില്ല ഓൺ ഗ്രിഡ് ആയതുകൊണ്ട്. നമ്മൾക്ക് വൈഫൈ അങ്ങനത്തെ കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യണപ്പോ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ നമ്മളൊന്ന് വാച്ച് ചെയ്യും. അപ്പൊ ഇത് ഓഫായി കിടക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോഴാണ് നമ്മൾ അറിയണ ELCB ട്രിപ്പ് ആയി എന്നുള്ളത് നമ്മൾ അവിടെ പോയി നോക്കുമ്പോൾ. പക്ഷെ അത്ര ദൂരാണെങ്കിൽ, അടുത്താണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പൊ ദൂരാണെങ്കിൽ ഒരാൾ ELCB ഓൺ ആക്കാൻ വേണ്ടി ചിലപ്പോൾ അവിടെ വരെ പോകേണ്ട ഒരു ഗതികേട് വരും. അതാണൊരു ബുദ്ധിമുട്ട് വരുന്നത്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ആവുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായി തീരും ശ്രദ്ധിക്കാത്തവർക്കാണെങ്കിൽ. നമ്മൾ എപ്പോഴും വാച്ച് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഇൻവെർട്ടറിന്റെ ബോർഡ് മെയിൻ ആയിട്ട് ഫെയിൽ ആവും. പ്രത്യേകിച്ച് ചൈനീസ് ഇൻവെർട്ടറിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സിംഗിൾ ബോർഡിലൊക്കെയാ വരുന്നത് ചൈനീസ് ഇൻവെർട്ടർ. അപ്പം ഫുള്ളായിട്ട് മെഷീൻ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവാം. യൂറോപ്യൻ ഇൻവെർട്ടേഴ്സിൽ പിന്നെയും കാർഡ് ലെവലുണ്ട്. നമ്മൾ ഫിൽട്ടർ കാർഡായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് മൾട്ടിപ്പിൾ കാർഡ് ഉണ്ട്. പക്ഷെ മറ്റേത് ഫുള്ളായിട്ട് കത്തി പോവാം. മെഷീൻ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പം ഈ വാറന്റി കഴിഞ്ഞ ഇതിനകത്തും ഈ ഇഷ്യൂ വരുന്നുണ്ട്. 2 വാറന്റിയിലുള്ളതും സർജിന് വാറന്റി ഇല്ലാന്ന് ഒരുവിധം 90% കമ്പനികളും സപ്പോർട്ട് ചെയ്യാനുള്ള വാറന്റി ചർച്ച കാരണം ഇൻവെർട്ടർ പോണത്. അതൊരു സീരിയസ് പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലാണ് അത് കൂടുതൽ. കാരണം പലരുമായിട്ട് സംസാരിച്ചപ്പം അവർക്ക് കേരളത്തിലല്ലാതെ വേറെ പുറത്തുനിന്ന് ഈ പ്രശ്നങ്ങളില്ല. നമ്മുടെ മഴയുടെയും ഇടിവെട്ടിന്റെ ഒക്കെ കാരണം കൊണ്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പല കമ്പനികളും അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. R&D നടത്തി അവരതിനകത്ത് മെച്ചപ്പെടുത്താൻ നോക്കിയിട്ടില്ല. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് കമ്പോണൻസ് സെലക്ട് ചെയ്യുമ്പോൾ. ഞാൻ ടിൻസു പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒരു ഡോക്യുമെന്റ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കണ്ടു. ഞാൻ ഷെയർ ചെയ്യാം. ഹലോ. ഹലോ.
പറയണം. എന്റെ സ്ക്രീൻ കാണണ്ടോ? കാണാം രാവിലെ. കാണാം. ഇതിനകത്ത് അവര് AC സൈഡില് ഒരു രണ്ട് കോൺഫിഗറേഷൻ കാണിച്ചിട്ടുണ്ട്. ഒരെണ്ണം MCBയും ഒരെണ്ണം ഈ ELCBയും വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കാണിച്ചേക്കുന്നത്. 2 ഇൻവെർട്ടർ. ഒരു എല്ലാ എർത്തും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രിഡിന്റെ ഒരു ഇമേജ് കൂടി ഉണ്ടായിരുന്നു. അതാ ചെക്ക് ചെയ്യുന്നത്. GD ട്യൂബിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് ഈ ഒരു കോമ്പിനേഷനിൽ ഇവരുടെ പ്രൊഡക്റ്റില് /G ഉള്ളത് GD ട്യൂബാണ്. ഗ്യാസ് ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ്. അത് ഇത്രയും കൂടി വിത്ത്സ്റ്റാൻഡിങ് കപ്പാസിറ്റി കൂടുതലല്ല GD ട്യൂബിന്. നമ്മളെപ്പോഴും SPD ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബാക്കപ്പ് ഫ്യൂസ് ഉപയോഗിക്കാറുണ്ട്. കാരണം നമ്മുടെ സർജിന്റെ ഇന്റൻസിറ്റി എന്തോരാന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇത് ചിലപ്പോൾ കരിഞ്ഞു പോവാം. അപ്പൊ ആ നേരത്ത് നമുക്ക് ആക്ട് ചെയ്യാൻ വേണ്ടിയാണ് ബാക്കപ്പ് ഫ്യൂസബിൾ വരുന്നത്. ഇപ്പോഴും സിസ്റ്റം നമ്മുടെ ഗ്രിഡ് വോൾട്ടേജിന് അടുത്ത് നിൽക്കുന്ന SPDs സെലക്ട് ചെയ്യണമായിരിക്കും നല്ലത്. ഒത്തിരി ബാൻഡ് വിഡ്ത്ത് ഉള്ള SPD ഉപയോഗിക്കുമ്പോൾ ചിലപ്പം നമ്മുടെ ഇൻവേർട്ടേഴ്സ് ആദ്യം ഫെയിൽ ആവാനും പിന്നീട് SPD പോകാനും ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മുടെ സിസ്റ്റം നമ്മൾ 264 സെറ്റ് ചെയ്യണേ, 275 അല്ലെങ്കിൽ 280 SPD വെക്കുന്നതായിരിക്കും നല്ലത് AC സൈഡിൽ. ഇത് SPD അല്ലെങ്കിൽ സർജ് പ്രൊട്ടക്ഷൻ നമ്മുടെ നാട്ടിലൊരു നല്ലൊരു ബിസിനസ് ആണ്. കാരണം ഈ ഇൻവെർട്ടർ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല, ഇല്ലാത്ത വീടുകളിലും ഈ SPDs വെച്ച് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. SPDയിൽ നമുക്ക് 3 ഫേസ് ഉള്ള വീട്ടിലാണെങ്കിൽ Type 1+2 കൊടുക്കാം. അതിന്റെ കൂടെ ഒരു ബാക്കപ്പ് ഫ്യൂസോ അല്ലെങ്കിൽ MCBയോ ഉള്ള ഒരു കോമ്പിനേഷൻ നമുക്ക് സജസ്റ്റ് ചെയ്യാം വീടുകളിൽ. അത് ഉപയോഗിക്കുന്ന ആൾക്ക് നല്ലതായിരിക്കും. കാരണം അനാവശ്യമായിട്ട് അവരുടെ TV, ഫ്രിഡ്ജ് അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ചീത്തയാവില്ല. പ്ലസ് നമുക്ക് ഫോണിന് വെക്കുന്ന SPDകളുണ്ട്, നെറ്റ്വർക്ക് കേബിള്, നമ്മുടെ RJ45 അങ്ങനെയുള്ള കേബിളിൽ വെക്കുന്ന SPDകളുണ്ട്, ചെറിയ DC ലോഡിനുള്ളതുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടേഴ്സിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള SPDകളുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ട്. അതൊരു നല്ലൊരു മാർക്കറ്റാണ്. എളുപ്പം ചെയ്ത് തീർക്കാവുന്നതും അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് SPD. അതിന് ബേസിക്കലി എർത്ത് ചെയ്യണം, നല്ലൊരു എർത്ത് കൊടുക്കണം, പ്ലസ് SPD ഇത് പാരലായിട്ട് വയർ ചെയ്യണം സിസ്റ്റത്തിനോട്.
ഞാനൊരു ഇക്യു പൊട്ടൻഷ്യലിന്റെ ഒരു ഡ്രോയിങ് ഉണ്ടായിരുന്നു, അത് ഞാനൊന്ന് ഒരു സെക്കൻഡ്. രാവിലെ ഞാനത് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്, മെയിലിലോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണിക്കാൻ പറ്റും. സെക്കൻഡ്. ഡൗൺലോഡ് ആവുന്നുള്ളൂ. ഇതാണ് അതിനകത്ത്. താങ്ക് യു. എല്ലാവർക്കും കാണാവോ? കുറച്ചുകൂടെ സൂം ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, അതെ. ഇതിനകത്ത് ഇതാണ് ഇതിന്റെ എർത്ത് ബെഞ്ച് അല്ലെങ്കിൽ ബസ് ബാർ. ഓക്കെ, ഇവിടെ നമ്മൾ പാനലിൽ എർത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പാനൽ അല്ലാതെയും എർത്ത് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, പാനലിന്റെ അവിടെ. എന്റെ മൗസ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. കാണാം. ഓക്കെ, ആ എർത്ത് നമ്മൾ പാനലിൽ എർത്ത് ചെയ്തിട്ടുണ്ട്. ഇത് ലൈറ്റ്നിങ് അറസ്റ്ററിന്റെ എർത്താണ്. ഓക്കെ, ഇതൊരു ബസ് ബാർ, എർത്തിന്റെ ബസ് ബാറാണ്. ആ ബസ് ബാറിൽ നമ്മുടെ DC SPD എർത്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെർട്ടർ എർത്ത് ചെയ്തിട്ടുണ്ട്, AC SPD എർത്ത് ചെയ്തിട്ടുണ്ട്, പാനലിന്റെ ഫ്രെയിം എർത്ത് ചെയ്തിട്ടുണ്ട്. ആ എർത്ത് ബാറിന് അടുത്ത ബസ് ബാറിലേക്ക് നമ്മൾ അടുത്ത കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ AC ഇൻവെർട്ടറിന്റെ അടുത്തൊരു SPD വെച്ചിട്ടുണ്ട്. ഈ ഇൻവെർട്ടറിന്റെ അടുത്തുനിന്നുള്ള SPDയും ഇതും തമ്മിലുള്ള ദൂരം കൂടുതലായതുകൊണ്ട് ഇവിടെ വേറൊരു സെപ്പറേറ്റ് SPD വെച്ചിട്ടുണ്ട്. ഇത് മെയിൻ ആയിട്ടും വേണമെങ്കിൽ വീടിനെ പ്രൊട്ടക്ട് ചെയ്യാനാവാം. ഈ SPD ഇൻവെർട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇൻവെർട്ടറിന് അടുത്തുള്ളത്. ഓക്കെ, ആ SPDയും അവര് വേറൊരു ബസ് ബാറിലേക്ക് കൊണ്ടുവന്നിട്ട് പഴയ ബസ് ബാറിന്റെ ഔട്ട് ബാർ തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമ്മുടെ ഇലക്ട്രിക്കൽ പാനലിൽ ഉള്ള KWH എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ മീറ്റേഴ്സ് ഒക്കെ ഉള്ള പാനലാണ്. അതിന്റെ അടുത്ത് എല്ലാം കൂടി ഇതിനകത്ത് പാരൽ ചെയ്തേക്കാം. ഓക്കെ, ഇക്യു പൊട്ടൻഷ്യൽ ആക്കുന്ന ഇതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഈ എല്ലാ എർത്തും നമ്മൾ ഒരേ ബസ് ബാറിൽ ഒരേ പൊട്ടൻഷ്യലിൽ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കൂടി ഒരെർത്ത് എന്നല്ല അതിന്റെ അർത്ഥം. എല്ലാ എർത്തുകളും ഇപ്പോ ലൈറ്റിംഗ് അറസ്റ്റ് നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ടാവും, പാനൽ എർത്ത് ചെയ്തിട്ടുണ്ടാവും, എർത്ത് അടിച്ചിട്ടുണ്ടാവും. എപ്പോഴും എർത്തിന്റെ ഡിസ്റ്റൻസും നമ്മുടെ കമ്പോണന്റ് ഡിസ്റ്റൻസും എപ്പോഴും കുറഞ്ഞിരിക്കണം, എന്നാലേ നമ്മൾ പ്രോപ്പറായിട്ട് എർത്തിങ് നടക്കുള്ളൂ. ചിലപ്പോൾ അത് ബ്രേക്ക് ആവാം, ഒരു ലൈൻ ചിലപ്പോൾ എർത്തിന്റെ കേബിൾ ബ്രേക്ക് ആവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ എർത്ത് ചെയ്തതിനൊന്നും ഒരു റിസൾട്ട് ഇല്ലാതെ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു മെഷ് ചെയ്യുമ്പോൾ, മെഷ് എന്നാണ് പറയണത്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള എർത്തുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു എർത്ത് പോയിന്റ് വഴി നമുക്ക് എർത്ത് ചെയ്ത് പോകും. അപ്പൊ നമ്മുടെ എർത്തിങ്ങിന്റെ റിലയബിലിറ്റി കൂട്ടുവാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. രാവിലെ അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാം. ആ 2 SPDകൾ കണ്ടു. ശരിക്കൊരു സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു വീടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് യൂട്ടിലിറ്റി ഇൻപുട്ട്, അതായത് KCB ഇൻപുട്ട് കൊടുക്കുന്ന പോയിന്റിൽ ടൈപ്പ് 1+2 SPD വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു പ്രൊസീജിയർ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ സെപ്പറേറ്റ് വീടിനകത്തുള്ള DB
അതിനൊക്കെ ടൈപ്പ് 2 SPD. ഇപ്പോൾ ഒരു സോളാർ വെച്ചിട്ടുള്ള ഒരു വലിയ 2 നില വീടിനെ സംബന്ധിച്ചിടത്തോളം ടൈപ്പ് 1+2 SPD KSCB ഇൻപുട്ട് വരുന്ന ആ പാനൽ ബോർഡിൽ വെക്കുക. ടൈപ്പ് 2 SPD വീടിന്റെ DBക്കകത്തും നമ്മുടെ ഗ്രിഡ് ഇൻവേർട്ടർ വെച്ചിരിക്കുന്നതിനകത്ത് ACDBക്കകത്തും ടൈപ്പ് 2 SPD വെക്കുക. ആ ഡയഗ്രത്തിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ടൈപ്പ് 2 SPDക്ക് 6 സ്ക്വയർ mm കേബിൾ മതിയാവും. പക്ഷെ ടൈപ്പ് 1+2 SPDക്ക് മിക്ക ബ്രാൻഡുകളും അവർ പ്രിഫർ ചെയ്യുന്നത് 16 സ്ക്വയർ mm കേബിൾ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. താങ്ക് യു. പിന്നെ ഉള്ളത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഡൗൺ കണ്ടക്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പം അത് അലൂമിനിയത്തിന്റെ ഡൗൺ കണ്ടക്ടേഴ്സ് ഉണ്ട്. നമുക്ക് GIയുടെ ഡൗൺ കണ്ടക്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോപ്പറിന്റെ ഡൗൺ കണ്ടക്ടർ ഉപയോഗിക്കാം. അലൂമിനിയം ചെയ്യുമ്പോൾ എപ്പോഴും മണ്ണിന് 1 മീറ്റർ പൊക്കി വരെ ചെയ്യാം. മണ്ണിലേക്ക് അലൂമിനിയം മുട്ടിക്കരുത് യാതൊരു കാരണവശാലും. അലൂമിനിയം ഓക്സിഡൈസ് ചെയ്തു പോകും. അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മണ്ണിന് മുകളിലായിട്ട് അറ്റ്ലീസ്റ്റ് 1 മീറ്റർ പൊക്കത്തിൽ ബസ് ബാർ ചെയ്തിട്ട് എർത്ത് ബെഞ്ച് ബസ് ബാർ ഒരെണ്ണം ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ അലൂമിനിയം ഡൗൺ കണ്ടക്ടർ ടെർമിനേറ്റ് ചെയ്യാം. അവിടുന്ന് കോപ്പർ അല്ലെങ്കിൽ GI അല്ലെങ്കിൽ കോപ്പർ ബോണ്ടഡ് ആയിട്ടുള്ള MS സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എർത്തിലേക്ക് കണക്ട് ചെയ്യാം. എർത്തിങ്, പ്ലേറ്റ് എർത്തും റോഡും അങ്ങനെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ എർത്തിങ്ങിന്റെ റെസിസ്റ്റിവിറ്റി അനുസരിച്ചാണ്. എർത്തിങ് റെസിസ്റ്റിവിറ്റി കൂടുതലാണെങ്കിൽ നമ്മളെ എർത്തിങ്ങിന്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ഏരിയ കൂട്ടണം. അപ്പം നമുക്ക് ലോ റെസിസ്റ്റൻസ് ആണെങ്കിൽ ചിലപ്പം 1.4 ഫീറ്റിന്റെ റോഡിന് പകരം ചിലപ്പം 3 മീറ്ററിന്റെ റോഡ് ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്ലേറ്റ് എർത്ത് ചെയ്യേണ്ടി വരും. ഇത് ഒരു ഡ്രൈ, ഇപ്പൊ ആ നിലം ഡ്രൈ ആവും തോറും നമ്മുടെ റെസിസ്റ്റൻസ് കൂടും. അപ്പൊ എർത്തിങ് പ്രോപ്പറായിട്ട് നടക്കില്ല. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എർത്തിങ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ കേസിലും ഒരിക്കലും പാനൽ ടു പാനൽ എർത്ത് ചെയ്യാതിരിക്കരുത്. എല്ലാ പാനലുകളും നമ്മൾ ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്യണത് എർത്തിങ് പോയിന്റിൽ നിന്ന് വേണം ലിങ്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് 2 സൈഡിൽ നിന്നും എർത്ത് ചെയ്യണം പാനല്. ഇതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരുവിധം ഇൻവെർട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ച് കാരണമുള്ള ഇൻവെർട്ടർ ഫെയിലിയർ നമുക്ക് കുറഞ്ഞു കിട്ടും. എപ്പോഴും അത് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഒരു പാനലിന്റെ ഒരു സിസ്റ്റം ചെയ്യുവാണെങ്കിലും അത് എർത്ത് ചെയ്തിരിക്കണം. കാരണം പാനൽ വീടിന്റെ മുകളിൽ വരുന്നതാണ്. പാനൽ ചരിഞ്ഞായിരിക്കണം, അതിന് ഷാർപ്പ് കോർണറിലായിരിക്കും എപ്പോഴും ലൈറ്റ്നിങ് കിട്ടാൻ ചാൻസസ് ഉള്ളത്. ലൈറ്റ്നിങ്ങിൽ നിന്ന് മാത്രമല്ല സെർജ് ഉണ്ടാവുന്നത്, വീടിന്റെ മുകളിൽ കൂടി പോകുന്ന HT കേബിള്, LT കേബിള്, അതിൽ നിന്നും നമുക്ക് സെർജ് നമ്മുടെ പാനൽ വഴി നമ്മുടെ ഇൻവെർട്ടറിലേക്കും നമ്മുടെ വീടുകളിലേക്കും എത്താൻ ചാൻസ് ഉണ്ട്. എപ്പോഴും എർത്തിങ് പ്രോപ്പർ ആയിരിക്കണം. SPD അങ്ങനെയുള്ള കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. പിന്നെ കമ്പോണൻസിന്റെ ക്വാളിറ്റിയിൽ ഈ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡീൽ ചെയ്യുന്ന 1000 വോൾട്ട് DC ആണ്. ഒരുവിധം 5 കിലോ വാട്ടിന് മുകളിലേക്കുള്ള എല്ലാ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് 1000 വോൾട്ടിലാണ്. ഈ 1000 വോൾട്ട് ആർക്ക് ചെയ്ത് തുടങ്ങിയാൽ നിൽക്കില്ല. നമുക്ക് AC സിസ്റ്റം ആണെങ്കിൽ എല്ലാം 20 മില്ലി സെക്കൻഡിലും നമുക്കൊരു 0 ക്രോസിംഗ് ഉണ്ട്. അപ്പൊ ആർക്ക് വിട്ടുപോകും. DC-യുടെ കേസിൽ ആർക്ക് വിടില്ല, കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും. അപ്പൊ തീപിടുത്തം ഗ്യാരണ്ടീഡ് ആവും. അതിപ്പോ ലൈവായിട്ട് നമ്മള് 5 കിലോ വാട്ടിന്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ പോയി കണക്ടർ ഊരാൻ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും, മാർക്കിംഗ് ഉണ്ടായിട്ട്. അപ്പൊ എപ്പോഴും അങ്ങനെയുള്ള മെയിൻ്റനൻസിന് മോളിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഐസൊലേറ്റർ ഓഫ് ആക്കുക. അപ്പോ നമ്മുടെ ഐസൊലേറ്ററും ഇൻവെർട്ടറും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ പാനലിന്റെ അടുത്ത് തന്നെ ഒരു ഐസൊലേറ്ററും കൂടി വെക്കുക. അപ്പോൾ നമ്മുടെ ആഡഡ് സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻവെർട്ടർ ഓഫ് ആക്കിയിട്ട് മാത്രം മോളിൽ കയറുക എപ്പോഴും. പിന്നെ കണക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് പാനലെല്ലാം ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടായിരിക്കും വയറിന്റെ ഇപ്പുറത്തെ ത്രെഡ് ചെയ്തിട്ടുണ്ടാവില്ലേ, അത് പോയി ഷീറ്റ് മുട്ടാനും ഷീറ്റിൽ നിന്ന് ആർക്ക് ചെയ്യാനും സ്ട്രക്ചറിൽ മുട്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പാനല് ലൈവാണ്, വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ലൈവാണ്, 100% ലൈവാണ്. അപ്പോൾ അത് സ്വിച്ച് ഇല്ല പാനലിന്റെ പവർ ഓഫ് ചെയ്യാനായിട്ട്. ഒന്നില്ലെങ്കിൽ ഷീറ്റ് വെച്ച് ബ്ലൈൻഡ് ചെയ്യാം കണക്ട് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എല്ലാം ക്രിംപ് ചെയ്തിട്ട് മാത്രം എക്സ്പോസ് ചെയ്യാം. സീരീസ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് സീരീസ് ചെയ്യാം. ഒരുവിധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ രാഹുൽ, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്തെല്ലാം ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ്, പുതുതായ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു.
നന്ദി രാഹുൽ. നമുക്ക് അവിടെ ഓരോരുത്തരുടെ ക്വസ്റ്റ്യൻ കുറെ ചോദ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അവർക്ക് തന്നെ ചോദിക്കാം, നമുക്ക് അതിന്റെ ഉത്തരങ്ങളൊക്കെ ലഭിക്കും. ചോദിച്ചോളൂ. നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ചോദിച്ചോളൂ. ഹലോ. പറഞ്ഞോളൂ. സാറേ, നമ്മൾ ഇപ്പോൾ SPDCയുടെ കാര്യം പറഞ്ഞു. നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന SPDയുടെ വാല്യൂ എത്രയും വോൾട്ടേജ് ഡിപ്പെൻഡിങ് ആണോ, കറണ്ട് ഡിപ്പെൻഡിങ് ആണോ ഉപയോഗിക്കുന്നത്? AC-യിലും DC-യിലും നമ്മൾ SPD പറയുന്നുണ്ട്. SPD അതിന്റെ വാല്യൂ വോൾട്ടേജ് ബേസ്ഡ് ആണോ കറണ്ട് ബേസ്ഡ് ആണോ നമുക്ക് വോൾട്ടേജ്? അപ്പൊ നോർമലി അത് എത്ര വോൾട്ടേജ് ആണ് നമ്മൾ നോക്കുന്നത്? AC ആണെങ്കിലും DC ആണെങ്കിലും നമുക്ക് നോർമലി ഒരു വാല്യൂ ഉണ്ടാവില്ല. ഒരു ഇത് ഡിപ്പെൻസ്. ഇപ്പൊ 3 ഫേസ് ആണോ സിംഗിൾ ഫേസ് ആണോ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി വല്ല നമുക്ക് പറയുന്നത് നമ്മൾ സാധാരണ SPDകളുടെ റേറ്റിംഗ് ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ് പറയാറ്. ആ ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജ് 275, 280 അല്ലെങ്കിൽ 320, അത് ആ ഒരു റേഞ്ചിലുള്ള SPD നമുക്ക് മാർക്കറ്റിൽ ജനറൽ ആയിട്ട് കിട്ടുന്നത്. അതിന്റെ മുകളിലേക്കുള്ള SPD ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട അതിന്റെ ആംബിയർ ആണ്. 20 കിലോ ആംബിയർ 40 കിലോ ആംബിയർ എത്രയാണ് അതിന്റെ കപ്പാസിറ്റി? അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ സ്ഥലം, നമ്മൾ വെക്കുന്ന സ്ഥലത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കിലോ ആംബിയറിന്റെ കപ്പാസിറ്റി. ടൈപ്പ് 1+2 ആണെങ്കിൽ 80 കിലോ ആംബിയർ ഉണ്ടാവും. ടൈപ്പ് 2 ആണെങ്കിൽ 20 ആംബിയർ വരും. നോർമലായിട്ട് 10 ആംബിയർ അങ്ങനെ വരും. 10 കിലോ ആംബിയർ വരും. സാറ് ഒരു സംശയം, മണ്ടത്തരാണെ ക്ഷമിക്കണം. അതായത് KICBയിൽ നിന്ന് നമുക്ക് അപ്രൂവൽ കിട്ടുന്നത് മിനിമം 2 കിലോ വാട്ട് ഉണ്ടെങ്കിലാണെന്നാണ് ഞാൻ കേട്ടിരുന്നത്. ഇന്ന് സാറ് പറഞ്ഞിരുന്നപ്പോ 1 കിലോ വാട്ടിനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിരുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 1 കിലോ വാട്ട് ഒക്കെ ചെയ്താൽ എങ്ങനെ മുതലാകാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. അത് കിട്ടുമായിരിക്കും, അറിയില്ല. എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. 1 കിലോ വാട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ മുതലാകാനോ? മുതലാകത്തില്ല. അല്ല തമിഴ്നാട്ടിൽ പോയി ചെയ്യണം. മറ്റൊരു ചെയ്യുന്നോട്ട് തമിഴ്നാട്ടിൽ ഈ സാധനം വാരിപ്പുറക്ക് 1 കിലോ വാട്ട് ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. 1 കിലോ വാട്ടിന്റെ അപ്രൂവൽ കിട്ടുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ യൂഷ്വലി മിക്ക ബ്രാൻഡുകളുടെ ഇൻവേർട്ടേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ 2 കിലോ വാട്ടും അതിന് മുകളിലോട്ടുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞൊരു കാര്യമില്ലേ, അതായത് പുതിയ റൂള് പ്രകാരം സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി ഇൻവേർട്ടർ കപ്പാസിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന സർക്കുലർ പ്രകാരം. അപ്പൊ അതുകൊണ്ട് നമ്മള് 2 കിലോ വാട്ടിന്റെ ചെയ്യുന്നതിന് തുല്യം തന്നെ ആയിരിക്കും. പാനൽ ഇച്ചിരി കുറച്ചാ വെച്ചിരിക്കുന്നതെങ്കിലും. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള ടിൻസ് കുറച്ചുകൂടെ പറഞ്ഞതിനോട് ബന്ധപ്പെട്ടാണ്. ഹലോ ടിൻസു. സിനിച്ചേട്ടാ ചോദിച്ചോ. ടിൻസു, ഞാൻ ഒരു കാര്യം ചോദിക്കാം. ടിൻസു കുറച്ചുകൂടെ പറഞ്ഞില്ല നമ്മുടെ ഫീസിബിലിറ്റിയുടെ കാര്യം. നമ്മുടെ ലോഡ് നമ്മുടെ ബില്ലിൽ എത്ര ഉണ്ടാവും? ഇപ്പം 5 കിലോ വാട്ട് ആണെങ്കിൽ 5-ന് മുകളിലേക്ക് നമുക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞില്ലായിരുന്നോ? പുതിയ റൂള് വരുന്നെന്നോ അതോ നിലവിൽ? അത് നിലവിലായി. കണക്റ്റഡ് ലോഡ് കൂടുതൽ ഇപ്പം ഫീസിബിലിറ്റി കിട്ടില്ല. അപ്പൊ ഓൾറെഡി നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നതിൽ നിന്നും അത് പ്രശ്നം വരത്തില്ലല്ലോ? കിട്ടിയിരിക്കുന്നതിന് യൂഷ്വലി പ്രശ്നം വരത്തില്ല. പക്ഷെ ചില സെക്ഷനുകളിൽ പ്ലാന്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ഫീസിബിലിറ്റി മാത്രമല്ല പ്ലാന്റ് രജിസ്ട്രേഷനും കൂടെ തീർത്തിടുക. പ്ലാന്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ ചെല്ലുമ്പം കണക്റ്റഡ് ലോഡ് കുറവാണെങ്കിൽ എയ്മാര് ലോഡ് റിവേഴ്സ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പം ചെറിയ കപ്പാസിറ്റികളിൽ അതൊരു പ്രശ്നമല്ല. ഇപ്പോഴത്തെ ഏതാണ്ട് അടുത്ത മാസം 31 വരെ എങ്ങാണ്ട് KSCB നമ്മൾ സ്വയം കണക്റ്റഡ് ലോഡ് വെളിപ്പെടുത്താൻ ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അത് വെള്ളപ്പേപ്പറെ കസ്റ്റമർ എന്റെ കണക്റ്റഡ് ലോഡ്, ഇപ്പൊ ഉദാഹരണം നിങ്ങളൊരു 5 കിലോ വാട്ട് ചെയ്യാൻ ഫീസിബിലിറ്റി എടുത്ത് 3 കിലോ വാട്ടെ കണക്റ്റഡ് ലോഡ് KSCBയുടെ ബില്ലിലുള്ളതെങ്കിൽ വെള്ളപ്പേപ്പറിൽ എഴുതി എന്റെ കണക്റ്റഡ് ലോഡ് 5 ഉണ്ട് അല്ലെങ്കിൽ 6 ഉണ്ടെന്ന് എഴുതി കൊടുത്ത് 3 ഫേസ് ആക്കേണ്ടതാണെങ്കിൽ വീട് 3 ഫേസ് ആക്കിപ്പിക്കണം. അല്ലാതെ ഓൾറെഡി 3 ഫേസ് തന്നെയാണ് കണക്റ്റഡ് ലോഡ് റിവേഴ്സ് ചെയ്യിക്കണമെങ്കിൽ അത് റിവേഴ്സ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ.
ടിൻസോ ഓക്കെ എന്റെ ഓക്കെ മറ്റേ ഓക്കെ താങ്ക് യു. സൗണ്ട് ചെയ്യട്ടെ. ടിൻസോ പറഞ്ഞോളൂ. ഈ കണക്റ്റഡ് ലോഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ഇതിൽ വന്നിരിക്കുന്ന സർക്കുലറിൽ വന്നിരിക്കുന്നത് 20 കിലോവാട്ടിന് മുകളിലോട്ട് ഡൊമസ്റ്റിക് സെക്ടറിൽ 20 കിലോവാട്ടിന് മുകളിലോട്ട് ഉള്ളവർക്കാണ് ഇറസ്പെക്ട് ഓഫ് ദി ലോഡ് ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ടാവില്ല, നെറ്റ് മീറ്ററിംഗ് ഫെസിലിറ്റി ഉണ്ടാവില്ല. അത് KCB നെറ്റ് മീറ്ററിംഗ് ഫെസിലിറ്റി ബാങ്കിങ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്? 20 കിലോവാട്ടിന്റെ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഡൊമസ്റ്റിക് കസ്റ്റമർ ആണെങ്കിൽ 20 കിലോവാട്ട് വരെ കണക്റ്റഡ് ലോഡ് നോക്കാതെ ചെയ്യാം. പക്ഷേ അതിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു പ്രൊവിഷൻ നമുക്ക് കിടപ്പുണ്ട്. പക്ഷെ അതിനുള്ളിൽ തന്നെ വേറെ രണ്ട് കാര്യം കൂടെ ഉണ്ട്. ഒന്ന്, നമ്മൾ വീട് പണി നടക്കുന്ന സ്റ്റേജ്, കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണെങ്കിൽ അത് 6 ഡൊമസ്റ്റിക്കിലായിരിക്കില്ല. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് പേപ്പർ വർക്കും ഫീസിബിലിറ്റിയും കാര്യങ്ങളും ഒന്നും പ്രൊസീഡ് ചെയ്യാൻ പറ്റാതെ വരും, ഡൊമസ്റ്റിക് ആണെങ്കിലും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത് ഒരു കേസ് എന്ന് പറയുന്നത് ഈ 20 കിലോവാട്ടിന് മുകളിലാണെങ്കിൽ നമുക്ക് നെറ്റ് മീറ്ററിങ്ങിന് ഇത് കിട്ടും. പിന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, പറയാൻ ലിസ്റ്റ് വിട്ടുപോയല്ലോ. 3 ഫേസ്, അത് തന്നെ 5 കിലോവാട്ടിന് മുകളിലുണ്ടെങ്കിൽ 3 ഫേസ് തന്നെ വേണം. അപ്പം നമുക്ക് ഉദാഹരണത്തിന് സ്പീഡ് സിംഗിൾ ഫേസ് ആണെങ്കിൽ 8 കിലോവാട്ട് സിസ്റ്റം ചെയ്യാൻ പറ്റില്ല. അപ്പം അല്ലെ 6 കിലോവാട്ട് സിസ്റ്റം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഈ രണ്ട് കാര്യം കൂടെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കിൽ ശരിയാണ് 20 കിലോവാട്ട് വരെ നമുക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് കണക്റ്റഡ് ലോഡ് ആണ്. കണക്റ്റഡ് ലോഡ് നോക്കണ്ട. അതെ, ഓർമ്മിച്ചത് നന്നായി. സാറേ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമ്മുടെ ഗ്രിഡ് ഇന്റഗ്രേഷന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ് സാർ? 5 കിലോവാട്ട് വരെ സിംഗിൾ ഫേസും പിന്നെ 5 to 50 കിലോവാട്ട് 3 ഫേസും അല്ലേ? അതിന് മുകളിലോട്ട് എങ്ങനെയാണ് സാർ അതിന്റെ ഒരു ക്രൈറ്റീരിയ? അങ്ങനല്ല, 5 കിലോവാട്ട് വരെ സിംഗിൾ ഫേസ്. 5 കിലോവാട്ടിൽ നമുക്ക് ഇത് രണ്ടിൽ ഏതും വെക്കാം, സിംഗിൾ ഫേസും വെക്കാം, 3 ഫേസും വെക്കാം. എന്നാൽ 5 കിലോവാട്ട് സിംഗിൾ ഫേസ് വെക്കുന്ന സ്ഥലങ്ങളിൽ ചില ഏരിയാസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഫീഡ് ചെയ്തിരിക്കുന്ന 6 ഫേസിലാണെങ്കിൽ ആ ഫേസിൽ ആ ഏരിയയിലെ ട്രാൻസ്ഫോമറിൽ ലോഡ് ഇല്ലെങ്കിൽ വോൾട്ടേജ് കൂടി ഓട്ടോമാറ്റിക് ആയിട്ട് ഹയർ കട്ട് ഓഫ് വോൾട്ടേജ് ഇല്ലേ 264, അവിടം വരെ എത്തിയിട്ട് ഇൻവെർട്ടർ ഓഫ് ആയി പോകും. വീണ്ടും ഇൻവെർട്ടർ സ്റ്റാർട്ട് ആയിട്ട് വോൾട്ടേജ് റൈസ് ആയി 264 എത്തുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ലോഡ് കുറവുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ 5 കിലോവാട്ട് ചെയ്യുമ്പം എപ്പോഴും 3 ഫേസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അതുപോലെ മുമ്പേ പറഞ്ഞ കാര്യം, 5 കിലോവാട്ട് താഴെ സിംഗിൾ ഫേസും 5-ന് മുകളിൽ അതിപ്പോ 100 ആണെങ്കിലും 200 ആണെങ്കിലും 500 ആണെങ്കിലും എല്ലാം 3 ഫേസ് സിസ്റ്റം. ആ ഇൻവെർട്ടേഴ്സിനെ പാരലൽ ചെയ്യുന്നുണ്ടെന്ന് മാത്രം. 415 വോൾട്ട് 3 ഫേസ് സിസ്റ്റം തന്നെ ആയിരിക്കും. ഓക്കെ സാർ, താങ്ക് യു. അതേപോലെ തന്നെ സാർ, ഒരു വെബിനാറിൽ ഇപ്പൊ അടുത്ത് തന്നെ സോളാറിന്റെ 40% ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കൊടുക്കാറുള്ളൂ എന്ന് ഒരു കണ്ടു. സാർ ഇപ്പോ 75% വരെ ഇപ്പോ നമ്മൾ കൊടുക്കുന്നു. അതെ, സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്, KCBയുടെ സർക്കുലർ വന്നിട്ടുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. സാർ ഇപ്പൊ പറഞ്ഞ ഒരു 3 ഫേസിന്റെ കേസ് പറഞ്ഞില്ലായിരുന്നു? ഒരു അതായത് ഇപ്പൊ അവിടെ 3 ഫേസ് സപ്ലൈ ഉണ്ട് നിലവിൽ. അവിടെ 5 കിലോവാട്ട് നമ്മൾ 3 ഫേസിന്റെ ഓൺ ഗ്രിഡ് ചെയ്യണോ അതോ സിംഗിൾ ഫേസിന്റെ ഓൺ ഗ്രിഡ് ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ ഉണ്ടാവുക? അതുപോലെ എല്ലാ ഫേസിലും അത്യാവശ്യം ഈക്വൽ ലോഡുകളുണ്ട്. ഒരു ഫാം ഹൗസ് ആണ്, അവിടെ ഫാമാണ്. അപ്പൊ ഏതായിരിക്കും നമുക്ക് കുറച്ച് ബെറ്റർ ഉണ്ടാവുക? അതായത് ആ സൈറ്റിലെ ലോഡ് എന്നുള്ളതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് 3 ഫേസ് സിസ്റ്റം ആയിട്ട് നമ്മുടെ ആ ഏരിയ, ആ ടോട്ടൽ ഏരിയയിൽ ആ ട്രാൻസ്ഫോമറിലെ ലോഡ് കുറവാണെങ്കിൽ നമ്മൾ സിംഗിൾ ഫേസ് വെച്ചാൽ അവിടെ കണ്ടിന്യൂസ്ലി പ്രശ്നം ഉണ്ടാവും. വോൾട്ടേജ് റൈസ് ആയിട്ട് ട്രിപ്പായി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളിടം 3 ഫേസ് വെക്കുന്നതാണ് നല്ലത്. എന്നാൽ ആ ട്രാൻസ്ഫോമറിന്റെ ആ ഫേസിൽ ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് 5 കിലോവാട്ട് സിംഗിൾ ഫേസ് വെച്ചാലും മതി. സിംഗിൾ ഫേസ് ആണെങ്കിൽ നമുക്ക് ഇൻവേർട്ടറിന് കോസ്റ്റ് കുറച്ച് കുറവുണ്ട്, വയറിങ്ങിൽ കുറച്ച് സേവിങ്സ് ചെയ്യാം. അതുപോലെ SPD സിംഗിൾ ഫേസിന്റെ SPD വെച്ചാൽ മതി. ഇനി മാത്രമല്ല, ചില ഏരിയാസിൽ എപ്പോഴും ഒരു ഫേസിൽ വോൾട്ടേജ് ഭയങ്കര കുറവായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫേസിൽ കണക്ട് ചെയ്തിടാം. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് സിംഗിൾ ഫേസ് വെച്ചാലും മതിയാവും. സാർ, ഒരു സംശയം. സാർ, ഈ LT കണക്ഷൻ ഉള്ള സ്ഥലങ്ങളിലെ അവിടെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് എത്ര വരെ ഫീസിബിലിറ്റി ലഭ്യമാവും? അതേപോലെ തന്നെ
കമേഴ്സ്യൽ ആളുകൾക്ക് എത്ര വരെ പവർ പ്ലാന്റ് വെക്കാനുള്ള അനുവാദം കിട്ടും? അത് ശരിക്കും പറയുന്നത് നേരത്തെ ആണെങ്കിൽ ഡൊമസ്റ്റിക്കിനും കൊമേഴ്ഷ്യലിനും എല്ലാം ഒരുപോലെ തന്നെയായിരുന്നു റൂള്. സിംഗിൾ ഫേസ് കൺസ്യൂമേഴ്സിന് 5 കിലോവാട്ട് വരെയും 3 ഫേസ് കൺസ്യൂമേഴ്സിന് 100 കിലോവാട്ട് വരെയും വെക്കാം എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റൂള്. HT ആണെങ്കിൽ 100-ന് മുകളിൽ. ഇപ്പോഴത്തെ ഇതും പ്രകാരം 3 ഫേസ് സിംഗിൾ ഫേസ് കസ്റ്റമർ അതിപ്പോ കൊമേഴ്ഷ്യൽ ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും LT ആണെങ്കിലും എല്ലാം 5 കിലോവാട്ട് വരെ പറ്റുള്ളൂ സിംഗിൾ ഫേസ്. 3 ഫേസ് കസ്റ്റമേഴ്സ് ഡൊമസ്റ്റിക് ആണെങ്കിൽ 20 കിലോവാട്ട് വരെ കണക്റ്റഡ് ലോഡ് നോക്കാതെ ഫീസിബിലിറ്റി കിട്ടും. 20 കിലോവാട്ടിന്റെ മുകളിലാണെങ്കിൽ നമ്മുടെ കണക്റ്റഡ് ലോഡ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഡിമാൻഡ് എത്രയാണോ അതിൽ കുറച്ച് മാത്രമേ നമുക്ക് സോളാർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത്രയും വരെ. കൊമേഴ്ഷ്യലിലും അതുപോലെ തന്നെയാണ്. പക്ഷെ കൊമേഴ്ഷ്യൽ 20 വരെ കണക്റ്റഡ് ലോഡ് നോക്കാതെ ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ അവൈലബിൾ അല്ല. അതുകൊണ്ട് കൊമേഴ്ഷ്യൽ താരിഫിലുള്ള കസ്റ്റമേഴ്സിന് കണക്റ്റഡ് ലോഡിൽ കുറച്ച് സോളാർ ചെയ്യാനേ അനുവാദമുള്ളൂ. സോളാർ ചെയ്യാനേ അനുവാദമുള്ളതല്ല, സോളാർ ചെയ്താലേ നെറ്റ് മീറ്ററിംഗ് ഫെസിലിറ്റി കിട്ടുള്ളൂ. അല്ലെങ്കിൽ 1 മെഗാവാട്ടിന് മുകളിൽ ചെയ്യുന്നതിന്റെ പേപ്പർ വർക്കിലോട്ട് പോകും. അത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഓൺഗ്രീഡിന്റെ ക്ലാസ് കഴിയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിനുള്ള റിപ്ലൈ വന്നില്ല. നമ്മളിപ്പോൾ നിലവിൽ ഒരു കസ്റ്റമർക്ക് ഒരു 5 കിലോ വാട്ട് ഉണ്ട്. ഇപ്പം പുള്ളി പറയുകയാണ് ഇപ്പോൾ 5 കിലോ വാട്ട് കൂടെ അഡീഷണൽ വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെക്കുന്നതിന് മുമ്പ് നമുക്കിപ്പം 10 കിലോ വാട്ട് നേരെ കൊടുക്കാതെ കൊണ്ട് ഒരു 5 കിലോ വാട്ടിന്റെ അഡീഷണൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പാനൽ കൂട്ടുന്നതിന്റെ കൂട്ടത്തിൽ ഇൻവെർട്ടർ സെപ്പറേറ്റ് തന്നെ നമുക്ക് വെക്കണ്ടേ? അല്ലാണ്ട് വേറെ പ്രൊവിഷൻ ഒന്നും ഇല്ലല്ലോ. വെക്കണം, ഇൻവെർട്ടർ സെപ്പറേറ്റ് വെക്കണം. നമുക്ക് ഇൻവെർട്ടേഴ്സ് മാക്സിമം ഒരു 20% വരെയൊക്കെയാണ് മിക്ക ബ്രാൻഡുകൾ ഓവർലോഡ് ചെയ്യാൻ പ്രൊവിഷൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് 5 കിലോട്ട് വെച്ചിരിക്കുന്നിടത്ത് ഒരു 5 കൂടെ വെക്കണമെങ്കിൽ ഇൻവെർട്ടർ പുതിയത് തന്നെ വെക്കണം. എന്നാൽ 5 കിലോ വാട്ട് വെച്ചിരിക്കുന്നിടത്ത് ഒരു 6 കിലോ വാട്ട് ആക്കി 1 കിലോ വാട്ട് കൂടെ എക്സ്ട്രാ ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ അതിൽ തന്നെ ലോഡ് ചെയ്യാൻ മിക്ക ബ്രാൻഡുകൾക്കും പ്രൊവിഷൻസ് ഉണ്ട്. അത് ആ കമ്പനിയുടെ ഡേറ്റാ ഷീറ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. മീൻസ് എൻ്റെ വീട്ടിലൊരു 3 കിലോ വാട്ട് ഞാൻ ഓൺ ഗ്രിഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇൻവെർട്ടർ 5 കിലോ വാട്ട് ആണ്. എനിക്കിപ്പം ഇതിൻ്റെ കപ്പാസിറ്റി അതിന് 2 MBPT ഉണ്ട്. ഒരു സ്ട്രിങ് കൂടെ അതിൽ ആഡ് ചെയ്യണം. അതിന് പ്രത്യേകം സ്പെഷ്യൽ പെർമിഷൻ വല്ലോ KCB എടുക്കണോ, അതോ എനിക്ക് എക്സ്ട്രാ ഡിഫറെന്റ് വോൾട്ടേജിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? സ്ട്രിങ്ങിന്റെ വോൾട്ടേജിൽ ഡിഫറൻസ് വന്നാൽ കുഴപ്പമുണ്ടോ? അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് പറഞ്ഞാല് നമുക്ക് സിസ്റ്റത്തിൽ ഓൾട്ടറേഷനോ എഡിറ്റിങ്ങോ ചെയ്താൽ KCBയിൽ അറിയിക്കണമെന്ന് തന്നെയാണ്. കാരണം നമ്മൾ വർക്ക് തീർക്കുമ്പോൾ ഉള്ള കംപ്ലീഷൻ റിപ്പോർട്ട് ഉണ്ടല്ലോ KCBയിൽ കൊടുക്കുന്നത്, അത് കൊടുക്കുമ്പോൾ നമ്മൾ ആ സ്ട്രിങ്ങിന്റെ ഡീറ്റെയിൽസ്, വോൾട്ടേജ്, നമ്പർ ഓഫ് പാനൽസ്, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ആ കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് അതിന് പ്രകാരം എഗ്രി ചെയ്ത് നെറ്റ് മീറ്റർ അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ആ സിസ്റ്റത്തിൽ ഒരു ഓൾട്ടറേഷൻ നമ്മൾ വരുത്തിയാല് തീർച്ചയായിട്ടും KCBയിലെ അറിയിച്ചിട്ട് KCBയുടെ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെ പ്രൊസീജിയറിൽ നമുക്ക് ഓൾട്ടറേഷൻ അല്ലെങ്കിൽ അഡീഷൻ അങ്ങനെ ചെയ്യുവാണെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ കിടപ്പുണ്ട്. അതിനകത്തൂടെ അത് അപ്ലൈ ചെയ്ത് നമ്മൾ അവരെ ഇൻഫോം ചെയ്യണം. ഇനി വേറൊരു കാര്യമുള്ളത്, ഞാൻ പറഞ്ഞില്ലേ പഴയ റൂളും പുതിയ റൂളും എന്ന്. പഴയ റൂളിൽ പാനൽ കപ്പാസിറ്റി ആയിരുന്നു സിസ്റ്റം കപ്പാസിറ്റി. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഫീസിബിലിറ്റി എടുത്തിരിക്കുന്നത് 3 കിലോ വാട്ടിന്റെ ആണെങ്കിൽ ഫീസിബിലിറ്റി ഉൾപ്പെടെ 5 കിലോ വാട്ടിന്റെ എടുക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾ 5 കിലോ വാട്ടിന് ഇൻവേർട്ടർ വെച്ചിരുന്നത് കൊണ്ട് ഫീസിബിലിറ്റിയും പ്ലാന്റ് രജിസ്ട്രേഷനും എല്ലാം 5 കിലോ വാട്ടിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കാര്യങ്ങളൊന്നും എക്സ്ട്രാ വരാതെ പാനൽ ആഡ് ചെയ്ത് ഒരു സ്ട്രിങ് കൂടെ കണക്ട് ചെയ്തുകൊണ്ട് KCBയിൽ ഇൻഫോം ചെയ്തു പോകുന്നതിൽ തെറ്റില്ല. ഇനി ഇതിനകത്തൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ 4 വർഷം മുമ്പ് ചെയ്ത ഓൺ ഗ്രിഡ് സിസ്റ്റംസ് പോലും ഇതുവരെ ആരും ഇൻസ്പെക്ട് ചെയ്യാനോ മോണിറ്റർ ചെയ്യാനോ ഒന്നും ഇതുവരെ സാധാരണഗതിയിൽ വരാറില്ല. പക്ഷെ വരും ഭാവിയിൽ അതൊക്കെ വേണ്ടി വരും. അപ്പൊ ഇൻസ്പെക്ഷൻ കൊണ്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ ഇപ്പൊ ഈ 3 കിലോ വാട്ട് സൈറ്റിലോട്ട് ഒരു 2 കിലോ വാട്ട് പാനലിലൂടെ ആഡ് ചെയ്ത് ഒരു സിംഗിൾ സ്ട്രിങ് DCDB കൂടെ അങ്ങോട്ട് വെച്ചിട്ട് കണക്ട് ചെയ്താൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ഓക്കെ, താങ്ക് യു. ടിൻസ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ നെറ്റ് മീറ്ററിങ്ങും ഗ്രോസ് മീറ്ററിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയാമോ? നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്നു, മിച്ചമുള്ളത് അങ്ങോട്ട് കൊടുക്കുന്നു, അങ്ങോട്ട് കൊടുത്തിട്ട് ബാലൻസ് ഉള്ളത് നമ്മൾ തിരിച്ചെടുക്കുന്നു.
രാഹുല് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തന്നെ കറക്റ്റ് ചെയ്തോണേ. അതുപോലെ ഈ ബാലൻസ് ഉള്ളത് തിരിച്ചെടുത്തിട്ട് ഇതിന്റെ ഡിഫറൻസ് നമ്മൾ ഈ അങ്ങോട്ട് കൊടുക്കുന്ന യൂണിറ്റിനെ നമുക്ക് 1 വർഷം വരെ പീരീഡ് ഉണ്ട്, അതിനുള്ളിൽ എപ്പോഴെങ്കിലും തിരിച്ചെടുത്ത് ഉപയോഗിച്ചാൽ മതി. അന്ന് വൈകിട്ട് തന്നെ എടുക്കണമെന്നില്ല. നമുക്ക് അത് ഒക്ടോബർ 1 ടു സെപ്റ്റംബർ 31 ആണെന്ന് തോന്നുന്നു KSBയുടെ സെറ്റിൽമെന്റ് പീരീഡ്. ആ പീരീഡിനുള്ളിൽ എപ്പോഴെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനെ തിരിച്ചെടുത്ത് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനെ പകല് നേരിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇപ്പൊ ഉദാഹരണം 1000 യൂണിറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുത്തു, 1200 യൂണിറ്റ് ഇങ്ങോട്ട് എടുത്താൽ ആ മാസം 200 യൂണിറ്റിന്റെ ബില്ലടച്ചാൽ മതി. ഇനി തിരിച്ച് 1200 യൂണിറ്റ് വീതം എല്ലാ മാസവും എക്സ്പോർട്ട് നടക്കുന്നുണ്ട്, 1000 യൂണിറ്റ് വീതമാണ് ഇങ്ങോട്ട് എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 200 യൂണിറ്റ് വീതം ക്യുമുലേറ്റ് ചെയ്ത് എക്സ്ട്രാ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ആ 200 യൂണിറ്റ് വീതം വരുന്നത് ഒരു 10 മാസം ആയി കഴിയുമ്പോൾ 1000 യൂണിറ്റ് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് തിരിച്ചെടുത്ത് ഉപയോഗിച്ച് തീർക്കാം. ഈ ഫെസിലിറ്റികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത്. ഇനി ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നില്ല, നമ്മൾ ടോട്ടൽ പ്രൊഡക്ഷൻ ലൈനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. എത്ര യൂണിറ്റ്, അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ബൈ ഡയറക്ഷണൽ മീറ്ററിന്റെ ആവശ്യമില്ല. ഗ്രോസ് മീറ്ററിംഗ് ആണ് ചെയ്യുന്നത്. ഒരു യൂണി ഡയറക്ഷണൽ മീറ്റർ വെച്ചിട്ട് ആകെ മൊത്തം എത്ര നമ്മൾ ഉൽപ്പാദിപ്പിച്ചോ അത് മുഴുവൻ ഗ്രിഡിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് KSEB പറയുന്ന റൂൾ പ്രകാരം ഒന്നുകിൽ അതിന് ക്യാഷ് ആയിട്ട് നമുക്ക് തിരിച്ചു തരുമോ, അല്ലെങ്കിൽ അത് നമ്മുടെ യൂണിറ്റിൽ കുറച്ച് തരുമോ. യൂണിറ്റിൽ കുറച്ച് തരുമല്ല, ഗ്രോസ് മീറ്ററിംഗിന്റെ സാധാരണ പ്രൊസീജിയർ നമുക്ക് ക്യാഷ് ആയിട്ട് റീബേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് തന്നെ വലിയൊരു അപകടം വന്നിരിക്കുന്നത് റീസെന്റ് ഒരു സെൻട്രലിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഡ്രാഫ്റ്റ് പറയുന്നത് 5 കിലോവാട്ടിന് മുകളിൽ ഗ്രോസ് മീറ്ററിംഗ് മതി എന്നൊരു സജഷൻ അവർ വെച്ചു. അത് റൂൾ ആയിട്ടില്ല. ഡിസ്കോംസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെയൊക്കെ പറയുന്നു, ചില ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്നാ ഇപ്പൊ നമ്മുടെ KSEB ഒക്കെ സോളാർ ചെയ്യാൻ പോവാണല്ലോ. അങ്ങനെ വന്നാൽ ഇവൻ KSEBക്ക് പോലും സോളാർ ചെയ്യുന്നതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളും അവരുടെ ടെൻഡർ പോലും വേണമെങ്കിൽ ചിലപ്പം റീഫ്രെയിം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വരുമെന്നും വരത്തില്ലെന്നും പറയുന്നു. വന്നാൽ ഒരു നല്ല ശതമാനം സോളാർ ഇൻഡസ്ട്രി പിന്നില്ല. അത് പക്ഷെ സെൻട്രൽ റെഗുലേറ്ററി കമ്മീഷന്റെ അവരുടെ ഓർഡർ ആയിട്ട് ഇറങ്ങിയതാണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, ഇറങ്ങിയതല്ല, CEAയിൽ നിന്നൊരു ഡ്രാഫ്റ്റ് വന്നിട്ടേ ഉള്ളൂ. എല്ലാ സ്റ്റേറ്റുകളോടും അഭിപ്രായങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. അതിന് റിപ്ലൈ കൊടുക്കുന്ന അനുസരിച്ചിട്ട് അവര് ഡിസൈഡ് ചെയ്ത് റൂളാക്കും. സാർ, അങ്ങനെ ഒരു റൂള് വരാണെങ്കിൽ അത് ശരിക്കും സോളാർ മേഖലനെ താഴോട്ട് കൊണ്ടിരില്ലേ? അത് തീർച്ചയായിട്ടും ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം 9 രൂപ പ്ലസ് ഡ്യൂട്ടി, 10 രൂപ 22 പൈസ കൊമേഴ്ഷ്യൽ താരിഫിൽ റേറ്റ് ഉള്ള കസ്റ്റമർ, അല്ലെങ്കിൽ 7 രൂപ 8 രൂപ ഡൊമസ്റ്റിക് താരിഫിൽ റേറ്റ് ഉള്ള കസ്റ്റമർ സോളാർ വെച്ചിട്ട് 100 യൂണിറ്റ് അങ്ങോട്ട് കൊടുത്താൽ ആ 100 യൂണിറ്റിന് ഈ 8 രൂപ 10 രൂപ വെച്ച് സേവ് ചെയ്യബിൾ ആണല്ലോ സോളാർ ലാഭകരമാകുന്നത്. അതിന് പകരം കേരളത്തിന് വെളിയിൽ നിന്ന് അവരൊരു വർഷം മേടിച്ച വൈദ്യുതിയുടെ ആവറേജ് തുകയായ 3 രൂപ വീതം നമുക്ക് ഇങ്ങോട്ട് തരുമെന്ന് പറഞ്ഞാല് ഇൻഡസ്ട്രിക്ക് ഭയങ്കര വലിയൊരു തിരിച്ചടിയായിരിക്കും. ശരിക്കും ഗ്രോസ് മീറ്ററിംഗിന്റെ പവർ പർച്ചേസ് അഗ്രിമെന്റ് ശരിക്കും ഒരു 10 വർഷമൊക്കെയാണല്ലോ സാധാരണ കൊടുക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ ചെലവിൽ കൊടുക്കുമ്പോ അത് ഭയങ്കര നഷ്ടം തന്നെയായിരിക്കും അല്ലെ? അതെ. ഹലോ, ബെനിഫിറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഗ്രോസ് മീറ്ററിംഗ്, നെറ്റ് മീറ്ററിംഗ് വെക്കുമ്പോഴാണ്. ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറയുന്നത് അതിന്റെ എൻ്റെ പ്രൊസീജിയറിൽ ഡിഫറൻസ് ഉണ്ട്. ഈ പവർ KSEB നമ്മുടെ നിന്ന് മേടിക്കുക, നമ്മളൊരു പവർ ജനറേറ്റിംഗ് കമ്പനി പോലെ ആവുക. ഇത് നമ്മുടെ നിന്ന് മേടിച്ചിട്ട് അതിന്റെ തുക അവർ തിരിച്ചു തരുമോ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ വേറൊരു സ്ഥാപനം വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് സെറ്റിൽ ചെയ്യുന്ന രീതിയിലോ ഒക്കെയുള്ള പ്രൊസീജിയറാണ്. അത് എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറയുന്നത് ശരിക്കും പ്രാക്ടിക്കലി ഈ മെഗാവാട്ട് സ്കെയിൽ പ്രോജക്റ്റുകളൊക്കെ വലിയ ഗൾഫ് കൺട്രീസിലും അങ്ങനെയുള്ളത് വലിയ പ്രോജക്റ്റുകൾ ചെയ്തില്ലേ, എന്നിട്ട് നമ്മുടെ സെൻട്രൽ ഗ്രിഡിലേക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് തരുന്നു. അങ്ങനെയുള്ള സെഗ്മെന്റിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരു രീതിയാണ് ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ റിക്വയർമെന്റ് ഉള്ള കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ലാഭകരമല്ല. ടിൻസു, അവിടെ ഒരു പോയിന്റ് ഒന്നും കൂടെ ചോദിച്ചോട്ടെ.
നമ്മളിപ്പോ 3 സെഗ്മെന്റ് ആയിട്ട് തിരിക്കാനുള്ള ഒരു ഡ്രാഫ്റ്റ് വരികയാണെങ്കിൽ അത് ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ പ്രൈവറ്റൈസേഷൻ ചെയ്യാനൊക്കെ ഉള്ള സാധ്യത വരികയാണെങ്കിൽ ഗ്രോസ് മീറ്റർ അത് ചാൻസസ് ഉണ്ടാവോ? ശരിക്ക് രണ്ട് രീതി കേൾക്കുന്നുണ്ട്. ഇങ്ങനൊരു ഇത് വന്നാൽ നമുക്ക് 175 ജിഗാവാട്ട് നമ്മുടെ ടാർഗറ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇന്ത്യയുടെ. അപ്പം ആ രീതിയിലൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ റിന്യൂവബിൾ എനർജി ലെവലിൽ ചിന്തിച്ചാൽ ഗ്രോസ് മീറ്ററിംഗ് വന്നാൽ പിന്നെ സോളാർ ഇൻഡസ്ട്രി ഓൾമോസ്റ്റ് ഒരു 70-80% അല്ലെ അതിൽ കൂടുതൽ പിന്നെ ഇല്ല. അതുകൊണ്ട് അത് വരില്ല എന്ന് ഈവൻ ഡിസ്കോംസ് പോലും ഇപ്പൊ സോളാർ ചെയ്യുകയും അവര് MNRE-ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് സബ്സിഡി വരെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള സ്കീമും ഒക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മറുവശത്ത് പറയുന്നത് ഈ സോളാർ കപ്പാസിറ്റികൾ കൂടുന്നതിനനുസരിച്ച് ഈ ഡിസ്കോംസിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ KSEB പോലുള്ള പവർ സപ്ലൈ ചെയ്യുന്ന കമ്പനികളുടെ വരുമാനം ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 50,000 രൂപ കറണ്ട് ബില്ലുള്ളവരടുത്ത് നമ്മൾ കൊണ്ട് സോളാർ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പൈസ നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നു, അതിന്റെ ലാഭം നമ്മൾ എൻജോയ് ചെയ്തു, ബാക്കി പ്രൊഡക്റ്റ് മറ്റു കമ്പനികളിലേക്ക് പോയി. അതിന്റെ ടാക്സ് അല്ലേ ശരിക്കും ഗവൺമെന്റിനെ കിട്ടുന്നുള്ളൂ. ഈ 50,000 രൂപ കറണ്ട് ബില്ല് പിന്നെ നമ്മൾ അടയ്ക്കത്തില്ലല്ലോ, ഫിക്സഡ് ചാർജ് മാത്രമല്ലേ പിന്നെ കൊടുക്കത്തുള്ളൂ. ആ ഒരു തുക അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ചില ആളുകൾ അതിനെ ചില സ്റ്റേറ്റുകൾ സപ്പോർട്ട് ചെയ്യുവാന്നും കേൾക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ അസോസിയേഷൻ ലെവലിലൊക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും സോളാർ അസോസിയേഷൻസ് പോലുള്ള ലെവലിൽ എല്ലാ സംസ്ഥാനങ്ങളും ഇതിനെതിരായിട്ട് റിക്വസ്റ്റ് കൊടുക്കുകയും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതൊക്കെ ട്രൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് ഓൾറെഡി മഹാരാഷ്ട്ര ഗവൺമെന്റ് നടപ്പിലാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹലോ, മഹാരാഷ്ട്ര ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. എവിടെയെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയോ രാഹുലെ? കേരളത്തിന് പുറത്തുണ്ട്. അതുപോലെ ഇന്ന് ഗ്രൂപ്പിൽ വന്നൊരു ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്ന് ഗ്രൂപ്പിൽ വന്നിരുന്ന ഒരു ചോദ്യം, ഒരു പവർ പ്ലാന്റിൽ നിന്ന് എത്ര സ്ഥലങ്ങളിലെ ഇത് മെർജ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വീലിംഗ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നേ. എത്ര കൺസ്യൂമർ നമ്പർ ഇത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. സെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അതെ, ലിമിറ്റ് ഇല്ല. KSEBയുടെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച സ്ഥലത്തെ ഉപയോഗം കഴിഞ്ഞിട്ട് ആ ഒരു മാസം, 2 മാസം അല്ല, മന്ത്ലി വെച്ച സ്ഥലത്തെ ഉപയോഗം കഴിഞ്ഞിട്ട് മാസം 500 യൂണിറ്റ് മിച്ചം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്ഥാപനങ്ങളിലെ വൈദ്യുതി ബിൽ കുറച്ചു തരും. 5% പ്രസരണ നഷ്ടം കുറച്ചതിന് ശേഷം. അത് പുതിയ റൂളിൽ ഈ 5% എന്ന് പറയുന്നത് കുറെ കൂടെ കൂട്ടുന്നുണ്ട്. ഏതാണ്ട് 15% വരെയൊക്കെ വരാൻ പോവുകയാണ്. അപ്പം എത്ര കസ്റ്റമേഴ്സിന് വേണമെങ്കിലും നമുക്ക് കുറച്ച് കൊടുക്കാം. അതുപോലെ 1 വർഷം കഴിയുമ്പോൾ അതിനകത്ത് ഒരു പ്രമിസസ്, ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു വീടുണ്ട്, ആ വീട് വിറ്റു. കൊല്ലത്ത് വേറൊരു വീട് അതേ കസ്റ്റമർ അതേ പേര് മേടിച്ചെങ്കിൽ അത് വേണേൽ പ്രയോറിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ C എന്ന് പറയുന്ന പേരിലുള്ള കസ്റ്റമറെ തിരുത്തിയിട്ട് അങ്ങോട്ട് E എന്ന് പറയുന്ന കസ്റ്റമറുടെ പേര് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിരുത്തുകയും ചെയ്യാം. ഞങ്ങളൊരു 7-8 സ്ഥലങ്ങളിലെയൊക്കെ ബില്ല് കുറയ്ക്കുന്ന സിസ്റ്റം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു പ്ലാന്റ് വെച്ചിട്ട്. ഓക്കെ താങ്ക് യു. ഇന്നത്തേക്ക് ഒരു ബോണസ് വേണോ ആർക്കെങ്കിലും? ഗ്രോസ് മീറ്റർ ഒക്കെ വരാൻ പോണോണ്ട് എന്തെങ്കിലും കൂടി പഠിക്കാൻ ഒരു പോം വഴി പ്രതീക്ഷ തരാനായിട്ട് പറ്റിയൊരു സാധനം ഞാൻ പറയാം. തീർച്ചയായിട്ടും പറയാം. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സർക്യൂട്ടർ എന്ന് പറഞ്ഞ, അവരായിട്ട് സർക്യൂട്ടറും ഡേയ്സും. ഓക്കെ, നമ്മള് ഇപ്പം നേരത്തെ ടിൻസ് പറഞ്ഞിരുന്നു സീറോ എക്സ്പോർട്ടിന്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഊർജ്ജം മുഴുവനും നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ സീറോ എക്സ്പോർട്ടിൽ സാധാരണ നമുക്ക് വളരെ എളുപ്പമാണ്. ഒരു 5 കിലോവാട്ട് ഒരു 10 കിലോവാട്ട് ഇൻവെർട്ടർ ആണെങ്കിൽ സീറോ എക്സ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ഗ്രിഡിന്റെ അവിടെ ഒരു കറണ്ട് മീറ്റർ സെൻസർ വെച്ചാൽ മതി. എന്നിട്ട് അതിനകത്ത് ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴാണോ എക്സ്പോർട്ടിങ് നടക്കുന്നത് ആ സമയത്ത് ഇൻവെർട്ടർ അതിന്റെ പ്രൊഡക്ഷൻ കുറച്ചിട്ട് എക്സ്പോർട്ടിങ് ഇല്ലാതെയാക്കും. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് KSEBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാതെ നമുക്ക്
നമ്മുടെ ഗ്രിഡ് ടൈ സിസ്റ്റംസ് വർക്ക് ചെയ്യിക്കാം. ഓക്കെ, പക്ഷെ ഇതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഡി ജിയിലേക്ക് മാറും. ഡി ജിയിലേക്ക് മാറുമ്പോൾ ഡി ജി ഒരിക്കലും നോ ലോഡിൽ വർക്ക് ചെയ്യില്ല. ഡി ജിക്ക് എപ്പോഴും ചെറിയൊരു ലോഡ് വേണം. അപ്പൊ നമ്മൾ സീറോ എക്സ്പോർട്ട് ഉള്ളൊരു സിസ്റ്റം ഡി ജിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോ ലോഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഡി ജിയിലേക്ക് തിരിച്ച് ഫീഡ് ചെയ്യില്ല, പക്ഷെ ഇപ്പം നമ്മുടെ ലോഡ് 5 കിലോ വാട്ടാണ്, നമ്മുടെ പ്രൊഡക്ഷൻ 5 കിലോ വാട്ടാണ്, ഡി ജിയിൽ 0 ലോഡായിരിക്കും. അപ്പൊ അത് ചില ഡി ജി അത് ഓഫായി പോകും, ചില ഡി ജി 0 ലോഡിൽ വർക്ക് ചെയ്യാൻ പാടില്ലെന്ന് മാനുഫാക്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കൺട്രോളർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 30% അല്ലെങ്കിൽ 20% ലോഡ് എപ്പോഴും ഡി ജിയിൽ മെയിൻറ്റെയിൻ ചെയ്യും, ബാക്കി മാത്രം സോളാറിന്ന് എടുത്ത് ലോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം ആണ് ഡെയ്ഫ്. ഞാനിപ്പോ ഡെയ്ഫിന്റെ സർക്യൂട്ടറിന്റെയും സിസ്റ്റംസ്. അപ്പൊ അതൊരു റിലേ പോലെയാണ്, അതിനകത്ത് ലോജിക്സ് ഉണ്ട്. ആ ലോജിക്ക് വെച്ചിട്ടാണ് നമ്മളത് കോൺഫിഗർ ചെയ്യുന്നത്. ഓക്കെ, അതിനകത്തൊരു അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പടത്തില് ഡീസൽ ജനറേറ്റർ ഉണ്ട്, ഗ്രിഡ് ഉണ്ട്. അതിനകത്തേക്ക് ഈ കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ 2 ലൈൻ വെച്ചിട്ട് ഇത് ജനറേറ്റർ ലൈൻ, മറ്റേത് ഗ്രിഡ് ലൈൻ. ഗ്രിഡ് ലൈനിൽ 0 എക്സ്പോർട്ട് സെറ്റ് ചെയ്യാം, ജനറേറ്ററിൽ ഈ പറഞ്ഞ 30% എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ഈ സോളാർ സിസ്റ്റം നമ്മുടെ കറണ്ട് ഇല്ലെങ്കിൽ ജനറേറ്ററിന് ബാക്കപ്പ് ആയിട്ട് വർക്ക് ചെയ്യും, കറണ്ട് ഉള്ളപ്പോൾ ഗ്രിഡിനെ സപ്പോർട്ട് ചെയ്തും സോളാർ സിസ്റ്റം വർക്ക് ചെയ്യും. അതേപോലെ തന്നെ ഇതിനകത്തുള്ള വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എമർജൻസി ലോഡും അല്ലാത്ത ലോഡും നോൺ ക്രിട്ടിക്കൽ ലോഡ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം നമുക്കൊരു ബോയിലർ ഉണ്ട്, വാട്ടർ ഹീറ്റർ, അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് എക്സസ് പവർ ഉള്ളപ്പം അതിനെ വർക്ക് ചെയ്യും. നമ്മുടെ ഇപ്പൊ കറണ്ട് പോയി അല്ലെങ്കിൽ കറണ്ട് ഉള്ളപ്പോൾ തന്നെ നമുക്ക് 0 എക്സ്പോർട്ട് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ 5 കിലോ വാട്ട് ഉണ്ട്, ലോഡ് 4 കിലോ വാട്ട് ഉള്ളൂ. അപ്പം എക്സസ് ഉള്ള 1000 വാട്ട് വേണമെങ്കിൽ നമുക്ക് ഈ നോൺ ക്രിട്ടിക്കൽ ലോഡിലേക്ക് നമുക്ക് റിലേ വെച്ചിട്ട് ആ ലോഡിനെ ഓൺ ആക്കാം. അങ്ങനെയും ഉള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം ഫ്യൂച്ചർ ഉണ്ട്. സോളാർ ഒരിക്കലും ഇതേപോലെ നെറ്റ് മീറ്ററിങ്ങോ ഗ്രോസ് മീറ്ററിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിന്ന് പോയില്ല. നമുക്ക് ഒത്തിരി ഇത് മറ്റേ ഡെൽറോം പോലത്തെ തന്നെയാണോ ഡെൽറ്റയുടെ? എന്തോ ഡെൽറ്റയുടെ ഡെൽറോം ഇല്ലേ? ഡെൽറെമോ ഒരു കമ്മ്യൂണിക്കേഷൻ പോർട്ടാണ്. അതിനകത്തിൽ 0 എക്സ്പോർട്ട് സെറ്റ് ചെയ്യാമല്ലോ നമുക്ക്, ആ ഒരു ഓപ്ഷനും കിട്ടില്ല. പക്ഷെ അപ്പൊ ഡി ജി ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ 0 എക്സ്പോർട്ടില് ഡി ജി വർക്ക് ചെയ്യും, നോ ലോഡിൽ വർക്ക് ചെയ്യും. ഡി ജി നോ ലോഡില് ഡി ജി വർക്ക് ചെയ്യുന്ന നോ ലോഡിലായിരിക്കും. അപ്പൊ ഒന്നില്ലെങ്കിൽ ഡി ജി ഓഫ് ആയി പോകും, അല്ലെങ്കിൽ ഡി ജിക്ക് കംപ്ലൈന്റ് കാണിക്കും. ജനറേറ്റർ നോ ലോഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള കംപ്ലൈന്റ് അത് സെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടിയാണ് ഈ ഒരു സിസ്റ്റം വെച്ചേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഡി ജിയുടെ ഒരു ഡി ജി എപ്പോഴും ഒരു പർട്ടിക്കുലർ ലോഡിലായിരിക്കും മാക്സിമം എഫിഷ്യൻസി. ഡി ജിക്ക് ഒരു 40% ലോഡ് കൊടുക്കുന്നതാണോ നോ ലോഡ് കൊടുക്കുന്ന 0 ലോഡ് കൊടുക്കുന്നതാണോ ഏറ്റവും നല്ലത്? ഡി ജിക്ക് ലോഡ് ഇച്ചിരി ലോഡ് കൊടുക്കുന്നതാണോ അതോ നോ ലോഡ് കൊടുക്കുന്നതാണോ നല്ലത്? നല്ലത് എഞ്ചിന് ലോഡ് ഇല്ലാതിരിക്കണം നല്ലത്, പക്ഷെ ജനറേറ്ററിന് ലോഡുള്ളതല്ലേ നല്ലത്? അതെ. രാഹുൽ, ഇതിനകത്ത് ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇതിന്റെ ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഇപ്പൊ ചെയ്യുവാണെന്നിരിക്കട്ടെ, അതിന്റെ ലൈസണിങ് അല്ലെങ്കിൽ KCB എന്നോ മറ്റോ എങ്ങനെ മനസ്സിലായില്ല? കോള് വന്നു, അപ്രൂവലുകളോ കാര്യങ്ങളോ വേണ്ടി വരുമോ? അതായത് KCB ഇപ്പൊ ഹൈബ്രിഡിന് അപ്രൂവ് ചെയ്തേക്കുന്ന ഒരേ ഒരു സിസ്റ്റം അവര് മറ്റേ റീസിന്ന് ഒരെണ്ണം ഇപ്പൊ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈബ്രിഡിന്റെ വെച്ചിട്ട്. പക്ഷെ അത് ആക്ച്വലി DC കപ്ലിംഗ് വെച്ചിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നേക്കുന്നത്. നമ്മൾ പണ്ട് ഇപ്പൊ നേരത്തെ SMA വെച്ചിട്ട് നമ്മൾ AC കപ്ലിംഗ് AC കപ്ലിംഗ് ചെയ്തില്ലായിരുന്നു. പണ്ട് SMA വെച്ചിട്ട് ചെയ്യുമായിരുന്നു, സ്കൂട്ടറും വെച്ചിട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ അതിനകത്തിൽ DG കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇത്ര കാരണം നമ്മളെ കൊച്ചു സിസ്റ്റത്തിൽ വരുന്നില്ലല്ലോ, ഈ DGയുടെ ഒരു ഇത് വരുന്നില്ല. കൊച്ചു സിസ്റ്റത്തിന് ഇത് ആപ്ലിക്കബിൾ അല്ല. പക്ഷെ നമുക്കൊരു DG എപ്പോഴും ഹയർ ഒരു കപ്പാസിറ്റി നിൽക്കുന്ന ഒരു കേസിൽ ഈ പറഞ്ഞ കാര്യം ആപ്ലിക്കബിൾ ആണ്. കാരണം ആ കമ്മീഷൻ ടൈമിൽ വരെ ഇത് നമുക്കവിടെ ചാലുവാക്കി കിട്ടും. എപ്പോഴാണോ ഇൻസ്റ്റലേഷൻ കഴിയുന്ന അന്നേരം തൊട്ട് ചാലുവാകും.
അതെ രാഹുൽ ഒരു ഇതിനകത്തുള്ള സംശയം ഒരു ചോദിച്ചോട്ടെ? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ KCBയുടെ റൂൾ വെച്ചിട്ട് 5 കിലോ വാട്ടിന് മുകളിലുള്ള എന്ത് ലോഡും എന്ത് സോഴ്സിനും അപ്രൂവൽ എടുക്കണമെന്നുണ്ട് ഇല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നമ്മൾ അപ്രൂവൽ ഇല്ലാതെ ഇത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്രൂവൽ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ കൂട്ട് കമ്മ്യൂണിക്കേഷനെ, എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷനേക്കാളും അവർ ട്രസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ റിലേസിനെ ആയിരിക്കും. കാരണം നമുക്ക് അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്. അതായത് റിലേ അല്ല, ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ട്രിപ്പ് ചെയ്യാൻ വേണ്ടി അവർ അത്, കാരണം എക്സ്ട്രാ ഐസൊലേറ്റർ അവന്മാര് നമ്മളെ കൊണ്ട് കുറെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കേസിൽ വന്നപ്പോഴേ. റിവേഴ്സ് പ്രൊട്ടക്ഷൻ റിലേ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. KCBയിലേക്ക് അതെ അതെ, RPR അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അഡീഷണൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് പറയുന്ന ഇതിന് മീറ്റ് ചെയ്യാൻ പറ്റും. അതെ 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 അതെ. കാരണം നമുക്ക് പിന്നെ അതൊരു എക്സ്ട്രാ കോസ്റ്റ് ആയിട്ട് വരും. അതൊരു ചെറിയൊരു തുകയല്ലേ വരുള്ളൂ റിവേഴ്സ് പ്രൊട്ടക്ഷൻ റിലേ. ഒരു അത്രേ വരുള്ളൂ. ഞാൻ പറയുന്നത് എല്ലാം വീടുകൾക്കല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. വീടിന് വേണ്ടി ഇതിന്റെ കുറെ സമയങ്ങളുണ്ട്. ഒരു 100 കിലോ വരെയൊക്കെയുള്ള സിസ്റ്റംസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഈ ഒരു സിസ്റ്റം ഡേറ്റിന് 4 ലക്ഷം രൂപ വരും, ഇതിന് 2 ലക്ഷം രൂപ ആ റേഞ്ചിൽ വരും. പിന്നെ നമ്മൾ അതിന്റെ ഇലക്ട്രിക്കൽ പാനൽ കോസ്റ്റ് വേറെ വരും. ഹലോ ഹലോ ലൈനിലുണ്ട്. ഹലോ ചോദിച്ചോ. ഇനി എന്തെങ്കിലും രാഹുൽ ഒരു സംശയം ചോദിച്ചോട്ടെ? ഹലോ, ഈ നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യുമ്പോൾ സ്റ്റുഡറിന്റെ ഇൻവെർട്ടർ മാത്രമേ ഇപ്പൊ അപ്രൂവൽ വന്നിട്ടുള്ളൂ? അത് മാത്രമേ മാർക്കറ്റ് അവൈലബിൾ ഉള്ളൂ? അങ്ങനെയില്ല, ഒത്തിരി മെഷീൻസ് ഉണ്ട്. ഇപ്പൊ വിക്ട്രോൺ വെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് ഹൈബ്രിഡ് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം അത് മാത്രമേ അപ്രൂവൽ ഉള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഒഫീഷ്യൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു KCB അപ്രോച്ച് ചെയ്തപ്പോഴേ. ആക്ച്വലി സ്റ്റുഡർ ഇപ്പൊ സ്റ്റുഡറിന്റെ അവിടെ ആണെങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ എടുത്തേക്കുന്ന സ്റ്റുഡർ ആയിരുന്നു ആക്ച്വലി ആദ്യം ഇത് സബ്മിറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഒരു 2.5 വർഷം മുമ്പ് തന്നെ ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഹൈബ്രിഡ്. നമ്മുടെ കൊല്ലത്തൊരു 2.5 വർഷമായത്. അതിപ്പോ ചാലുമായിട്ട് അത് 2.5 വർഷം മുമ്പാണ് ആക്ച്വലി. അപ്പം ഇത് ഓണായി, ഇത് സിസ്റ്റം പ്രവർത്തിച്ചു തുടങ്ങി. ഇപ്പൊ 2.5 വർഷമായി അവിടെ. അത് AC കപ്ലിംഗ് ആയിരുന്നു. ഇപ്പം കൂടുതലും നമുക്ക് ഇവിടെ വന്നേക്കുന്ന മൊത്തം DC കപ്ലിംഗ് വെച്ചിട്ടുള്ളതാണ് കൂടുതലും ഇപ്പം സ്റ്റെഡറിന്റെ വന്നേക്കുന്ന മോഡൽ ചെയ്തേക്കുന്നത്. ഇപ്പം തന്നെ വിക്ട്രോണിന്റെതും വന്ന് ചെയ്യുന്നുണ്ട്, മോർണിംഗ് സ്റ്റാർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഗുഡ് വി താണ്ട് ഇപ്പൊ 3 കിലോ വാട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അതിലൊന്നും വലിയ കുഴപ്പങ്ങൾ വന്നിട്ടില്ല. കോമൺ ആയിട്ടൊരു ഡയഗ്രാം അവര് KCB ഒരു അപ്രൂവൽ ആയിട്ട് ഒരു ചീഫ് എഞ്ചിനീയർ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു സർക്കുലർ മാതിരി ഒരു കോമൺ ആയിട്ടുള്ളത്. അത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേരാം. കാരണം കഴിഞ്ഞ 5 കൊല്ലത്തിന് മുകളിലായിട്ട് വിക്ട്രോൺ ഒരു 40 സൈറ്റിന് മുകളിൽ ഉണ്ടാവണം. ഞാൻ തന്നെ ഒരു 40 സൈറ്റിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ അറിയുന്നതും അറിയാത്തതായിട്ടുള്ള സൈറ്റുകൾ കേരളത്തിലുണ്ട്. ഈ വിക്ട്രോൺ ബേസിക്കലി എല്ലാ ഇൻവേർട്ടേഴ്സിനും എക്സ്പോർട്ടുള്ള വേർഷൻസാ. ഇപ്പൊ നീ പറഞ്ഞില്ലേ DC കപ്പിൾ സിസ്റ്റം എന്ന് പറഞ്ഞില്ലേ, ആ സാധനം അതിനകത്ത് ജസ്റ്റ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ, ഇതിപ്പോ നമ്മൾ SMA ഐലൻഡും കൂടെ വെച്ചിട്ട് ചെയ്തില്ലായിരുന്നോ? വിക്ട്രോണിനും ആ ഒരു ഫീച്ചർ ഉണ്ട്. വിക്ട്രോണും ABB അല്ലെങ്കിൽ ഫ്രോണിയസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? AC കപ്പിൾസ് കപ്ലിംഗ്. ഓക്കെ, ഈ വിക്ട്രോൺ വെച്ച് ചെയ്ത് ഹൈബ്രിഡ് കമ്മീഷൻ ആയ എത്ര സൈറ്റുകളുണ്ട് രാഹുല് കേരളത്തിലെ? ഞാൻ ചെയ്തത് ഒരെണ്ണം ആയിട്ടുള്ളൂ നമ്മുടെ എടുത്തു പോയത്. കമ്മീഷനായോ? ഞാനിപ്പോ പറഞ്ഞ ഒരു 5 കിലോ വാട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ ലിഥിയത്തിന്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ലിഥിയത്തിന്റെ ഒരു പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ട് മാത്രം ഇങ്ങനെ ചവിട്ടി നിൽക്കുകയാണ്. ഓൾറെഡി അത് ഓൺ ഗ്രിഡ് ചാലുമായി. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇനിയിപ്പം അല്ല, ഞാൻ വേറൊരു സംശയം ചോദിച്ചോട്ടെ രാവിലെ. ഇപ്പൊ നമുക്കാണെങ്കിൽ ഇപ്പൊ ഓൺ ഗ്രിഡ് വർക്ക് ആയതിനു ശേഷം നമുക്കാണെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ഹൈബ്രിഡിന്റെ വിക്ട്രോൺ കണക്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നീട് അപ്രൂവൽ എടുക്കേണ്ടതായിട്ടുണ്ടോ? ഇപ്പൊ
80 കിലോമീറ്റർ സ്പീഡുള്ള റോഡിൽ ഞാൻ ഇടയ്ക്കൊക്കെ 85 പോയാൽ കുഴപ്പമുണ്ടോ എന്നിരിക്കണ പോലെയൊക്കെ തന്നെ. കാരണം നമ്മളിപ്പം വെച്ച് സംഭവം ആക്ച്വലി അതൊരു ഡേഞ്ചർ ആണെന്നുള്ള ഒരു ഇതാണ്. പക്ഷെ പറഞ്ഞോട്ടെ എവിടുന്നാ കയറി വന്നെന്നുള്ളത് ഇല്ല, ഇതിനകത്ത് ഒരിക്കലും കയറി പോയില്ല. കാരണം ഇതിനകത്ത് ആന്റി ഐലൻഡിങ് റിലേ ഇൻബിൽറ്റ് ഉണ്ട് ഫ്രണ്ട് എൻഡിൽ. നമ്മൾ കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് ആന്റി ഐലൻഡിങ് റിലേ ഉണ്ട്, അത് ഒരിക്കലും കയറി പോവില്ല. ഹലോ ഹലോ കാരണം ഇപ്പൊ ഈ പറഞ്ഞ ബെന്നിച്ചേട്ടൻ നമ്മുടെ ഒത്തിരി സീനിയർ ആണ്. അദ്ദേഹം ഒത്തിരി സോളാറിന്റെ ചെയ്യാത്ത സിസ്റ്റംസ് ഒന്നും ഇല്ല, എല്ലാം ചെയ്തിട്ടുള്ളതാണ്. സിസ്റ്റംസ് ഒത്തിരി കേരളത്തിൽ അങ്ങോളം ചെയ്തിട്ടുള്ളതാണ്. ബെന്നിച്ചേട്ടൻ ഇപ്പൊ ഓൺ ഗ്രിഡ് സിസ്റ്റം എനിക്ക് തോന്നുന്നു ഒരു 1-2 വർഷമായിട്ട് ഓൺ ഗ്രിഡ് പ്രോജക്റ്റുകളും എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ രണ്ടിന്റെയും വെച്ചിട്ട് എങ്ങനെയുണ്ട് ബെന്നിച്ചേട്ടാ ഒരു എക്സ്പീരിയൻസ്? മൈക്ക് മ്യൂട്ടാ ബെന്നിച്ചേട്ടന്റെ. മ്യൂട്ടാ ബെന്നിച്ചേട്ടാ. നമുക്കേ ഇനി ഭാവിയിൽ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാല് ലാൻഡിൽ ഡിമാൻഡ് ഇല്ലായ്മ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് 3 പ്രൊജക്ട് നമ്മുടെ ഈ പ്രശ്നമായി. 3 സൈറ്റില് അത് റിമോട്ട് ഏരിയയാണ്, അതുപോലെ 3 സൈറ്റില് ഇപ്പൊ നമ്മൾ 3 ഫേസ് ആക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. പല രീതിയിൽ നമ്മള് ലോഡ് മാറ്റി കൊടുത്തു നോക്കി, ലൈമാനെ കൊണ്ടുവന്ന് കുറച്ച് ലോഡ് കൂട്ടി കൊടുത്തു നോക്കി. പക്ഷെ ഒരു 3000 വാട്ടിൽ കൂടുതലായി കഴിഞ്ഞാല് സംഗതി ഈ പറഞ്ഞാല് നിന്ന് പോവാണ്, വോൾട്ടേജിൽ നിന്ന് പോവാണ്. കേസുകൾ കൂടി വരുവാണ് ഓരോ ദിവസം ചെല്ലുന്നവരും. കൊറോണയുടെ കാര്യം നമ്മൾ ഈ 5 കിലോ വാട്ട് തീർച്ചയായിട്ടും റിമോട്ട് ആണെങ്കിൽ 3 ഫേസ് തന്നെ സജസ്റ്റ് ചെയ്യായിരിക്കും നല്ലത്. ഒരു സൈഡിൽ 3 കിലോ വാട്ട് പോലും പ്രശ്നമായിട്ടുണ്ട്. അതെ, സാച്ചുറേറ്റ് ആയി തുടങ്ങി ഗ്രിഡ്. പിന്നെ നിങ്ങളെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു സോളാറിനെ സംബന്ധിച്ച് ഒരു പ്രൊജക്ട് ചെയ്യാത്തയാൾക്കും പ്രൊജക്ട് ചെയ്യാവുന്ന രീതിയിൽ ടെൻഷന്റെയും അരുണിന്റെയും രാഹുലിന്റെ ഒക്കെ ഷെയറിങ്ങളുടെ അത്യാവശ്യം നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നമ്മളും കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പൊ അതിനകത്ത് എല്ലാം വളരെ ഇന്നിപ്പോ ഞാൻ പുതിയതായിട്ടൊരു ആളെ സംബന്ധിച്ച് ഇന്ന് എനിക്ക് വേണമെങ്കിൽ ഓൺ ഗ്രിഡ് പ്രൊജക്ട് ചെയ്യാൻ രീതിയിലോട്ടായി. ഞാൻ ബെന്നിച്ചേട്ടൻ അത് പറഞ്ഞപ്പോ ഞാൻ 2 കാര്യം വെറുതെ പറഞ്ഞു വന്നതിനകത്ത് വിട്ടുപോയ 2 കാര്യങ്ങൾ. പക്ഷെ അത്ര ടെക്നിക്കൽ അല്ല, എന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും നമ്മൾ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് പറയുവാണ്. പലർക്കും അറിയാത്തൊരു കാര്യം, ഓൺ ഗ്രിഡ് പ്രൊജക്ടുകളുടെ GST ബില്ലിംഗ് എന്ന് പറയുന്നത് പ്രൊജക്ട് കോസ്റ്റിന്റെ 70% 5% ടാക്സിലും ബാലൻസ് 30% 18% GST-യിലുമാണ് അടിക്കേണ്ടത്. അപ്പോൾ ഒരു ആവറേജ് വരുമ്പോൾ 9.2% GST ആണ് ഓൺ ഗ്രിഡ് പ്രൊജക്ടുകൾക്ക്, ഓൺ ഗ്രിഡ് എന്നല്ല സോളാർ പ്രൊജക്ടുകൾക്ക് വേണ്ടത്. ഇനി രണ്ടാമത് നമ്മളിപ്പോ ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രൈസിങ് ആണ്. ഒരു ചെന്ന ഉടനെ കസ്റ്റമർ ചോദിക്കുന്നത് നിങ്ങൾ 1 കിലോ വാട്ടിന് എത്രയ്ക്കാ ചെയ്യുന്നത്, നിങ്ങൾ 1 കിലോ വാട്ട് 55 ആണോ 60 ആണോ എന്നാ ചോദിക്കുന്നത്. അപ്പം 3 കിലോ വാട്ട് ചെയ്യുന്ന റേറ്റ് അല്ല 10 കിലോ വാട്ടിന്, 10 കിലോ വാട്ട് ചെയ്യുന്ന റേറ്റ് അല്ല 100 കിലോ വാട്ടിന്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഈ പറഞ്ഞ 25 വർഷം പ്രൊഡക്റ്റ് വാറണ്ടി പെർഫോമൻസ് വാറണ്ടി ഉള്ള പാനലുണ്ട്, അല്ലെങ്കിൽ 10 വർഷം വാറണ്ടി ഉള്ള പാനലുകളുണ്ട്. ഇൻവേർട്ടേഴ്സും 12 വർഷവും 20 വർഷം വരെ വാറണ്ടി ഉള്ള ഇൻവേർട്ടേഴ്സ് ഉണ്ട്. അതുപോലെ മുമ്പേ അരുണ് പറഞ്ഞ പോലെ സ്ട്രക്ചറിന്റെ കാര്യങ്ങൾ, 1 ഇഞ്ചിന്റെ സ്ക്വയർ പൈപ്പ് വെച്ച് സ്ട്രക്ചർ ചെയ്യുന്നവരുണ്ട്, ഹോട്ട് ഡിപ്പും അലൂമിനിയം സ്ട്രക്ചറും അല്ലെങ്കിൽ GI വെച്ചിട്ട് പ്രോപ്പറായിട്ട് നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ അനുസരിച്ചിട്ട് സൈറ്റ് കണ്ടീഷന് നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എത്ര കപ്പാസിറ്റി ആണ്, ഇതൊക്കെ അനുസരിച്ച് പ്രൈസിങ് മാറിക്കൊണ്ടിരിക്കും. ഈ പ്രൈസിങ്ങിന്റെ ഒരു പ്രശ്നം ഇപ്പം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രൈസ്. ഇത് ആ വെക്കുമ്പോൾ ഉള്ളൊരു ചെറിയ ലാഭം എന്നല്ലാതെ ഞാനൊരു സോളാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസോസിയേഷനിലെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു 10-25 വർഷമായിട്ടുള്ള ഒരു സോളാർ എക്സ്പെർട്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കേരളത്തിലെ കണ്ടീഷനിൽ ഒരു സോളാർ പ്രൊജക്ട് ചെയ്താൽ ഒരു ചെറിയ പ്രൊജക്റ്റുകളാണെങ്കിൽ ഒരു 35 to 40% മാർജിൻ എടുക്കണം, എന്നാലേ നമുക്ക് വൃത്തിയായിട്ട് സർവീസ് കൊടുക്കാനും നമുക്ക് ആ ഇൻഡസ്ട്രിയിൽ നിൽക്കാനും പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 35 തൊട്ട് 40% വരെ മാർജിൻ ആ പ്രോജക്റ്റിന്. അപ്പം ഈ 50 രൂപ 60 രൂപയ്ക്കൊക്കെ ഡൊമസ്റ്റിക് പ്രൊജക്റ്റുകൾ ചെയ്യാതെ എപ്പോഴും നമ്മളൊരു 70 രൂപ റേഞ്ചിൽ ഡൊമസ്റ്റിക് പ്രൊജക്റ്റുകൾ ചെയ്താൽ ക്വാളിറ്റിയും നല്ല സർവീസും ഒക്കെ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത്
ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഒരു ടി വി വാങ്ങാൻ പോയി. അപ്പം ആദ്യം ഒരു കടയിൽ ചെന്ന് വിലയൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് വേറെ കടയിൽ പോയി. അപ്പൊ അവൻ ഒരു വില പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഈ വിലക്ക് കിട്ടൂലോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഈ വിലക്ക് തരാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മൂന്നാമതൊരു കടയിൽ ചെന്ന് കഴിയുമ്പോൾ അവൻ പറയണത് എന്താന്ന് വെച്ചാൽ സാറ് എല്ലാ കടയിലും പോയി വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു, ഞാൻ അതിനകത്ത് നിന്ന് 500 രൂപ കുറച്ച് തരാം. ഓക്കെ, ആ ഒരു രീതിയിലേക്ക് സോളാറിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരും രക്ഷപ്പെട്ടു പോകാൻ പോകുന്നില്ല. എല്ലാരും കുറെ പ്രൊജക്ട് ചെയ്തു ടേൺ ഓവർ ഉണ്ടാക്കി കമ്പനി കൂട്ടി പോയി അടുത്ത പണിക്ക് പോയി. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന പണി അതിന്റെ വാല്യൂ കാണിച്ചു കൊടുത്ത് കസ്റ്റമറിനെ മനസ്സിലാക്കി, അത് കസ്റ്റമർ എല്ലായിടത്തും വില ചോദിച്ച് പോവാതെ കാര്യങ്ങൾ മനസ്സിലാക്കി വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ ചെയ്തു കൊടുക്കണമായിരിക്കും നല്ലത്. രണ്ടാമത് ഇന്നിപ്പോ മാർക്കറ്റിലുള്ള ഇതാണെങ്കിൽ ടിൻസ് 60 രൂപ പറയും, അത് കഴിയുമ്പോൾ പുറത്ത് പോയി കഴിയുമ്പോൾ വേറെ ആൾ 50 രൂപ പറയും. അവസാനം കസ്റ്റമർ 50 രൂപയ്ക്ക് ഉറപ്പിച്ചൊക്കെ വരുമ്പോഴായിരിക്കും വേറൊരു പുതിയ ഒരാൾ വന്നിട്ട് 40 രൂപയ്ക്ക് ഓർഡർ എടുത്തിട്ട് പോകും. ഈ 40 രൂപക്കാരൻ ഈ പറഞ്ഞ സാധനങ്ങൾ ഇടുകയില്ല, പ്രൊജക്ട് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പൊ അവനും നന്നാവില്ല, കസ്റ്റമർക്ക് ഈ സോളാറിന്റെ പറ്റിക്കൽ എന്നുള്ള ഒരു ചിന്ത വരും. നമ്മൾ ആദ്യം കൊട്ട് ചെയ്ത ടിൻസ് കള്ളന് വരും. അതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒരു ജെന്വിൻ ആയിട്ടുള്ള ഒരു മാർജിൻ എടുക്കുക. 20% എങ്കിലും മിനിമം ഇല്ലാതെ ഒരു പ്രോജക്റ്റ് ചെയ്യരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് നമ്മൾ വാല്യൂ കാണിക്കുക, നമ്മൾ ഇട്ടിട്ട് പോവില്ല എന്നുള്ള ഒരു വിശ്വാസം കൊടുക്കുക കസ്റ്റമറിന്. ലോങ് റണ്ണിലേക്ക് ചിന്തിക്കുക. എന്ന് മാത്രമല്ല, സോളാറിന് ചിലപ്പോൾ അവിടെ വീട്ടിൽ ബൾബ് കത്തിയില്ല എന്ന് പറഞ്ഞവര് കസ്റ്റമർ വിളിക്കും സോളാറിൽ വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ. അതിനും കൂടി ഓടാൻ റെഡി ആയിട്ട് പേയ്മെന്റ് വാങ്ങും. 5 കിലോവാട്ടിന്റെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഒരു 40,000 ഒരു 50,000 അക്കൗണ്ടിൽ കയറിയില്ലെങ്കിൽ ഈ കസ്റ്റമർക്ക് സർവീസ് കൊടുക്കാൻ പറ്റില്ല. 5 വർഷം കഴിഞ്ഞ് കഴിയുമ്പം ഈ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ നിൽക്കും എന്നനുസരിച്ചാണ് നമ്മുടെ ബിസിനസ്, നമ്മുടെ വളർച്ചയൊക്കെ. അപ്പൊ ഒരു 10,000 രൂപ 20,000 രൂപ മാർജിൻ എടുത്ത ഒരാൾക്ക് ഒരിക്കലും ഈ സംഭവം 5 വർഷത്തേക്ക് എത്തില്ല. അത് ഉറപ്പായിട്ടും അത് പൂട്ടിക്കെട്ടി പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷെ പുതിയ പാർട്ടികൾ വരുന്നത്, പുതിയ എന്റർപ്രൈനേഴ്സ്, അവരാണ് ഇത് ഈ പ്രശ്നം. അവരെങ്ങനെയെങ്കിലും ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് റേറ്റ് കുറച്ച് കൊടുക്കും. പക്ഷെ ഇതിനകത്ത് ആദ്യം മുതലൊക്കെ നിൽക്കുന്നവരൊക്കെ ഇപ്പൊ തന്നെ റേറ്റ് കൂട്ടി വരിക. ഞാൻ നമ്മുടെ ടിൻഷോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ചെയ്യുന്ന സാധനത്തിന് അതിലൊരു സിഗ്നേച്ചർ. മറ്റുള്ളവൻ കൊടുക്കുന്നത് ഇപ്പം രാവിലെ ഉദാഹരണമാണ്, ടി വി ആണെങ്കിൽ നമ്മുടെ ടി വിക്കകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ നമുക്ക് ആ പറഞ്ഞേക്കുന്ന ഇതിലോട്ട് പോവില്ല. അതായത് കറക്റ്റ് നമ്മൾ കൊടുക്കുന്ന സാധനം കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലോട്ട് നമ്മൾ എത്തിക്കണം. കാരണം അതായത് ഓരോരുത്തരുടെ ആ ഒരു വ്യക്തിമുദ്ര അതിനകത്ത് സത്യം പറഞ്ഞാൽ ആ ഒരു എഞ്ചിനീയറിംഗ് മികവ്. 5 കിലോവാട്ടിനകത്തിൽ ഞാൻ ചെന്നപ്പോൾ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് ചോദിച്ചാണ്, ഈ 5 കിലോവാട്ടിനകത്തിൽ എന്താണ് ഇതിന് മാത്രം എഞ്ചിനീയറിംഗ് ഇരിക്കുന്നതെന്ന് സിമ്പിൾ ആയിട്ട് ചോദിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചപ്പോഴും കറക്റ്റ് കാര്യമാണ്. കാരണം ഇന്നിപ്പം കസ്റ്റമറിന് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റ് ഡയറക്റ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ ചെല്ലുന്ന പലയിടത്തും കണ്ടേക്കുന്ന ഒരു പ്രവണതയാണ്. കറക്റ്റ് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും പ്രൊഡക്റ്റ് സപ്ലൈ തുടങ്ങി. ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ ആവൽസ്, ലൂമിനസ്, അതായത് ആളെ അധികം വിട്ടുകൊടുക്കുക. കസ്റ്റമറിന് നിങ്ങൾക്ക് ചെയ്തോ, കാരണം കമ്പനി ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഡയറക്റ്റ് ലൂമിനസിന്റെ ആള് നിങ്ങളുടെ അടുക്ക വരും. ആ പറഞ്ഞേക്കുന്ന DP പ്രൈസിനാണ് പോയി കസ്റ്റമറിന് ഈ സാധനം ചെയ്യുന്നത്. അതായത് ഒരു 3 കിലോവാട്ട് ചെയ്യാൻ വേണ്ടി കസ്റ്റമറിന്റെ അടുക്കൽ ചെല്ലുമ്പോഴത്തേക്കിന് അവന് ഈ സാധനം 1.30 വന്ന് കയറുന്ന ഇൻവെർട്ടർ അടക്കം കയറും. അവൻ പിന്നെ ഇനി വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നവന് കിട്ടും, അവന്റെ എഞ്ചിനീയർ വരും, അവന് 2,000 രൂപ. അങ്ങനെ ആ ഒരു രീതിയിലോട്ട് മാർക്കറ്റ് കുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മളിപ്പൊ ഈ ഏരിയയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ഇതാണ്, ഞാനിപ്പം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളാണ്. അതായത് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയതാണ് പ്രൊഡക്റ്റ് സെയിൽ ഭയങ്കരമായിട്ട് കയറുന്നത്. കാരണം കസ്റ്റമറിന് അതും ഇതിലല്ല പോകുന്നത്, കറക്റ്റ് കസ്റ്റമറിന്റെ അടുക്കൽ ഈ പ്രൊഡക്റ്റ് പോവാണ്, ഓൺ ഗ്രിഡ് പ്രൊഡക്റ്റ് പോവാണ്. അത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ എല്ലാവരെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കാൻ പോകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. കസ്റ്റമറിന്റെ അടുക്കൽ ഡയറക്റ്റ് ഈ പ്രൊഡക്റ്റ് പോവാ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇൻവെർട്ടർ അടക്കം ഒരു കോംബോ ആയിട്ട് പൊതിഞ്ഞൊരു പൊതിയലയിൽ ഒരു പൊതിച്ചോറ് കൊടുക്കുന്ന മാതിരി വീട്ടിലൂണില്ലേ. ഇപ്പൊ പണ്ട് വീട്ടിലൂൺ അത്ര ഇതല്ലായിരുന്നു, ഇപ്പൊ എല്ലായിടത്തും വീട്ടിലൂണാ. ആ മാതിരി ഇപ്പം ഓൺ ഗ്രിഡിനെ പൊതിഞ്ഞിപ്പോ എല്ലാവരും വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുവാണ് ഇപ്പൊ. എന്നിട്ട് ചെയ്യുന്നവനെ വിളിച്ചോണ്ട് AO BO ആരെ വേണേലും വിളിച്ച് ചെയ്യിപ്പിച്ചു. ഞങ്ങള് എല്ലാ A to Z കാര്യം ചെയ്യുന്നവരും മാർക്കറ്റിലുണ്ട്. അപ്പൊ ആ ഒരു ലെവലിലോട്ട് ഇപ്പം താന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. എനിക്ക് തോന്നി പ്രൈസിന്റെ കാര്യത്തിൽ ഇത്ര താഴാൻ
കാരണം നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇപ്പൊ ആൾക്കാർക്ക് അറിയാം ഇത്രയ്ക്ക് ഇത്ര വിലയുള്ളൂ, ഇത്രയ്ക്ക് ഇത്രേ വിലയുള്ളൂ. അത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പം രാഹുലിന്റെ അടുക്കൽ ചോദിച്ചൊരു സാധനത്തിന് ഞാൻ പറഞ്ഞ സാറേ ഇത്ര രൂപയാണ്, ഇപ്പൊ ഇത്ര രൂപയാണ്. അപ്പം കസ്റ്റമർ നെറ്റിൽ നോക്കിയിട്ട് പറയാം ഇതിനേക്കാളും 1000 രൂപ കുറവാണല്ലോ ഇത്. അപ്പൊ അയാൾ എനിക്ക് കിട്ടുന്നതിനേക്കാളും കുറച്ച് കസ്റ്റമറിന് കിട്ടാൻ തുടങ്ങി. പ്രൊഡക്റ്റ് അങ്ങനെ. അപ്പൊ അങ്ങനെ മാർക്കറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഡൗൺ ആകാൻ തുടങ്ങുവാണ്. ഈ പ്രൈസിന്റെ കാര്യത്തിലേ ഏറ്റവും വലിയ കാൽക്കുലേഷനിൽ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്ന എവിടെയാന്ന് പറഞ്ഞാൽ, ഈ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം മിക്കവരും, ഞാൻ ആ സൈറ്റിലോട്ട് ഇപ്പൊ ഉദാഹരണം ചങ്ങനാശ്ശേരിയിലുള്ള ഒരു സൈറ്റ്, ആ സൈറ്റിലോട്ടുള്ള മെറ്റീരിയൽ എനിക്ക് എത്ര രൂപയുടെ ആയി, അവിടെ ലേബർ എത്രയായി, അത് മാത്രം എല്ലാരും കൂട്ടുന്നത്. ഒരു 5 കിലോവാട്ട് ഒരു 2,25,000 രൂപയ്ക്ക് എന്റെ എല്ലാ ചെലവും കൂടെ കഴിഞ്ഞു. അപ്പം എനിക്കൊരു 50,000 രൂപ, അതായത് ഒരു 25% മാർജിനോ ഒറ്റം വെച്ച് 50,000 രൂപ മാർജിൻ ഇട്ട് 2,70,000 കൊടുക്കാവുന്ന പലരും ചിന്തിക്കുന്നു. പക്ഷേ ഒരു 5 വർഷത്തിനുള്ളിൽ മിനിമം ഒരു 10%, ആ പ്രൊജക്ടിന്റെ ഒരു 10%, ഒരു 25,000 രൂപ എങ്കിലും 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ സൈറ്റിന് വേണ്ടി ചെലവാകും. അവിടെ 5 വർഷമുള്ള മെയിൻ്റനൻസും ക്ലീനിങ്ങും കംപ്ലൈന്റുകളും, ഇതിനിടയ്ക്ക് നമ്മൾ വെച്ച ചില ബ്രാൻഡുകൾ നിർത്തിപ്പോവും, അവർ വാറണ്ടി തരാതെ വരും, നമ്മൾ വേറെ കമ്പനിയുടെ സാധനം മേടിച്ച് വെക്കേണ്ടി വരും, KSEB ഒരു ഇഷ്യൂ ഉണ്ടാക്കും, അതിന് കസ്റ്റമർ നമ്മുടെ തലയിൽ കയറിയിട്ട് അതിന് നമ്മൾ ടേക്കപ്പ് ചെയ്യാൻ പോകേണ്ടി വരും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. ഈവൻ പാനലുകൾ പോലും എത്ര ബ്രാൻഡുകളുടെ പാനലുകൾക്ക് ഫെയിലിയറുകളും കംപ്ലൈന്റുകളും 4-5 വർഷം കഴിയുമ്പോൾ കാണിക്കുന്നു. അപ്പൊ നമ്മൾ എടുക്കുന്ന റിസ്ക്, നമ്മൾ കൊടുക്കുന്ന സർവീസ്, ഒരു 5 വർഷം 10 വർഷത്തിന് കൊടുക്കുന്ന സർവീസ്, അതിന് തന്നെ ഒരു വാല്യൂ ഒരു 10% നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇപ്പൊ 2.5 ലക്ഷം രൂപ ചെലവിടുന്നതാണ് മിനിമം. ഒരു 2.5 ലക്ഷം രൂപയുടെ ആണ് ഒരു 22,500 രൂപ മിനിമം. ഇനി രണ്ടാമത് പലരും മിസ്സാവുന്ന വേറൊരു പോർഷൻ, നിങ്ങളുടെ കമ്പനിയിലെ 4 സ്റ്റാഫും ഒരു ഓഫീസും ഒരു കാറും കുറെ കാര്യങ്ങളും ഉണ്ടെന്നിരിക്കട്ടെ. ഇതെല്ലാം കൂടെ കൂട്ടി നിങ്ങൾ ശമ്പളം എടുക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ശമ്പളം കൺസിഡർ ചെയ്യണം. ഇതെല്ലാം കൂടെ കൂട്ടി നിങ്ങളുടെ ഓഫീസിന്റെ ചെലവ് അതൊരു 1 ലക്ഷം രൂപ ആണെന്നിരിക്കട്ടെ. നിങ്ങൾ ഒരു മാസം 4 പ്രൊജക്റ്റാ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിന്റെ ചെലവിന് വേണ്ടി ആവുന്ന ഈ 1 ലക്ഷത്തിൽ നിന്ന് ഈ 4 പ്രൊജക്ടിന്റെ ലാഭം ഡിവൈഡ് ചെയ്ത് പോവുക. അപ്പൊ ഒരു പ്രൊജക്ടിന് എത്ര രൂപയായി? 25,000 രൂപയായി. അപ്പോ ഒരു 5 കിലോവാട്ട് സിസ്റ്റം 2.5 ലക്ഷത്തെ നമ്മൾ തുടങ്ങിയിട്ട് ആഫ്റ്റർ സെയിൽസിന് 25,000 ഇട്ടു. നമ്മുടെ ഓഫീസിന്റെ ഓവർഹെഡ് എക്സ്പെൻസസ്, നമ്മുടെ ജനറൽ ആയിട്ടുള്ള എക്സ്പെൻസസ് ഒരു 25,000 ഇട്ടു. അപ്പം എന്ത് സംഭവിച്ചു? ഈ 2.5 ലക്ഷം രൂപയെ ചെലവ് തീർന്ന 5 കിലോവാട്ട് നേരെ 2.25 ലക്ഷത്തിലെത്തി. ഇനി എത്ര മുകളിലോട്ടുണ്ടോ അത് മാത്രമാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. ഈ 2.25 ലക്ഷത്തെ 25,000 രൂപ കൂട്ടി 3 ലക്ഷത്തിന് പിടിച്ചാൽ നിങ്ങൾക്ക് ആ പ്രൊജക്റ്റിൽ ആക്ച്വൽ പ്രോഫിറ്റ് 25,000 ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അതൊരു 3.5 ലക്ഷത്തിന് പിടിച്ചാൽ നിങ്ങൾക്ക് 75,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ വ്യക്തമായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടണം. ഒരു പേപ്പറിൽ എഴുതി വെച്ച് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെയും നിങ്ങളുടെ ലേബറും വേജസും എല്ലാം ഇട്ട് എക്സ്പെൻസ് കണക്ക് കൂട്ടിയിട്ട് ഒരു ആവറേജ് മാസം ചെയ്യാനുള്ള പ്രൊജക്റ്റുകൾ കണക്കാക്കി നിങ്ങളുടെ വേറെ ഒരു പ്രൊജക്റ്റും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു മാസമുള്ള ചെലവ്, ആഫ്റ്റർ സെയിൽസ്, ഇത് രണ്ടും ഇട്ടിട്ട് പിന്നെ വേണം പ്രോഫിറ്റ് ഇടാൻ. ഹലോ ഇപ്പൊ ഈ സിറ്റുവേഷൻ ഒഴിവാക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാന്നൊരു കാര്യം, ലൈസൻസിങ് ഒരു സമ്പ്രദായം ഏർപ്പെടുത്തുമായിരിക്കും ഏറ്റവും നല്ലത് അതിനകത്ത്. കാരണം ഒരു അപ്രൂവ്ഡ് ഇല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സർട്ടിഫൈഡ് ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വന്നാൽ ഇതിനകത്ത് കുറെ മാറ്റങ്ങൾ വരാം. കാരണം ഇത് നമ്മൾ ഫേസ് ചെയ്യുന്ന, കാരണം ഇലക്ട്രിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഞാനൊരു ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഒരു മോഡുലാർ സ്വിച്ചസിൽ സെയിൽസ് പോകുന്നത് കാണാം നമുക്ക് പലപ്പോഴും. പ്രൊജക്റ്റിൽ പോകുമ്പോൾ നമുക്ക് കാണാം അറൗണ്ട് 80% വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് സ്വിച്ചസും MCB ഒക്കെ പോകുന്ന കാണാം നമുക്ക്. അത് നമ്മുടെ കമ്പനികൾ തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് നശിപ്പിക്കുന്നത്. വളർത്തുന്നതും കൊല്ലണതും അവർ തന്നെയാണ്. കസ്റ്റമറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേറ്ററെ സംബന്ധിച്ച് ഒന്നും ഉണ്ടാവില്ല. അവൻ സർവൈവ് ചെയ്യണ ചിലപ്പോൾ 1% ആയിരിക്കും സർവൈവ് ചെയ്യണത്. എപ്പോഴും ലാഭം കസ്റ്റമർക്കാണുള്ളത്. അപ്പൊ അതിനൊരു പിടുത്തം വരണമെന്നുണ്ടെങ്കിൽ ഒരു ലൈസൻസിങ് സമ്പ്രദായം അല്ലെങ്കിൽ ഒരു അപ്രൂവ്ഡ്, ഇപ്പം എ ഗ്രേഡ് ഇപ്പൊ സപ്പോസ് ഒരു ലാബ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ഗ്രേഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർക്ക് പറ്റുള്ളൂ എന്നൊരു കൺസെപ്റ്റ് വന്നാൽ, അതുപോലൊരു കൺസെപ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് മാർജിൻ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മാർജിൻ കിട്ടാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു നല്ല അഭിപ്രായമായിരുന്നു. ഇപ്പം നമ്മള് വൈൻഡപ്പിന്റെ സമയമായിരിക്കുകയാണ്. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ നല്ലൊരു മോട്ടിവേഷൻ കിട്ടുന്നതും പുതിയ ഒത്തിരി അറിവുകളും നമുക്ക് കിട്ടി. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അരുണും രാഹുലും ടിൻഷു ബെന്നിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ കേരളത്തിൽ തന്നെ അല്ല, ഇന്ത്യയിൽ തന്നെ ഒരു ജയന്റ് ആണെന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ മലയാളിക്കാണ് മറ്റാരേക്കാളും കൂടുതൽ നല്ല പ്രാപ്തി കഴിവും. മിക്ക സ്ഥലങ്ങളിലും അതിന്റെ ടോപ്പ് പൊസിഷനിൽ മലയാളിയാണ്. അതുപോലെ തന്നെ ഇപ്പം സോളാർ മേഖലയിലും ഇവര് പറഞ്ഞ കാര്യങ്ങളും അതേപോലെ തന്നെ അതിന് ആൻസർ കൊടുത്ത വിധങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മിക്കവാറും എന്നോട് സ്റ്റുഡൻസ് എന്നെ മിക്ക ക്ലാസ്സും കഴിയുമ്പോൾ എനിക്കൊരു 5 വട്ടം കോള് വരും. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അതെല്ലാം ഫാക്കൽറ്റിയൊക്കെ വളരെ വെൽ എക്സ്പീരിയൻസ് ആണ്, നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പം ടിൻഷു തന്നെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഭാവനെ കാണത്തക്ക രീതിയിൽ ടിൻഷു കാര്യങ്ങൾ വിശദീകരിച്ച്, രാഹുൽ അതിന്റെ മെറ്റീരിയൽസിന്റെ അനേക കാര്യങ്ങൾ പറഞ്ഞു. ബെന്നി സാറിന്റെ എക്സ്പീരിയൻസ് സാറ് വളരെയധികം നല്ലതായിരുന്നു. പിന്നെ അരുൺ തന്നെ പല മേഖലകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ചർച്ച ചെയ്തു. തീർച്ചയായും നിങ്ങളെല്ലാം നന്നായി സപ്പോർട്ട് ചെയ്തു. ഇനിയും നമുക്ക് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു 40-45ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ നമുക്കൊരു 10-20 ക്വസ്റ്റ്യൻസേ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അടുത്ത ആഴ്ചയും നമ്മൾ ഈ ടോപ്പിക്ക് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ നമ്മൾ ഫോംസും അതേപോലെ ഗവൺമെന്റ് റൂൾസും മറ്റു കാര്യങ്ങളും ടെക്നിക്കൽ സൈഡും നമ്മൾ അടുത്ത ആഴ്ച ചർച്ച ചെയ്യും. അപ്പം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അരുൺ താങ്ക്സ്, രാഹുൽ താങ്ക് യു, ടിൻഷു വളരെ നന്ദി. ഞങ്ങളുടെ ടിൻഷു ബെന്നി ചേട്ടാ വളരെയധികം താങ്ക്സ്. നമുക്ക് എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. Thank you.